എനിക്ക് നന്ദി പറഞ്ഞ സഖാവിന്റെ പേരാണ് ഷാജഹാൻ. അവൻ ഇനി ലോകത്തില്ല. കൊണ്ടുപോയി മഹാപ്രളയം. അവന്റെ 2 കുട്ടികളില്ല, അവന്റെ ഉമ്മയില്ല, ബാപ്പയില്ല. കൊണ്ടുപോയി മഹാപ്രളയം. കെ എം ഷാജി ഞാൻ വെല്ലുവിളിക്കാം. ഈ പ്രസംഗം നടത്തിയ കെ എം ഷാജി ആണാണെങ്കിൽ മറുപടി പറയണം. അതാ വെല്ലുവിളി. പ്രവർത്തകന്മാരെ, നല്ലവരായ നാട്ടുകാരെ, ജനാധിപത്യ വിശ്വാസികൾ, മുസ്ലിം ലീഗ് ഇവിടെ നടത്തിയ പൊതുയോഗത്തിൽ CPIM-നെതിരെ ഉന്നയിച്ചിട്ടുള്ള കള്ള ആരോപണങ്ങൾക്ക് മറുപടി പറയാനും വർത്തമാനകാല രാഷ്ട്രീയ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനും വേണ്ടിയാണ് CPIM-ന്റെ നേതൃത്വത്തിൽ ഇത്തരമൊരു പൊതുയോഗം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ലീഗ് ഉന്നയിച്ച പ്രാദേശികമായ കാര്യങ്ങൾക്കുള്ള മറുപടി സ്വാഗത പ്രാസംഗികൻ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. പിന്നെ ഇവിടെ പ്രസംഗിച്ചിട്ടുള്ളത് KM ഷാജിയാണ്, ഷാജി K വയനാട്. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ലീഗ് നടത്തിയിട്ടുള്ള തട്ടിപ്പ് ഇന്ന് കേരളമാകെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സഖാവ് എന്നെ പരിപാടിക്ക് വിളിച്ചപ്പോൾ ലീഗ് ഉണ്ടാക്കിയിട്ടുള്ള വീടൊന്ന് കാണണം എന്നുള്ള നിലക്ക് നേരത്തെ പുറപ്പെട്ടതാണ്. 2 മണിക്ക് കൽപ്പറ്റയിൽ നമ്മുടെ സർക്കാർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വീട് കണ്ടു. വീടുകൾ ലീഗ് പറഞ്ഞിട്ടുള്ളത് അതിന് തറയില്ല. നമ്മളുണ്ടാക്കിയ മോഡൽ വീട് അവർ കണ്ടു, തറയില്ല. പത്രത്തിലെ ചിത്രം കണ്ടപ്പോൾ എനിക്കും തോന്നി ഇതിനൊരു തറയില്ലായ്മ ഉണ്ടല്ലോ. അതുകൂടി കണ്ട് നേരിൽ കണ്ടിട്ട് വേണം ഇങ്ങോട്ട് വരാൻ എന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ അവിടെ പോയി നോക്കുമ്പോൾ ഉണ്ടാക്കിയ വീടല്ല എന്നെ അത്ഭുതപ്പെടുത്തി, ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വീടുകളാണ്. ഭൂമിയുടെ മണ്ണിൻ്റെ ഘടന പരിശോധിച്ച് ആ ഘടനക്കനുസരിച്ച് 1.5 മീറ്റർ മുതൽ 2.5 മീറ്റർ വരെ ആഴത്തിൽ കുഴിയെടുത്ത് 20 സെൻറ്റിമീറ്റർ വീതിയും 90 സെൻറ്റിമീറ്റർ നീളവുമായി കോൺക്രീറ്റ് ചെയ്ത് അങ്ങനെ 9 കോൺക്രീറ്റ് കാലുകളിലാണ് ഈ വീടുണ്ടാക്കുന്നത്. ഈ 9 കോൺക്രീറ്റ് കാലുകൾ കമ്പി കൊണ്ട് പരസ്പരം ബന്ധിച്ച് അത് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാധാരണ നമ്മുടെ വീടൊക്കെ ഉണ്ടാക്കുമ്പോൾ കരിങ്കല്ല് കൊണ്ട് തറ കെട്ടും. ആ തറയിൽ നിന്ന് ഒരു 2 ഇഞ്ച് വ്യത്യാസത്തിലാണ് ചെങ്കല്ല് കൊണ്ട് പടവ് തുടങ്ങുന്നത്. ലീഗുകാർ പോയി തപ്പിയപ്പോൾ ഈ വ്യത്യാസം കണ്ടില്ല. അപ്പോൾ അവർ പ്രഖ്യാപിച്ചു ഈ വീടിന് തറയില്ല. എൻ്റെ പ്രിയപ്പെട്ട ലീഗിയെ സൗകര്യം കിട്ടുകയാണെങ്കിൽ നാളെ ഒന്ന് കൽപ്പറ്റയിൽ പോയിട്ട് ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാ മോഡലും ഇവിടെ കാണാം. ഉണ്ടാക്കിയ വീട് കാണാം, പാതി ഉണ്ടാക്കിയത്, കുഴി കുഴിച്ചത്, വാർക്കുന്നത് എല്ലാം കാണാം. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. 1.5-2 മീറ്റർ ആഴത്തിൽ കുഴിയെടുത്ത് അതിൽ കോൺക്രീറ്റ് ചെയ്ത് തൂണാക്കി ആ തൂണിൽ നിരവധി കമ്പികൾ, അതിനാണ് ഞാൻ 20 സെൻറ്റിമീറ്റർ വീതി 90 സെൻറ്റിമീറ്റർ നീളം, അങ്ങനെ 9 കാലുകൾ, ഇതിനെ പരസ്പരം കോൺക്രീറ്റ് കൊണ്ട് ബന്ധിപ്പിക്കുക. പിന്നെ ഒന്ന് വിടേണ്ടതില്ല. പ്രത്യേകമായ ഓളോ ബ്രിക്സ് അവരുടെ കമ്പനിയിൽ ഉണ്ടാക്കി കൊണ്ടുവരും. ഇങ്ങനെ ഒരുപാട് മെറ്റീരിയൽസിനെ കുറിച്ചൊക്കെ പറയാൻ. ഇതിൻ്റെ പ്രത്യേകത ലീഗുകാർ കേൾക്കുന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് 2 നില അതിൻ്റെ മുകളിലേക്ക് ഉണ്ടാക്കി. ഇപ്പം ആ വീടിൻ്റെ പുറത്തുകൂടി ഒരു ഇരുമ്പ് കോണി നിങ്ങൾ കണ്ടിട്ടുണ്ട്. ആ കോണിയിലൂടെ കയറിപ്പോകും. നമ്മൾ കടന്നു വരുന്ന സ്ഥലത്ത് വിശാലമായ സ്വീകരണ മുറിയുണ്ട്. അതിൽ പഠനമുറി എന്ന് പറഞ്ഞുകൊണ്ട് ഏകദേശം ഇത്ര ഒരു ഭാഗമുണ്ട്. അത് പഠനമുറിയായിട്ട് ഇപ്പോൾ ഉപയോഗിക്കാം. മുകളിലേക്ക് നിലയുണ്ടാക്കുകയാണെങ്കിൽ അത് സ്റ്റെയർ കേസായി മാറും. അതിനാണ് അതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്തില്ല, ഓടിട്ടു എന്ന് പറഞ്ഞത്. അതിനാണ്. അങ്ങനെ കൃത്യമായി പരിശോധിച്ചാൽ ആ വീടിന് എത്ര രൂപ ചെലവ് വരുമെന്നും നിങ്ങൾക്ക് അവിടെ പോയി പരിശോധിച്ചാൽ മനസ്സിലാവും. ഓരോ വീടിന് ചുറ്റും മതിലുണ്ട്, നിലത്ത് ടൈൽസ് പാകിയിട്ടുണ്ട്. വീടിന് ആവശ്യമായ ഫർണിച്ചറുകൾ ഇനി അതിനുള്ളിലേക്ക് വരാനുണ്ട്. അടുക്കളയുടെ പണി തീർന്നിട്ടില്ല. ഇതൊക്കെ തീർന്നിട്ട് നിങ്ങളൊന്ന് പോയിട്ട് വിലയിരുത്തുക. തറ തപ്പരുത്, കിട്ടില്ല. എന്നാൽ പിന്നെ ലീഗിൻ്റെ വീട്ടിലൊന്ന് കയറി പോരാ. 100 വീടുണ്ടാക്കിയതാണ്. അപ്പം അതുവഴി പോകും, മേപ്പാടി വഴി 11-ാം വാർഡ് വഴി വരിക. അപ്പം അവിടെ ഒരു സ്ഥലത്തെ ഭൂമി കണ്ടു. ഇവരെടുത്ത ഭൂമി 10 ഏക്കർ 11 ഏക്കറാണ്. അത് പോരാ എൻ്റെ കാഴ്ചയിലൊക്കെ. അവിടെ ഒരാളെ വിളിച്ചു വരുത്തി. ഞാൻ ചോദിച്ചു, ഇത് 11 ഏക്കർ ഇല്ലല്ലോ. അപ്പോൾ അവർ പറഞ്ഞു പാതി ഇവിടെയാണ്, പാതി കുറച്ചുകൂടി പോകണം. അങ്ങനെ കുറച്ചുകൂടി പോന്നപ്പോൾ പാതി ഇവിടെയാണ്. അങ്ങനെ അല്ലല്ലോ പറഞ്ഞത്. എല്ലാവരെയും ഒരുമിച്ച് ഒരു സ്ഥലത്ത് അവിടെ നമുക്ക് പള്ളി മദ്രസയൊക്കെ ഉണ്ടാക്കാന്ന് പറഞ്ഞത് ജലീൽ സാഹിബ് ഇന്നലെ പറഞ്ഞു. നമുക്ക് അതിലേക്ക് പിന്നെ പറയാം. അവിടെ എവിടെയും പള്ളി മദ്രസയും കണ്ടില്ല. പക്ഷെ കൽപ്പറ്റയിൽ നമ്മളുണ്ടാക്കുന്നതിനടുത്ത് പള്ളിയും അമ്പലവും ചർച്ചും ഒക്കെ കണ്ടു. ഏന്തി നോക്കിയപ്പോൾ കൽപ്പറ്റ അങ്ങാടി കണ്ടു. 100 മീറ്റർ വീതിയിൽ ദേശീയപാതയുടെ ഓരത്താണ്. അങ്ങനെ ലീഗിൻ്റെ ആദ്യത്തെ വീട് കണ്ട്, വീടല്ല കേട്ടോ ഭൂമി,
രണ്ടാമത്തെ ഇടത്ത് പോയപ്പോൾ അവിടെയും ഭൂമി കണ്ടു. അതാണ് മൊയ്തുവിൻ്റെ, അഡ്വക്കേറ്റ് കല്ലങ്കോടം മൊയ്തു. ആ സ്ഥലത്തിന്റെ പടിഞ്ഞാറ് ഭാഗം കിഴക്ക് ഭാഗം നോക്കുമ്പോൾ ഒരു പുഴ ഒഴുകുന്നു, ചെറിയൊരു പുഴ. നിങ്ങൾ പോയി കണ്ടിട്ടുണ്ടോ? ഒരു പുഴയുണ്ട്. അപ്പൊ ഞാൻ ആ പ്രദേശത്തുള്ള ആളുകളെ വിളിച്ച് ചോദിച്ചു, ഈ പുഴയിൽ വെള്ളപ്പൊക്കം വന്നാൽ വെള്ളം കയറും, അയാളുടെ വീട്ടുകാരൊക്കെ ഒഴിവാക്കും, റോഡിന്റെ അപ്പുറത്ത് അവരെ പള്ളിയിലോ സ്കൂളിലോ ഒക്കെ താമസിപ്പിക്കും. ചൂരൽമലയിലും മുണ്ടക്കയിലും മഹാപ്രളയം ഉണ്ടായി, നദി കരകവിഞ്ഞൊഴുകി വീട് നഷ്ടപ്പെട്ടവരെ കൊണ്ടുവന്ന് കുടിയിരുത്തിയത് മറ്റൊരു പുഴയുടെ കരയിലാണ്. അതാണ് ഞാനിപ്പോൾ പറയുന്നത്. വയനാട്ടുകാരൊന്ന് പോയി കാണണം, ഞാനിപ്പോൾ കണ്ടുവരികയാണ്. അവിടെ ഭൂമി യാതൊരു മടിയില്ലാതെ ലീഗേര് പറയുന്നു, ആ ഭൂമിയുടെ വില 1,25,000 അല്ലേ, 1,4 ലക്ഷം. 66.22 ഹെക്ടറാണ് നമ്മുടെ ഭൂമി. നമ്മുടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒക്കെ. അത് ലീഗാരും പെടും, കോൺഗ്രസും BJP ഒക്കെ പെടും, ഈ നാട്ടുകാരും സർക്കാരിന്. അതിനെ ഹെക്ടറിനെ ഏക്കറയാക്കിയാൽ ഏകദേശം 150 ഏക്കറോളം വരും. 44 കോടി രൂപയാണ് കോടതിയിൽ നിർദ്ദേശപ്രകാരം നമ്മൾ കെട്ടിവെച്ചിട്ടുള്ളത്. ആ വില കൊണ്ട് ഹരിച്ചാൽ ഏകദേശം ഒരു 24,000 ചില്ലാനം രൂപയാണ് സെന്റിന് വരിക. ഇവിടെ ഇവർ പറയുന്നു 1,4 ലക്ഷം. നമ്മൾ പറഞ്ഞു അതിനേക്കാൾ കുറഞ്ഞ ഭൂമി അവിടെ കിട്ടും. ആ പ്രദേശത്തുള്ള സഖാക്കൾ പറഞ്ഞ വിവരമാണ് എനിക്കുണ്ടായിരുന്നത്. ഇന്ന് ഞാൻ പോയി തൊട്ടടുത്ത വീട്ടുകാരുമായി സംസാരിച്ചു. വീടിൻ്റെ അപ്പം ഇപ്പൊ ലീഗൽ ഒരാളെ വീടുണ്ടാക്കിയിട്ടുള്ള തോട്ടഭൂമി അല്ലാത്ത വീട് പ്രദേശമുണ്ട്, അവിടെ വീടുണ്ടാക്കാം. അവിടെ വീടിനെടുക്കുമ്പോൾ ഒരു സെന്റിന് 1 ലക്ഷത്തോളം വരും. അത് നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. പക്ഷെ ഇപ്പുറം തൊട്ട ഭൂമി അയാൾ എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ 60,000-ന്, ഞാനൊരു 80,000 വേണ്ടെന്ന് വെച്ചപ്പോൾ പറഞ്ഞ 60,000, പരമാവധി 70,000. ഇതൊക്കെ എൻ്റെ കയ്യിൽ വീഡിയോ ഉണ്ട്. കാരണം ഞാനിവിടെ ഒന്ന് നാസിക്കുളായി ബടായി പറഞ്ഞു പോയിന്ന് നാളെ അവർ പറയും. അതുകൊണ്ട് ഇതൊക്കെ വീഡിയോ ചെയ്ത് റെക്കോർഡാക്കിയിട്ടാണ് ഞാനിപ്പോൾ പോയിരുന്നത്. ആ ഭൂമിയാണ് എടുത്തത്. ഞാൻ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത ഒരു ബെൻസ് കാർ അതിലെ പറഞ്ഞു. അപ്പോൾ അവിടെ ഒരാൾ പറഞ്ഞു, ഇതുപോലത്തെ ഒരു ബെൻസ് ഈ മുതലാളി വാങ്ങിയിട്ടുണ്ട്. ഏത് മുതലാളി? ഈ ഭൂമി വിറ്റ മുതലാളി, കുഞ്ഞാലിക്കുട്ടീൻ്റെ അളിയൻ മുതലാളി. രജിസ്ട്രേഷൻ നടന്ന അതേ ദിവസം തന്നെ ഒരു പുത്തൻ ബെൻസ് വാങ്ങിയിട്ടുണ്ട്. എൻ്റെ സംശയം പിന്നെയും തീർന്നില്ല. അഡ്വക്കേറ്റ് മൊയ്തു എൻ്റെ കുറച്ച് സ്ഥലം മാത്രം കൊടുത്തു, 5 ഏക്കറയോ മറ്റോ ആണ് കൊടുത്തത് അല്ലേ? അയാളുടെ പിറകിൽ ഇഷ്ടംപോലെ ഏക്കറുണ്ട്. എന്നാൽ പിന്നെ ഈ പാവങ്ങളെ 2 സ്ഥലത്ത് പറഞ്ഞു പറ്റിച്ച് 2 സ്ഥലത്താക്കണം. ഒരു സ്ഥലത്താക്കിയപ്പോൾ എല്ലാവരെയും ഒരുമിച്ചെന്നാണല്ലോ പറഞ്ഞത്. നമ്മൾ ഒരുമിപ്പിച്ചത് അവർക്ക് പോരാ, അതുകൊണ്ടാണ് അവർ പ്രത്യേകം ഒരുമിപ്പിക്കുന്നത്. അപ്പോൾ മൊയ്തുവിൻ്റെ ഭൂമി അവിടെ ഉണ്ടല്ലോ, അവിടെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു തട്ടി. ഇതൊരു സാമ്പിൾ വെടിക്കട്ടെ. മൊയ്തു കുറച്ച് ഭൂമി മോശമില്ലാത്ത വിലക്ക് അലിയൻ്റെ പാർട്ടിയായ ലീഗ്, കുഞ്ഞാലിക്കുട്ടിൻ്റെ പാർട്ടിയായ ലീഗിന് വിറ്റു. അതുകൊണ്ട് മൂപ്പര് ബെൻസൊക്കെ വാങ്ങി. മൂപ്പർക്ക് ബെൻസ് മുമ്പേ ഉണ്ട്, വലിയ മുതലാളിയാണ്. നിങ്ങൾ ഭൂമി വിറ്റിട്ട് വേണമെന്നൊക്കെ നാളെ മറുപടിയില്ലോ ലീഗിന്. അതവിടെ കിടക്കട്ടെ. അപ്പൊ ഈ ഭൂമി സാമ്പിൾ വെടിക്കട്ടെ. ഇതെങ്ങാനും വല്ല വകയിലും ഈ മുണ്ടക്കൈ ദുരന്തത്തിന്റെ ഇരകളുടെ പേരിൽ ഭൂമി ഉണ്ടാക്കാനുള്ള അനുമതി കിട്ടിയാൽ ഒരേ സർവേ നമ്പറിൽ ഇയാളുടെ ഭൂമി അങ്ങേപ്പുറത്ത് കിടക്കുക, ഏക്കർ കണക്കിന്. ഇയാൾ അവിവാഹിതരായ സമയത്ത് ഇയാൾക്ക് 11.5 ഏക്കറാണ്. അവിവാഹിതരായ ഒരാൾക്ക് തോട്ടം ഭൂമി 7 ഏക്കറ. നിങ്ങൾക്ക് കുറച്ചുകൂടി കണക്കറിയാം, തെറ്റാണെങ്കിൽ പറയണം. അല്ലേ, ഞാനെന്തോ പറഞ്ഞു പോയിനോ. വിവാഹിതനായ 15 ഏക്കർ. അഡ്വക്കേറ്റ് മൊയ്തുവിന് 11.5 ഏക്കർ വിവാഹത്തിന് മുമ്പുണ്ട്. ആ ഭൂമിയിലാണ് ഈ കുറച്ച് കിട്ടുന്നത്. അപ്പോൾ ഇതങ്ങ് തരപ്പെട്ട് കിട്ടിയാൽ അതും കൂടി തരപ്പെടുത്താം. ഇത് നിങ്ങൾ വിചാരിക്കുന്ന മാതിരി ഒരു വെടിക്ക് 2 പക്ഷിയൊന്നുമല്ല, 3-4 പക്ഷിയുണ്ട്. ആദ്യം രജിസ്റ്റർ ചെയ്തത് തങ്ങളുടെ പേര്. തങ്ങൾ ഇപ്പൊ താഴോട്ട് രജിസ്റ്റർ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പൊ തങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്ത് കൊടുത്തത് എന്തിനാന്ന് ചോദിച്ചപ്പോ ഈ പാവങ്ങളോട് പറഞ്ഞത് ബർക്കത്തുണ്ടാവും. നല്ല ബർക്കത്തുനിന്നാവും ഇപ്പൊ ഇറങ്ങി പോകുന്നത്. മനസ്സിലായി? തങ്ങളെ പേരിൽ ഭൂമിയാക്കുക, എന്നിട്ട് തങ്ങൾ ഇങ്ങോട്ട് വെക്കുമ്പോൾ തങ്ങളെ ബർക്കത്തോടെ ഉണ്ടാവും. ഇപ്പൊ ഇന്നലെ മുതലൊക്കെ ഉള്ള സംഭവവികാസങ്ങൾ കേട്ടപ്പോ ഈ ദുരന്തത്തിന്റെ ഇരകൾ പറഞ്ഞു, ആ ബർക്കത്ത് ഞങ്ങൾക്ക് വേണ്ട. എന്താ ബർക്കത്ത് എന്നറിയോ? ലാൻഡ് ബോർഡിന്റെ കേസ് വരാൻ പോവാ. വിറ്റയാള് ഇവര് പറഞ്ഞു തോട്ട ഭൂമിയല്ല, ഞങ്ങൾ പറഞ്ഞു തോട്ട ഭൂമിയാണ്. വിറ്റ മൊയ്തു, വിറ്റ മറ്റുള്ളവര് ലാൻഡ് ബോർഡിൽ അവർ കൊടുത്ത റിപ്പോർട്ട് എന്താ? അവരോടുത്ത അഫിഡവിറ്റ് എന്താ? ലീഗ് പറ. അവരോടുത്ത അഫിഡവിറ്റ് ഇത് തോട്ട ഭൂമിയാണ്, ഞങ്ങളൊന്നും വെട്ടിമുറിച്ചിട്ടില്ല.
മുറിച്ചത് വാങ്ങിയവരാണ്. എങ്ങനെയുണ്ട് അതാ ബർക്കത്ത്? ആ ബർക്കത്ത് കീഴ്പ്പെട്ട് വരാൻ പോകണം. അതുകൊണ്ടാണ് മറ്റവർ പറഞ്ഞത് ആ ബർക്കത്ത് ഞങ്ങൾക്ക് വേണ്ട, കേസില്ലാത്ത ഭൂമി ഉണ്ടെങ്കിൽ മതി. ഈ പാവങ്ങളെ വ്യാമോഹിപ്പിച്ച് കൊണ്ടുപോയതാണ്. സർക്കാരിനോട് 15 ലക്ഷം വെച്ച് വാങ്ങിപ്പിച്ച് നിങ്ങൾ വരൂ എന്ന് പറഞ്ഞ് നേരത്തെ ജലീല് മെനിയാന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞതുപോലെ നമുക്ക് പള്ളി ഉണ്ടാക്കാം, മദ്രസ ഉണ്ടാക്കാം. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഒരുമിച്ചുകൂടാ. നമുക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? കേരളത്തിൽ നിന്ന് പുറത്ത് പോയി നോക്കണം. ഈ നിൽക്കുന്ന നിപ്പൊന്നും ബത്തേരി അങ്ങാടി നിൽക്കുന്ന നിപ്പൊന്നും കേരളത്തിന് പുറത്ത് നിൽക്കാൻ കഴിയില്ല. മുസ്ലിം ഗല്ലികളും ക്രിസ്ത്യൻ ഗല്ലികളും ഹിന്ദു ഗല്ലികളും മതത്തിന്റെ പേരിൽ വിഭജിക്കപ്പെട്ടവന്റെ ഗല്ലികളും അങ്ങാടികളുമാണ് ഈ കേരളത്തിന് പുറത്തുള്ള ലോകത്ത് മനസ്സിലാക്കിക്കൊള്ളണം. അങ്ങനെ ചില ഗല്ലികൾ സൃഷ്ടിക്കപ്പെടാൻ പോവുക. അവിടെ ആ ഭൂമി ഏതാണെന്നറിയുന്നത് ബത്തേരിക്കാരോട് ഞാൻ ചോദിക്കണം, ആ ഭൂമി ഏതാ? എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മുക്കത്തിനടുത്ത കുടിയത്തൂർ എന്ന ഗ്രാമത്തിൽ നിന്നാണ്. കഴിഞ്ഞ ജൂലൈ മാസം 29-ാം തീയതി, ഈ കഴിഞ്ഞ ജൂലൈ അല്ല, അതിനു മുമ്പുള്ള ജൂലൈ 29, ആ ദിവസം ഞങ്ങൾ അങ്ങനെ മറക്കൂല. വയനാട്ടുകാർക്ക് മറക്കാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. പക്ഷെ കോഴിക്കോട് ജില്ലയിലെ മുക്കത്തിനടുത്ത കൊടിയത്തൂരുകാരനായി എനിക്ക് മറക്കാൻ കഴിയാത്തത് 2 കാരണം കൊണ്ടാണ്. ഒന്ന്, ഞങ്ങള് 3-ാം വാർഡിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നു. 320 വോട്ടിന് കോൺഗ്രസ് ജയിച്ചിരുന്ന വാർഡ് അവർ തമ്മിലുള്ള അടിയിൽ വാർഡ് മെമ്പർ രാജിവെച്ച് തെരഞ്ഞെടുപ്പ് നടന്നു. ഇത്തവണ 42 വോട്ടിനാണ് നമ്മൾ തോറ്റത്. ആ തോൽക്കാനുള്ള കാരണം അന്ന് പെയ്ത പെരുമഴ മാത്രമല്ല, അന്ന് ഉച്ച കഴിഞ്ഞപ്പോ ഞങ്ങളുടെ നാടിന്റെ അരികിലൂടെ ഒഴുകുന്ന ചാലിയാർ പുഴയുണ്ടല്ലോ, ആ പുഴയിലൂടെ മുണ്ടക്കൈയിലെ ചൂരൽ മലയിലെ വയനാടിന്റെ മക്കളുടെ മൃതശരീരം ഒഴുകി വരിക. അത് പെരുക്കിക്കൂട്ടേണ്ട ഗതികേട് വന്ന് ഞങ്ങൾക്ക് മനുഷ്യന്റെ മൃതശരീരം പെരുക്കിക്കൂട്ടുക. തോണിയിലൂടെ ഈ മൃതശരീരം എടുക്കാൻ പോയപ്പോ ഞങ്ങൾ കണ്ട കാഴ്ചയുണ്ടല്ലോ, ഒട്ടലുണ്ട്, തലയില്ല, കൈയില്ല, കാലില്ല. ചാലിയാർ പുഴയുടെ മുകൾ ഭാഗത്ത് നിലമ്പൂരിൽ ചളിയിൽ പുതഞ്ഞുപോയ മൃതശരീരങ്ങൾ ഒരവയവം പുറത്ത് കാണുമ്പോൾ പ്രതീക്ഷയോടെ ഓടിയെത്തി മാന്തി നോക്കുമ്പോ ഒരു മനുഷ്യന്റെ പാതി എത്ര കിലോമീറ്റർ ദൂരെ സൂചിപ്പാറ വെള്ളച്ചാട്ടവും കഴിഞ്ഞ് തകർന്ന് തരിപ്പണമായ മൃതശരീരങ്ങൾ കിലോമീറ്ററുകൾക്ക് അപ്പുറമുള്ള ചാലിയാർ പുഴയിലൂടെ ഒഴുകുക. ആ ദുരന്തം നമ്മുടെ നാട്ടിലുണ്ടായി. ഈ നാട് ഒരുമിച്ചൊഴുകി വന്നു. ജാതിയില്ല, മതമില്ല, വേർതിരിവില്ല, മനുഷ്യരെല്ലാവരും ഒരുമിച്ച് വന്നു. വയനാടിന്റെ ദുരന്ത ഭൂമിയിലെ മനുഷ്യരെ രക്ഷിക്കാൻ, രക്ഷപ്പെടുത്താൻ വേർതിരിവുകളൊന്നുമില്ല. കേരളത്തിലെ മുഖ്യമന്ത്രി വന്നു, മന്ത്രിമാർ വന്നു, എല്ലാവരും വന്നു, എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, പ്രതിപക്ഷ നേതാക്കൾ എല്ലാവരും വന്നു. അവിടെയൊന്നും നമുക്ക് വേർതിരിവില്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും വന്നു പ്രത്യേക വിമാനത്തിൽ കണ്ണൂരിൽ നിന്ന് അദ്ദേഹം ഹെലികോപ്റ്ററിൽ വന്നു ഈ പ്രദേശം സന്ദർശിക്കാൻ. മൂപ്പർക്ക് മുടക്കില്ല. എന്താ കാരണം ഓർക്കുന്നോ നിങ്ങൾ? 2018-ലെയും 2019-ലെയും മഹാപ്രളയം. കെട്ടിടങ്ങൾക്ക് മുകളിൽ ഒറ്റപ്പെട്ടു പോയ മനുഷ്യരെ ഇന്ത്യയുടെ ധീരരായ പട്ടാളക്കാര് ഹെലികോപ്റ്ററിൽ വന്ന് കയറിന്റെ ഗോവണിയിട്ട് എടുത്ത് രക്ഷപ്പെടുത്തുന്ന മനോഹരമായ കാഴ്ച ഞാൻ നിങ്ങളും കണ്ടു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പ്രളയമൊക്കെ ഇറങ്ങിയപ്പോൾ സീറ്റ് ബുക്ക് ചെയ്ത് നരേന്ദ്രമോദി ഹെലികോപ്റ്ററിന്റെ വാടക വേണം. നിങ്ങൾ കണ്ടില്ലേ? ഹെലികോപ്റ്ററിന്റെ വാടക വേണം. നരേന്ദ്രമോദിയുടെ BJP-യുടെ തറവാട്ടിൽ കൊണ്ടൊന്നല്ല, ഞാൻ നിങ്ങൾ കൊടുക്കുന്ന നികുതി പണം, സർക്കാരിന്റെ ഹെലികോപ്റ്റർ. നമ്മെ രക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഇന്ത്യയുടെ ധീരരായ പട്ടാളക്കാർ അവർ ജീവൻ പണയപ്പെടുത്തിട്ടാ മനുഷ്യനെ രക്ഷിച്ചത്. എന്നിട്ട് നമ്മോട് പറയാണ് ഹെലികോപ്റ്ററിന്റെ വാടക വേണം. അത് തന്നില്ലെങ്കിലോ നിങ്ങളുടെ റേഷൻ അരിയുടെ പണം കട്ട് ചെയ്യും. BJP-കാരുണ്ടോ? കേൾക്കുന്നുണ്ടോ? പത്രത്തിൽ അച്ചടിച്ചു വന്ന വാർത്ത. അപ്പോ കണ്ണൂർ എയർപോർട്ടിൽ ഇറങ്ങി, പ്രത്യേക വിമാനത്തിൽ വന്നിറങ്ങി ഹെലികോപ്റ്ററിൽ മുണ്ടക്കൈയും ചൂരൽമലയും പുഞ്ചിരി മറ്റവും എല്ലാം കറങ്ങിക്കണ്ട് മേപ്പാടി ആശുപത്രിയിലേക്ക് പോയി ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ആ മേപ്പാടി ആശുപത്രിയിലെ രോഗികളെ സന്ദർശിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ കിടക്കുന്ന ഒരു സ്ത്രീയുടെ അടുത്തേക്ക് ചെല്ലുക. ആ സ്ത്രീക്ക് 2.5 വയസ്സായ ഒരു കുട്ടിയുണ്ട്, ലൈസമോൾ. ആ പേരെനിക്ക് തെറ്റാൻ പാടില്ല. 2.5 വയസ്സാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ താടിയിൽ അവൾ ഇങ്ങനെ തടവി. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ കണ്ണട ഊരി കളിച്ചു. ആ ശൈശവത്തിന് അറിയില്ലല്ലോ
തന്റെ മുമ്പിൽ നിൽക്കുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. ഇല്ലേ പ്രിയപ്പെട്ടവരെ, ആ പേര് ഞാൻ മറക്കാൻ പാടില്ല എന്ന് പറഞ്ഞല്ലോ. എനിക്ക് ആ പേരെങ്ങനെ മറക്കാൻ കഴിയില്ല. ഈ ദുരന്തമുണ്ടായി 2 മാസം കഴിഞ്ഞപ്പോ മേപ്പാടിയിലെ സഖാക്കൾ പറഞ്ഞതനുസരിച്ച് കാഞ്ചനമാലയോടൊപ്പം ഞാൻ വന്നു. അറിയാലോ കാഞ്ചനമാലയെ നിങ്ങൾ? ഒരു പ്രണയത്തിന്റെ ബാക്കി പത്രം, ഒരു പ്രളയത്തിന്റെ ബാക്കി പത്രം. 1982 ജൂലൈ മാസം 15-ാം തീയതി എന്റെ നാടിന് അരഞ്ഞാളമിട്ട് ഒഴുകുന്ന ഇരുവഴിഞ്ഞിപ്പുഴയിൽ, എന്റെ വീടിന്റെ വെളിപ്പാടകലുള്ള ഇരുവഴിഞ്ഞിപ്പുഴയിലെ തെയ്യത്തിൻ കടവിൽ കാലത്ത് 8:15 തോണി നിറഞ്ഞപ്പോ നിരവധി ജീവനുകളെ രക്ഷപ്പെടുത്തിയ മൊയ്തീൻ പിന്നെയും ജീവനുകളെ രക്ഷപ്പെടുത്താൻ ഇരുവഴിഞ്ഞിയുടെ ആഴങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കാതെ നടന്നു പോയപ്പോ മുക്കത്തിന്റെ പ്രണയക്കടവിൽ കാഞ്ചന തനിച്ചായി പോയി. എന്റെ ഉമ്മയുടെ അനിയത്തിയുടെ മകനാണ് മൊയ്തീൻ എന്നതുകൊണ്ട് അന്ന് മുതൽ കാഞ്ചന എനിക്ക് ഏടത്തിയമ്മയാണ്. ആ ഏടത്തിയമ്മയോടൊപ്പം ഞാൻ വന്നു. വയനാടിൽ, മുണ്ടക്കയിൽ, ചൂരൽമലയിൽ, പുഞ്ചിരിമറ്റത്ത്. പുഞ്ചിരിമറ്റം പറയുമ്പോഴാണ് ജലീൽ പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുന്നത്. പുഞ്ചിരിമറ്റത്ത് അവിടുത്തെ ലോക്കൽ കമ്മിറ്റി അംഗം അദ്ദേഹത്തിന്റെ കൂടെ ഞങ്ങളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ 2 പെൺകുട്ടികളും ഒരു ചെറുപ്പക്കാരനും നിൽക്കും. ഉള്ളിലേക്ക് ആളല്ലാതെ കടത്തിവിടാത്ത ഒരു സമയമാണ്. ഞാൻ വിചാരിച്ചു പ്രത്യേക പെർമിഷൻ വാങ്ങി വന്നതായിരിക്കും അവരെന്ന്. കാഞ്ചനമാലയെ കണ്ടപ്പോൾ അവർ ഞങ്ങളുടെ അടുത്തേക്ക് വന്ന് എന്നോട് ചോദിച്ചു, ഇത് കാഞ്ചനമാലയല്ലേ? ഞാൻ പറഞ്ഞു ആണ്. അപ്പൊ ഞാൻ ചോദിച്ചു അവരോട്, നിങ്ങൾ ഈ പ്രദേശം കാണാൻ വന്നവരാണോ? അതിൽ ആ പെൺകുട്ടി പറഞ്ഞു, തൊട്ടടുത്ത് ഒരു മൺകൂനെ ചൂണ്ടിക്കാണിച്ചിട്ട് എന്നോട് പറഞ്ഞു, അത് ഞങ്ങളുടെ വീടായിരുന്നു. അവിടെ വീടില്ല, ഒരു മൺകൂനിയാണ്. അടുത്ത ചോദ്യം ചോദിക്കാൻ എനിക്ക് ഭയമായി. എന്റെ വീടാണ് ആ മൺകൂന എന്ന് പറഞ്ഞപ്പോ ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന് പതിയെ ചോദിച്ചു. ആ പെൺകുട്ടി എന്നോട് പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട, ഞങ്ങളുടെ ആരും മരിച്ചിട്ടില്ല, ഞാനും അമ്മയുമായിരുന്നു അവിടെ ഉണ്ടായിരുന്നു. ഇതെന്റെ ഏട്ടത്തിയാണ്, ഇത് ജ്യേഷ്ഠത്തിയുടെ ഭർത്താവാണ്, അവർ ബാംഗ്ലൂരിലാണ്. ഇതിന്റെ 2 ദിവസം മുമ്പ് ഞങ്ങൾ അവിടേക്ക് പോയി. അന്നാണ് ഈ ദുരന്തം ഉണ്ടായത്. ഞാൻ ഈ സംസാരിച്ച് നിൽക്കുന്ന സ്ഥലം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവിടെ ഒരു മുസ്ലിം പള്ളിയുണ്ട്. ആ പള്ളിക്കകത്തേക്ക് ഒരു കൂറ്റം പാറ വന്ന് തകർന്നിറക്കുന്ന ഒരു പള്ളിയുടെ ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ പള്ളിയുടെ മുമ്പിൽ നിന്നിട്ടാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. യാദൃച്ഛികമായി സംസാരം. ഈ ഞങ്ങൾ വന്നതിന്റെ 4-5 ദിവസം കഴിഞ്ഞാൽ നബിദിനം. അതിനെക്കുറിച്ച് ആ പെൺകുട്ടി എന്നോട് പറഞ്ഞതാണ്, ഈ നബിദിനത്തിന് ഈ പള്ളിയിൽ വന്ന് വെള്ളം കുടിക്കും ഞങ്ങൾ. നബിദിനാഘോഷത്തിന് ഞങ്ങൾ പങ്കെടുക്കും. ഞങ്ങളുടെ ഈ മണ്ണുണ്ടല്ലോ, ഒരധിരികളും ഇല്ലായിരുന്നു, ഒരു പരമ്പുകളും ഇല്ലായിരുന്നു. തൊട്ട് താഴെ ഒരു അമ്പലമുണ്ട്. അമ്പലത്തിലെ ഉത്സവത്തിന് ഈ നാട്ടിലെ എല്ലാ മുസ്ലിങ്ങളും വരും. മനസ്സിലും മണ്ണിലും അതിരില്ലാതെ ജീവിച്ചവരാണ് ഞങ്ങൾ എന്നോട് ആ പെൺകുട്ടി അന്ന് പറഞ്ഞു. ഞാനിപ്പോ ജലീൽ പറഞ്ഞ ഈ കാര്യം ഓർത്തുപോയി. ഒരുമിച്ച് ഒരേ മനസ്സോടെ ജീവിച്ച മനുഷ്യരെ രാഷ്ട്രീയത്തിന്റെ പേരിൽ, മതത്തിന്റെ പേരിൽ വേർതിരിക്കാനുള്ള ശ്രമം ഇതിനിടയിൽ നടക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവര്, എന്റെ വിഷയം അതല്ല. ഞാൻ അവിടെയൊക്കെ കണ്ട് തിരിച്ച് ചൂരൽമല അങ്ങാടിയിലെത്തി സഖാക്കളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാതി തകർന്ന് കിടക്കുന്ന ഒരു പീഡികക്കോലായി ചൂണ്ടിക്കാണിച്ച് സഖാക്കളിൽ ഒരാൾ എന്നോട് ചോദിച്ചു, ഈ പീഡികക്കോലായി ഓർക്കുന്നോ സഖാവെ? എൻ്റെ ഓർമ്മയിലേക്ക് വന്നില്ല. അപ്പൊ അവരെന്നോട് പറഞ്ഞു, 1 വർഷം മുമ്പ് സഖാവ് ഈ പീഡികക്കോലായിലാണ് പ്രസംഗിച്ചത്. ഞാനിങ്ങനെ ഓർത്തെടുക്കുക. അപ്പോഴാണ് മേപ്പാടി അങ്ങാടിയിൽ നിന്ന് സഖാവ് വിളിച്ചിട്ട് പറഞ്ഞു, ഒരു സഖാവ് വിളിച്ചിട്ട് പറഞ്ഞു, ഷാജഹാന്റെ ഭാര്യയും കുട്ടിയും നിങ്ങളെ കാത്തിരിക്കുക. ആരാ ഷാജഹാൻ അറിയുന്നു? ചൂരൽമലയിൽ അന്ന് ഞാൻ പ്രസംഗിച്ചപ്പോ എനിക്ക് നന്ദി പറഞ്ഞ സഖാവിന്റെ പേരാണ് ഷാജഹാൻ. അവൻ ഇനി ലോകത്തില്ല. കൊണ്ടുപോയി മഹാപ്രളയം. അവന്റെ 2 കുട്ടികളില്ല, അവന്റെ ഉമ്മയില്ല, ബാപ്പയില്ല. കൊണ്ടുപോയി മഹാപ്രളയം. ആ ഷാജഹാന്റെ കുഞ്ഞാര മകളുടെ പേരാണ് നൈസമോൾ. മേപ്പാടി അങ്ങാടിയിൽ നൈസമോളെയും ഉമ്മയും കണ്ടപ്പോ അറിയാതെ ഞാൻ ഉമ്മയോട് പറഞ്ഞുപോയി, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷാജഹാനായിരുന്നു. അന്ന് എനിക്ക് നന്ദി പറഞ്ഞിരുന്നു. അവരെന്റെ മുമ്പിൽ നിന്നു പെയ്തു. പ്രിയപ്പെട്ടവരെ, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ താടിയിൽ തടവിയ 2.5 വയസ്സുള്ള ആ പെൺകുട്ടി ഉണ്ടല്ലോ, ആ പെൺകുട്ടിക്ക് ഒരു കുഞ്ഞുടുപ്പ് വാങ്ങാനുള്ള പണം കൊടുത്തോ ഈ ദുഷ്ടന്മാർ? കൊടുത്തോ? ഇവരുടെ ആരെയും തറവാട്ട് വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ടുവന്നാണ് പണമല്ല ചോദിക്കുന്നത്. നമ്മുടെ നികുതി പണം, ഞാനും നിങ്ങൾ കൊടുക്കുന്ന നികുതി പണം. നമുക്കൊരു കുഞ്ഞ് ജനിച്ചാൽ
ആദ്യം വാങ്ങിക്കുന്ന എന്താ? ഒരുപാട് അമ്മമാരിയിരിക്കുന്നത്. എന്താ നിങ്ങളൊരു കുഞ്ഞ് ജനിച്ചാൽ ആദ്യം വാങ്ങുക? ഒരു സോപ്പ് വാങ്ങും, ബേബി സോപ്പ്, ആ കുഞ്ഞിനെ കുളിപ്പിക്കാൻ. പിന്നെ വാങ്ങുന്ന എന്താ? ഒരു ബേബി പൗഡർ വാങ്ങും, ആ കുഞ്ഞിന് പൗഡർ ഇടാൻ. പിന്നെ നിങ്ങൾ ഒരു കുഞ്ഞുടുപ്പ് വാങ്ങും, അതിനെ അണിയിക്കാൻ. അവിടെ തുടങ്ങാൻ നമ്മൾ വാങ്ങലുകൾ. അങ്ങനെ വാങ്ങി 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 ജീവിതം അവസാനിക്കുമ്പോ, മരിച്ചു വീഴുമ്പോ, സകല മനുഷ്യരുടെയും വീട്ടിൽ, സകല മനുഷ്യരുടെയും വീട്ടിൽ സുഗന്ധം പരത്തി എരിഞ്ഞടങ്ങുന്ന ഒരു സാധനമുണ്ട്. അതിന്റെ പേര് ചന്ദനത്തിരി. ആ ചന്ദനത്തിരിയുടെ പാക്കറ്റിന്റെ മുകളിൽ നിങ്ങൾ നോക്കണം, ഇൻക്ലൂഡഡ് ടാക്സ്. കുഞ്ഞിനെ കുളിപ്പിക്കാൻ നിങ്ങൾ വാങ്ങിയ ബേബി സോപ്പിന്റെ പുറത്ത് നിങ്ങൾ നോക്കണം, ഇൻക്ലൂഡഡ് ടാക്സ്. ജനിച്ച നാൾ മുതൽ മരിച്ചു വീഴുന്ന നാൾ വരെ ഞാനും നിങ്ങളും കൊടുക്കുന്ന നികുതി പണം, അതിനെ GST എന്ന ഓമന പേരിട്ട് വിളിച്ചിട്ട് നമുക്ക് തരാതെ കയ്യിൽ പിടിച്ചു നിൽക്കുന്ന ഈ കേന്ദ്ര സർക്കാർ, ഈ മഹാദുരന്തമുണ്ടായ ഭൂമിയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ കൊണ്ടുവന്ന് ആ പ്രധാനമന്ത്രിയുടെ താടിയിൽ ഈ ശൈശവം ഇങ്ങനെ തടവിയപ്പോ അതിന്റെ ചിത്രമെടുത്ത് ലോകത്ത് മുഴുവൻ പ്രചരിപ്പിച്ചിട്ട് ഇവർ പറഞ്ഞെന്തായോ? കാരുണ്യത്തിന്റെ പ്രധാനമന്ത്രി. ആ കാരുണ്യത്തിന്റെ പ്രധാനമന്ത്രി കരുണ ചൊരിഞ്ഞോ ഈ വയനാടിന്റെ മണ്ണിലേക്ക്? ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ട കോൺഗ്രസ്, ഇവിടെ ഷാജി പറഞ്ഞല്ലോ നമ്മുടെ പാർലമെന്റ് മെമ്പറെ കുറിച്ച്. വിശദീകരണത്തിലേക്ക് പിന്നെ വരാം. 2 പാർലമെന്റ് മെമ്പർമാർ ഈ വയനാട്ടിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുത്തു. രാഹുൽ ഗാന്ധി, പ്രിയങ്ക റോബർട്ട് വധേര. ഞാൻ അങ്ങനെ പറയും, രാഹുൽ ഗാന്ധി എന്ന് ഞാൻ പറയും, പ്രിയങ്ക റോബർട്ട് വധേര എന്ന് ഞാൻ പറയും. എന്താ കാരണം? എന്താ ഇവർക്ക് ഗാന്ധി കുടുംബമായിട്ടുള്ള ബന്ധം? PK ഫിറോസ് പ്രസംഗിച്ചു. എന്താ പ്രസംഗിച്ചത്? മഹാത്മാഗാന്ധിയുടെ പേരക്കുട്ടിയാണ് രാഹുൽ ഗാന്ധി. അന്ന് നമുക്കത് മനസ്സിലായില്ല, ഇപ്പോഴാ മനസ്സിലായത്. ഇവര് രാവിലെ കട്ടൻ ചായ കുടിക്കുമ്പോ പാൽപ്പൊടിയില്ല, അനിയന്റെ മുറിയിൽ പോയി പാൽപ്പൊടി എടുത്തു കൊണ്ടുവന്ന് കലക്കി കുടിച്ചിട്ട് അവൻ പ്രസംഗിക്കാൻ വന്നത്. പാൽപ്പൊടി ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ആ പാൽപ്പൊടി ചായയിലിട്ട് കലക്കി കുടിച്ചിട്ട് ഇവൻ ഇവിടെ വന്ന് പ്രസംഗിച്ചു, മഹാത്മാഗാന്ധിയുടെ പേരക്കുട്ടിയാണ് രാഹുൽ ഗാന്ധി. ഇല്ലേ? നമുക്ക് ഗാന്ധി നെഹ്റു കുടുംബം ഒന്ന് പരിശോധിക്കാം. അതുകൊണ്ടാണ് ഞാൻ പ്രിയങ്ക റോബർട്ട് വധേര എന്ന് പറയുന്നത്. എന്താ നെഹ്റു കുടുംബം എന്ന് പറഞ്ഞാൽ? അവസാനത്തെ മുഗൾ ചക്രവർത്തിയായ ബഹദൂർ ഷാ കാശ്മീരി പണ്ഡിറ്റായ മോത്തിലാലിനെ കൊണ്ടുവന്ന് ആഗ്രയിലെ ഒരു തോട്ടിൻകരയിൽ ഭൂമിയും വീടും എല്ലാം കൊടുത്ത് കുടിയിരുത്തി. തോടിന് ഉറുദുവിൽ പറയുക നെഹർ എന്നാണ്. തോട്ടിൻകരയിൽ താമസിക്കുന്നവർ എന്ന അർത്ഥത്തിൽ നെഹ്റു എന്ന് വന്നു. ഇപ്പൊ എന്റെ പേരെന്താണ്? നാസിർ കൊളായി. എന്റെ വീട്ടുപേര് കൊളായി എന്നാണ്. അത് ലോപിച്ചാണ് കൊളായി എന്നാണ്. മനസ്സിലായില്ലേ? ഞാൻ നെഹ്റു ഒക്കെ വീട്ടുപേര് കൊണ്ട് അറിയപ്പെടുന്നവരാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുയുടെ പണ്ഡിറ്റ് ജാതി പേര്, ജവഹർലാൽ പേര്, നെഹ്റു വീട്ടുപേര്. നെഹ്റുവിന്റെ ഭാര്യ കമല, ഭർത്താവിന്റെ പേരിന്റെ ഭാര്യ വന്നു കമല നെഹ്റു. കമല നെഹ്റു സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുമ്പോൾ പോലീസുകാർ അടിച്ചു വീഴ്ത്തുന്നു. തൊട്ടടുത്ത കോളേജിന്റെ മതിലിരുന്ന 6 അടി ഉയരമുള്ള ചെറുപ്പക്കാരൻ ചാടി വരുന്നു. പോലീസുകാരെ തള്ളി നീക്കി കമലയെ രക്ഷപ്പെടുത്തുന്നു. ആ ചെറുപ്പക്കാരന്റെ പേര് ഫിറോസ് ഗാന്ധി എന്നാണ്. പാർസിയായ ജഹാംഗീർ ഗാന്ധിയുടെ മകൻ ഗാന്ധിയല്ല, ജഹാംഗീർ ഗാന്ധിയുടെ മകൻ ഫിറോസ് ഗാന്ധി. കമലാ നെഹ്റുവിന് അസുഖം വന്നു, ലണ്ടനിലേക്ക് ചികിത്സിക്കാൻ വിട്ടു, കൂടെ ഇന്ദിരയും വിട്ടു. ഫിറോസ് ഗാന്ധി ലണ്ടനിൽ പഠിക്കുകയാണ്. ഇടക്കിടക്ക് കമലയെ കാണാൻ വരും. അവിടെ വെച്ച് ഇന്ദിരയെ കണ്ടു, അവർ തമ്മിൽ പരിചയപ്പെട്ടു, പ്രണയമായി. നെഹ്റു എതിർത്തിട്ടും ഗാന്ധി ഇടപെട്ട് കല്യാണം നടത്തി കൊടുത്തു. ഇതൊക്കെ ചരിത്രമാണ്. ഈ ഗാന്ധി എപ്പോഴാ ഗാന്ധിയായി മാറിയതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പോവട്ടെ, ഗാന്ധിയായി. ഇന്ദിരയെ കല്യാണം കഴിച്ചപ്പോൾ സ്വാഭാവികമായി ഭർത്താവിന്റെ പേരിന്റെ വാനറ്റം ഇന്ദിരക്ക് വന്നു. ഇന്ദിരാഗാന്ധിയായി. ഇന്ദിരാഗാന്ധിക്ക് 2 മക്കളുണ്ടായി. ഒന്ന് സഞ്ജയ് ഗാന്ധി, ഒന്ന് രാജീവ് ഗാന്ധി. സഞ്ജയ് ഗാന്ധിയാണ് അടിയന്തരാവസ്ഥയിൽ ലീഗിന് വേണ്ട എല്ലാ നന്മകളും ചെയ്തത്. ഇല്ല, ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല. ഡൽഹിയിലെ തുർക്കുമാൻ ഗേറ്റ് ഇടിച്ചു നിരത്തി, ആയിരക്കണക്കിന് മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്ത് വന്ധ്യംകരണം നടത്തി. കൂട്ടവന്ധ്യംകരണം ഇതൊക്കെ പറഞ്ഞാൽ നേരം എടുക്കും. ആ സഞ്ജയ് ഗാന്ധി ഇന്ന് ജീവിച്ചിരിപ്പില്ല. സഞ്ജയ് ഗാന്ധി വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടു. സഞ്ജയ് ഗാന്ധിയുടെ ഭാര്യയുടെ പേര് മനേക ഗാന്ധി, മകന്റെ പേര് വരുൺ ഗാന്ധി. 2 പേരും സർപ്പം പോലത്തെ BJP. നെഹ്റു കുടുംബം പറഞ്ഞ് ജാഥ നടത്തുന്ന കോൺഗ്രസ്സുകാർക്ക് മനസ്സിലായോ? നെഹ്റു കുടുംബത്തിന്റെ നേർപകുതി സർപ്പം പോലത്തെ BJP. പിന്നെയുള്ളത് രാജീവ് ഗാന്ധി, കല്യാണം കഴിച്ചത് സോണിയാഗാന്ധിയെ. സോണിയാഗാന്ധിക്ക് 2 മക്കളുണ്ടായി. ഒന്ന് രാഹുൽ ഗാന്ധി, ഒന്ന് പ്രിയങ്ക ഗാന്ധി. അന്ന് ഗാന്ധിയാണ്. പ്രിയങ്ക റോബർട്ട് വധേര കല്യാണം കഴിച്ചു. അപ്പൊ സ്വാഭാവികമായിട്ട് എന്താണ്? പ്രിയങ്ക റോബർട്ട് വധേര ആവണം. ആരായി റോബർട്ട് വധേര?
എത്രയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 170 കോടി രൂപ BJPക്ക് സംഭാവന ചെയ്തത് ഇലക്ട്രൽ ബോണ്ടിലൂടെ ഇല്ലേ? ഒറ്റ ചോദ്യം കോൺഗ്രസിനെ, വയനാട് പാർലമെന്റ് മെമ്പറുടെ പേര് പ്രിയങ്ക റോബർട്ട് വധേര. ഞാൻ ഈ പ്രസംഗിക്കുന്ന ഈ നിമിഷം വരെ തന്റെ പാർലമെന്റ് ഫണ്ടിൽ നിന്ന്, MP ഫണ്ടിൽ നിന്ന് ഒറ്റ നയ പൈസ കൊടുത്തിട്ടുണ്ടോ? ഈ നിമിഷം വരെ കൊടുത്തിട്ടില്ല. വയനാടിന്റെ MP ഷാജി ഇങ്ങനെ പ്രസംഗിച്ചാൽ ആ വയനാടിന്റെ MP ഈ നിമിഷം വരെ എന്തേ കൊടുക്കാത്ത കോൺഗ്രസ് പറ? എന്നാൽ ഭർത്താവ് റോബർട്ട് വധേര 170 കോടി രൂപ സംഭാവന ചെയ്തു BJPക്ക്. ഇതിനാ BJPക്ക് പണം? RSSന്റെ രാഷ്ട്രീയ മുഖമാണ് BJP. 1925 RSS ഉണ്ടായത്. RSS 1925 ഉണ്ടാകുമ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് പ്രഖ്യാപിത ശത്രുക്കൾ 3 പേരാണ്. ഒന്ന് മുസ്ലിം, ഒന്ന് ക്രിസ്ത്യാനി, ഒന്ന് കമ്മ്യൂണിസ്റ്റുകാർ. സ്വാഭാവികം, ഒരു മതത്തിന്റെ പേരിൽ പാർട്ടി ഉണ്ടാക്കുന്നവന് ഇതര മതക്കാര് ശത്രുവായിരിക്കും. ഹിന്ദു രാഷ്ട്രവാദം ഉന്നയിക്കുന്നവന് മുസ്ലിം ശത്രുവായിരിക്കും, ക്രിസ്ത്യാനി ശത്രുവായിരിക്കും. എന്തേ കമ്മ്യൂണിസ്റ്റുകാർ ശത്രുവാകാനുള്ള കാരണം? ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒരുമിച്ച് ജീവിക്കണം, അതിനുവേണ്ടി പടപൊരുത്തുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാരൻ. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരുണ്ടായാൽ ഈ ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കാൻ കഴിയില്ല. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർ ശത്രുക്കളായി. എന്റെ വിഷയം അതല്ല. 1925 RSS പറഞ്ഞു, 100 കൊല്ലം കൊണ്ട് ഞങ്ങൾ ഇന്ത്യയെ ഒരു മതരാജ്യമാക്കും. 1925 കൂട്ടം 100 സമം 2025. 2025 ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്. ഈ 2025 ഇന്ത്യ ഹിന്ദു രാജ്യമാക്കണമെങ്കിൽ ഇന്ത്യൻ പാർലമെന്റിൽ BJPക്ക് MP-മാരുണ്ടാവണം. ആ MP-മാരുണ്ടാവണമെങ്കിൽ കോടിക്കണക്കിന് രൂപ വേണം. മാധ്യമങ്ങളെ വിലക്കെടുക്കണം. കേരളത്തിലെ മാധ്യമങ്ങളല്ലോ, കേരളത്തിലെ മാധ്യമങ്ങൾക്ക് കുപ്പിയും കോഴിക്കാരും കൊടുത്താൽ മതി, ചെറിയ പൈസന്റെ ചെലവ് കാര്യം നടക്കും. മറ്റൊരു മാധ്യമ സ്ഥാപനങ്ങളെ വിലക്കെടുക്കണം, കോടികൾ വേണം. ആ കോടികളാണ് ഇലക്ട്രൽ ബോണ്ടിലൂടെ ഇവിടെ ശേഖരിച്ചത്. അതിനാണ് റോബർട്ട് വധേര 170 കോടി രൂപ കൊടുത്തത്. അഥവാ MP-മാർ ഇതുകൊണ്ട് ജയിച്ചു വന്നിട്ടില്ലെങ്കിൽ ജയിച്ചു വന്ന കോൺഗ്രസിന്റെ MP-മാരെ ചാക്കിലാക്കണം. അല്ലേ? കോൺഗ്രസിന് ഒരു വോട്ട്, റിസോർട്ടിന് ഒരു കൂട്ടിയിട്ടാലും ചാടിപ്പോവും. അങ്ങനെ കിട്ടുന്നവർക്ക് വേണമെങ്കിൽ കോടികൾ വേണം. അതിനാണ് റോബർട്ട് വധേര 170 കോടി കൊടുത്തത്. കോൺഗ്രസ് മറുപടി പറ. ഈ നിമിഷം വരെ കൊടുത്തോ? ഒറ്റ നയ പൈസ നിങ്ങൾ കൊടുത്തോ? കേന്ദ്രം കൊടുത്തോ? ഞങ്ങളുടെ ജോൺ ബ്രിട്ടാസ് 25 ലക്ഷം, റെയിൻ 25 ലക്ഷം, ഇല്ലേ? ഞങ്ങളുടെ എല്ലാ MP-മാരും 25 ലക്ഷം. കോൺഗ്രസിന്റെ 2 MP-മാര് കൊടുത്തിട്ടുണ്ട്. BJPയുടെ PT ഉഷ 5 ലക്ഷം കൊടുത്തിട്ടുണ്ട്. കൊടുത്തതൊക്കെ നമുക്ക് കൊടുത്തെന്ന് പറയല്ലോ. എന്തേ കൊടുക്കാത്തത് പ്രിയങ്ക ഗാന്ധി? ഞാൻ ചോദിക്കട്ടെ, ഇത്രയധികം മനുഷ്യർ ഒരുമിച്ച് ഭരിച്ചിട്ട് ഇതൊരു ദുരന്തബാധിത പ്രദേശമായി കേന്ദ്രം പ്രഖ്യാപിച്ചോ? മഴ പൈസ നിങ്ങൾ തന്നോ? തന്നില്ല. പക്ഷെ തോൽക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ലല്ലോ. ഞങ്ങളുടെ യുവജന സംഘടനയുടെ പേര് DYFI. DYFI എന്റെ നാട്ടുകാരൻ കൂട്ടുകാരനായ വസീഫിന്റെ നേതൃത്വത്തിൽ, സംസ്ഥാന പ്രസിഡന്റ് വസീഫിന്റെ നേതൃത്വത്തിൽ, CK സനോജിന്റെ നേതൃത്വത്തിൽ 100 കണക്കിന് DYFI-ക്കാര് സകല ദിവസവും ഈ വയനാടിന്റെ മണ്ണിലുണ്ടായിരുന്നു. സകല ചാനലുകളും കാണിച്ചെല്ലാം മറ്റുള്ളവരില്ലാന്ന് ഞാൻ പറയുന്നില്ല, എല്ലാവരും. പക്ഷെ DYFI അവിടെ ഒരു പ്രഖ്യാപനം. എന്താ പ്രഖ്യാപനം? ഞങ്ങൾ 25 വീടുണ്ടാക്കും. 25 വീടിന് അവർ ഈ നാടിന്റെ തെരുവിലേക്ക് ഇറങ്ങി. എന്നെ കേൾക്കുന്ന സഖാക്കളുടെ, എന്നെ കേൾക്കുന്ന കച്ചവടക്കാരുടെ മുമ്പിലേക്ക് DYFI-ക്കാരൻ വന്നോ? ഞങ്ങൾക്ക് പണം തരണം, റസീറ്റ് വായിക്ക് വന്നോ? ഒറ്റ ഒരാളുടെ അടുത്തേക്ക് പോയില്ല, റസീറ്റ് വെച്ച് പിടിച്ചില്ല. പിന്നെ അവരെന്താ ചെയ്തത്? ഈ അങ്ങാടിയിലുള്ള പ്ലാസ്റ്റിക് കുപ്പികൾ പെറുക്കി കൂട്ടി, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പെറുക്കി കൂട്ടി, വീടുകളിലേക്ക് കയറി ചെന്ന പഴയ കടലാസും പ്ലാസ്റ്റിക്കുകളും ആക്രി സാധനങ്ങളും പെറുക്കി കൂട്ടി. പിന്നെന്താ ചെയ്തത്? കരിങ്കല്ല് ചുമന്നു, ചെങ്കല്ല് ചുമന്നു, മരം തടി ലോറിയിലേക്ക് കയറ്റി, മീൻ കച്ചവടം ചെയ്തു, ചായ കച്ചവടം നടത്തി, ബിരിയാണി ചാലഞ്ച് നടത്തി. അങ്ങനെ ഉണ്ടാക്കിയത് എത്രയാണെന്നറിയോ? 20 കോടി 50 ലക്ഷം. 20 കോടി 50 ലക്ഷം. ഞാൻ വരുന്നത് കോഴിക്കോട് ജില്ലയിലെ കൊടിയത്തൂർ പഞ്ചായത്തിൽ നിന്ന്. എന്റെ പഞ്ചായത്തിൽ 2 മേഖലയാണ് DYFI-യുടെ കമ്മിറ്റി. ഒന്ന് പന്നിക്കോട് മേഖല, ഒന്ന് കൊടിയത്തൂർ മേഖല. ഒരു പഞ്ചായത്തിൽ 2 മേഖല. എന്റെ കൊടിയത്തൂർ മേഖലയിൽ നിന്ന് മാത്രം DYFI അങ്ങനെ ഉണ്ടാക്കിയത് 3,33,333 രൂപ. ഇതിപ്പോ പ്രാസപ്പിച്ച് പറയുന്നതല്ല. നിങ്ങൾ ഫേസ്ബുക്കിൽ എടുത്ത് നോക്കിയാൽ ഓരോ ബ്ലോക്കും എത്ര കൊടുക്കുന്നുണ്ടാവും. എന്റെ തിരുവമ്പാടി നിയോജക മണ്ഡലം മാത്രം 15 ലക്ഷം. കോഴിക്കോട് ജില്ല മാത്രം 2.5 കോടിയിലധികം. കൃത്യമായ കണക്കില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഓരോന്നായിട്ടുണ്ട്. അങ്ങനെ
20 കോടി 50 ലക്ഷം കിട്ടിയപ്പോൾ ഡിവൈഎഫ്ഐ പറഞ്ഞു ഒരു വീടിന് 20 ലക്ഷം വെച്ച് മുഖ്യമന്ത്രി ഏൽപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ 100 വീടുണ്ടാക്കാൻ പോകും, അല്ല 100 വീടുണ്ടാക്കാൻ പോകും. 25 ഇറങ്ങിയവർ 100 വീടുണ്ടാക്കി. വസീം ഇവിടുന്ന് സനോജമി ഇവിടുന്ന് 25 വീടുണ്ടാക്കുന്നു പറഞ്ഞപ്പോ നമ്മുടെ വ്യാജൻ ആര് രാഹുൽ മാങ്കൂട്ടത്തിൽ അന്തരീക്ഷത്തിൽ പലതും ഉണ്ട്. ഞാനിപ്പോ അതിലേക്കൊന്നും കിടക്കുന്നില്ല, അത് അവിടെ കിടക്കട്ടെ. ഓനപ്പോ കാണുന്നില്ല. അതെന്താ കാരണം എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾക്ക് ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ചിന്തിക്കുന്നവന് ദൃഷ്ടാന്തമുണ്ട്, അത്രയേ ഞാൻ പറയും. മനസ്സിലായോ? അവന്റെ പ്രഖ്യാപനം എന്താണ്? ഡിവൈഎഫ്ഐ 25, എന്നാ ഞങ്ങൾ 30. അപ്പൊ 30 വീടിന് 20 ലക്ഷം വെച്ച് എത്ര വേണം? എന്നിട്ട് പത്രക്കാരുടെ മുമ്പിൽ ഇവൻ കടലാസ് കാണിച്ചിട്ട് പറയാണ് ബാങ്കിന്റെ പാസ്ബുക്ക് ഇതാ. കണക്കിന്റെ തർക്കം വന്നപ്പോ പാസ്ബുക്ക് കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു 85 ലക്ഷത്തിലുണ്ട്. മുമ്പിലുള്ളത് ഞാൻ പറഞ്ഞ കുപ്പിയും കോഴിക്കാരുമാണ്. ഓൻ ചോദിക്കണ്ടേ ഈ 85 ലക്ഷം ഏത് ജില്ലയിൽ നിന്ന് എത്ര വരവ് ഇതിലുണ്ടാവുമല്ലോ. അല്ലാതെ 85 ലക്ഷം ഒന്നായിട്ട് കൊണ്ട് നടക്കുവാണെങ്കിലും കോഴിക്കോട് ജില്ല, വയനാട് ജില്ല, മലപ്പുറം ജില്ല ഇത്ര വരവ് ഈ നിമിഷം വരെ കാണിച്ചോ? എന്നെ കേൾക്കുന്ന യൂത്ത് കോൺഗ്രസ് ഉണ്ടെങ്കിൽ ഞാൻ വെല്ലുവിളിക്കാം. നിങ്ങൾ ആ പാസ്ബുക്ക് ഒന്ന് കാണിക്ക് ഈ നാട്ടിലെ ജനങ്ങളുടെ മുമ്പിൽ. ഞങ്ങൾ ഈ കേരളത്തിലെ എല്ലാ മേഖലയുടെ കണക്കും ഞങ്ങൾ പരസ്യമായി ജനത്തിന് മുമ്പിൽ വെച്ചിട്ടുണ്ടല്ലോ. നിങ്ങളൊന്ന് വെക്ക്. എന്നിട്ട് ഇപ്പൊ പറയാണ് കുറെ സ്ഥലത്തുനിന്ന് കിട്ടിയിട്ടില്ല. ഞാൻ 4 നിയോജകമണ്ഡലങ്ങളുടെ കണക്ക് മുഖപുസ്തകത്തിലിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും ഇവര് 2.5 ലക്ഷം വെച്ച് പിരിച്ചിട്ടുണ്ട്. 2.5 ലക്ഷം 3 ലക്ഷം പിരിച്ച് 8 നിയോജകമണ്ഡലങ്ങൾ. കോഴിക്കോട് ജില്ലയിലെ വടകര അടക്കം 3 എണ്ണം, പിന്നെ കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ അടക്കം 4 എണ്ണം. മട്ടന്നൂരിന്റെ ഞാൻ കണക്കൂട്ടിയോട്ട് തെറ്റി. മട്ടന്നൂരിൽ പൈസയുടെ കണക്കില്ല. പിന്നെ പൊറാട്ട ചാലഞ്ച് എന്നൊരു പോസ്റ്റ് ഇട്ടു. അത് കഴിഞ്ഞിട്ട് നന്ദി, പൊറാട്ട ചാലഞ്ചിൽ പങ്കെടുത്ത 411 പേർക്ക് നന്ദി. ഞാൻ മട്ടന്നൂരിൽ വിളിച്ച് അന്വേഷിച്ചു. പൊറാട്ട ചാലഞ്ചിന് 60 രൂപ വെച്ചിട്ടാ വാങ്ങിയത്. 411 കുറിച്ചായിട്ടുണ്ടാവും. നമ്മളെ 4 ചൂക്കി 2.25 ലക്ഷം ഉണ്ട് അവിടെ കിട്ടിയത്. ഇങ്ങനെ യൂത്ത് കോൺഗ്രസിന് പണം കിട്ടിയിട്ടുണ്ട്. എവിടെ ചോദിച്ചാൽ കണക്കില്ല. ഇപ്പൊ 20 ലക്ഷത്തിന്റെ വീടാണോ ഇത് എന്ന് സംശയം ചോദിച്ചെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. ഞങ്ങൾ വീടുണ്ടാക്കാൻ പോവാണ് 8 ലക്ഷത്തിന്. നിങ്ങൾ ലീഗിനെ കണ്ട് പഠിക്കണോ? ലീഗിനെ കണ്ട് പഠിക്കും. പൈസ ഉണ്ടാക്കുക, മണിങ്ങ, എന്നിട്ട് ഈ ഭൂമി വാങ്ങാം അല്ലേ? എന്തിനാ KT ജലീലിനെ ലീഗിനെ നിങ്ങൾ പുറത്താക്കിയത്? KT ജലീൽ വീടിന്റെ കണക്ക് പറയുമ്പോൾ നിങ്ങളെ തലേക്കറുണ്ടല്ലോ. ഗുജറാത്തിന്റെ മഹാദുരന്തം, ഗുജറാത്ത് കലാപം, ആ കലാപത്തിൽ മരിച്ചു വീണ മനുഷ്യർക്ക് വേണ്ടി പിരിവടത്തി ലീഗ്. സകല പള്ളിന്റെ മുമ്പിൽ മക്കയ്ക്ക് വെച്ചിട്ടും റസീറ്റ് വെച്ചിട്ടും പിരിവടത്തി. അതിന്റെ കണക്ക് ചോദിച്ചു KT ജലീലിന്റെ പാർട്ടിന്ന് പുറത്താക്കി. ഇവിടെ വന്ന് വലിയ ഗീർവാണം വിട്ട ഷാജി കെ വയനാടുണ്ടല്ലോ, KM ഷാജി. വെല്ലുവിളിക്കാൻ ഞാൻ ഷാജിയെ. നിങ്ങൾ ഇതൊക്കെ റിക്കാർഡാണ്. ഇവിടെ ഗുജറാത്ത് കലാപത്തിന്റെ കണക്ക് നിങ്ങൾ അവതരിപ്പിക്കാൻ. ഗുജറാത്ത് കലാപകാരികൾക്ക് നിങ്ങൾ വീടുണ്ടാക്കി കൊടുത്തു. എങ്ങനെയാ വീടുണ്ടാക്കിയത്? വലിയ വിവാദം വന്നു. അഹമ്മദാബാദ് എന്ന് പറയുന്ന ഗുജറാത്തിന്റെ തലസ്ഥാന നഗരിയിലെ ചണ്ഡി കൂമ്പാരം, കുന്നോളം ഉയരത്തിലുള്ള വലിയ കുന്നുപോലെ ഉയരത്തിലുള്ള വലിയ ചണ്ഡി കൂമ്പാരങ്ങള്. അതിന്റെ അടുത്ത് ഒരു ബിൽഡിംഗ് കോൺട്രാക്ട് ഉണ്ടാക്കിയ നമ്മുടെ ഇവിടെ എന്താ പറയാ, ഈ എസ്റ്റേറ്റിലൊക്കെ ഉണ്ടാക്കുന്നില്ലല്ലോ, പാടി പോലെ. ആ പാടി ഒന്ന് വികസിപ്പിച്ചു കൂട്ടിക്കോ. ആ പാടി വികസിപ്പിച്ച രൂപത്തിലുള്ള ലൈൻ മുറികൾ. ഇതൊന്നും നാസിർ കൊളായി വെറുതെ പറയുന്നില്ല. മാധ്യമത്തിൽ അടക്കം വന്ന വീഡിയോ എന്റെ കയ്യിലുണ്ട്. മാത്രമല്ല ഈ വീട്ടിൽ താമസിച്ചതിന്റെ പേരിൽ യോഗം പിടിപെട്ട് 10-14 ആള് മരിച്ചു. മാത്രമല്ല ഈ വീടിന്റെ ഉടമസ്ഥാവകാശം ഇരകൾക്ക് കൊടുത്തില്ല. അതുകൊണ്ട് അവർക്ക് റേഷൻ കാർഡില്ല, അവർക്ക് വോട്ടില്ല. അവർ കോഴിക്കോട് വന്നു. രാധാ തിയേറ്ററിന്റെ കോമ്പൗണ്ടിൽ അവർ 2 ദിവസം താമസിച്ചു. ഈ 2 ദിവസം അവരുടെ കൂടെ താമസിച്ചവനാ ഞാൻ. എന്റെ കയ്യിൽ ചിത്രമുണ്ട്, അവരുമായിട്ടുള്ള ഇന്റർവ്യൂ ഉണ്ട്. കോഴിക്കോട് ലീഗ് ഹൗസിലേക്ക് ഗുജറാത്തിലെ ഇരകൾ വന്ന് ജാഥ നടത്തി. ലീഗ് പറയും അവിടെ പാണക്കാട് തങ്ങൾ അധ്യക്ഷനായി, ഇ അഹമ്മദ് അധ്യക്ഷനായി, പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങള് വീട് ഉദ്ഘാടനം ചെയ്തു. ഞാൻ എന്നെ കേൾക്കുന്ന ലീഗിനെ വെല്ലുവിളിക്കുക. ഒരു ശിലാഫലകനുണ്ട്, അതിന്റെ ചിത്രം എന്റെ കയ്യിലുണ്ട്. അവിടെ ഒരു ഉദ്ഘാടനം നടന്നിട്ടില്ല. ഇല്ലേ? കൊത്തുവയിലെ പെൺകുട്ടിക്ക് വേണ്ടി പിരിമടത്തി. ഏതാ കൊത്തുവയിലെ പെൺകുട്ടി എന്നറിയാം? കൊത്തുവയിലെ പെൺകുട്ടി എന്ന് പറഞ്ഞാൽ RSSന്റെ തമ്മാടിക്കൂട്ടം. കുതിരയെ മേയ്ക്കാൻ വന്നപ്പോ കാണാതെ വന്ന കുതിരയെ തെരഞ്ഞുപോയ പെൺകുട്ടിയെ വാ കുതിരയെ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ഒരു അമ്പലത്തിനുള്ളിലേക്ക് വലിച്ചേച്ചു കൊണ്ടുപോയി 7 RSSകാർ, അതിൽ അമ്മാവനും മരുമകനും അടക്കമുള്ള 7 പേര് മാറി മാറി എഴുതു. ഉമ്മാന്ന് നിലവിളിക്കാൻ കഴിയാതെ പിടഞ്ഞു വീണ് മരിച്ച കൊത്തുവയിലെ പെൺകുട്ടിയുടെ പേരിൽ സകല മുസ്ലിം പള്ളിയുടെ മുമ്പിൽ പോയി മുസ്ലിം പെൺകുട്ടിയുടെ കണ്ണീര് പറഞ്ഞ് ബക്കറ്റ് വെച്ച് പിരിപ്പിച്ച ലീഗ്
മുഴുങ്ങി. ഒരു പൈസ കൊടുത്തില്ല. മനസ്സിലായ സംശയമുണ്ടോ? കുന്നമംഗലം കോടതിയിലേക്ക് ലീഗ്, ബത്തേരിയിലെ ലീഗും KM ഷാജിയും കുന്നമംഗലം കോടതിയിൽ ഈ പറഞ്ഞ PK ഫിറോസ് പഞ്ചാര കലക്കിയ. മനസ്സിലായി? കോടതി കയറിയ കൊത്തുവ ഉന്നോവ പെൺകുട്ടികളുടെ ഫണ്ട് മുഴുങ്ങിയന് കോടതിയിൽ. സമുദായത്തിന്റെ പേരിലാ പിരിവ്, പള്ളിന്റെ മുമ്പിലാ പിരിവ്. സമുദായത്തിന്റെ കുട്ടിന്റെ കണ്ണീരാണ് ഇവരുടെ ആയുധം, ഇല്ലേ? എന്നാൽ ഞങ്ങളോ ഗുജറാത്ത് മുസാഫർപൂരിൽ കലാപുണ്ടായി. ഉത്തർപ്രദേശിലെ മുസാഫർപൂരിൽ 100 കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു. 100 ചില്ലാനം ആളുകൾ 100 കണക്കിന് വായിന്ന് പോയതാണ്. വായിന്ന് പോയതിന്റെ ഒരു പ്രസംഗം ഇവിടെ വേറെ പറയേണ്ട ഞാൻ പറയാം. 100 ആള്, 100 115 ആള് അവിടെ കൊല്ലപ്പെട്ടു. ആയിരങ്ങൾ ആട്ടിയോടിക്കപ്പെട്ടു. ഞങ്ങൾ ഈ ബത്തേരിയുടെ തെരുവിലടക്കം ഇവിടെ ഇരിക്കുന്ന സഖാക്കളടക്കം ബക്കറ്റ് പിരിച്ചു. കമ്മ്യൂണിസ്റ്റുകാർ ബക്കറ്റ് കാട്ടി പിരിച്ചാൽ സുഖം കിട്ടും. ബക്കറ്റ് നിറയും, ആളുകളെ പൈസ ഇടും. എന്താ കാരണം? എന്തിനാണോ പിരിച്ചത് ആ പിരിച്ചോട്ട് നിർത്തും. മറ്റോ കുലിക്കാനോ കുലുക്കി കുത്തിയിലെത്തും, വേറെ അടി എത്തൂല. അതാ പ്രശ്നം. നമ്മൾ പിരിച്ചു, 51 ലക്ഷം ഉണ്ടായി. നമ്മൾ പോയി സീതാറാം യെച്ചൂരി തറക്കലിട്ടു. 3-ാമത്തെ മാസം കൃത്യം 1 കൊല്ലം കഴിഞ്ഞപ്പോ MP രാജേഷ് MP MA ബേബിയും ഉദ്ഘാടനം ചെയ്തു. 51 വീട്, സ്കൂള്, ലൈബ്രറി ഞങ്ങൾ ഉദ്ഘാടനം ചെയ്തു. അവിടെ ലീഗ് വീടുണ്ടാക്കിയിട്ടുണ്ട്, ഞാൻ സമ്മതിക്കുന്നു. അവിടെ SDPI വീടുണ്ടാക്കിയിട്ടുണ്ട്, സമ്മതിക്കുന്നു. അവിടെ ജമാഅത്ത് ഇസ്ലാമി വീടുണ്ടാക്കിയിട്ടുണ്ട്, സമ്മതിക്കുന്നു. ഈ പറഞ്ഞ 3 മുസ്ലിങ്ങളുടെ പേരുള്ള സംഘടനയാ. മുസ്ലിങ്ങളുടെ പേരില്ലാതെ മനുഷ്യന്മാരുടെ പേരുള്ള ഒറ്റ സംഘടന അവിടെ വീടുണ്ടാക്കിയിട്ടുള്ള. ആ സംഘടനയുടെ പേര് CPIM എന്നാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. ഞങ്ങൾ ഉണ്ടാക്കിയേ. മനസ്സിലായി? ഗുജറാത്തുകൾക്ക് ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. അവിടെ ഞങ്ങൾ ഉണ്ടാക്കാത്തത് നിങ്ങൾ പറ. ഡൽഹിയുടെ തെരുവീതികളിൽ മുസ്ലിം വീടുകൾ ഇടിച്ചു തകർക്കുമ്പോ, പള്ളികൾ ബുൾഡോസർ വെച്ച് ഇടിച്ചു തകർക്കുമ്പോ, കച്ചവട സ്ഥാപനങ്ങൾ ഇടിച്ചു തകർക്കുമ്പോ തെരഞ്ഞെടുത്ത 2 ആളുകളാണല്ലേ, രാഹുൽ ഗാന്ധി പിന്നെ പ്രിയങ്ക സോണിയ ഗാന്ധി. നിങ്ങൾ ഉണ്ടായിരുന്ന ഡൽഹിയുടെ തെരുവീതികളിൽ ആ കുതിച്ചു വരുന്ന, ഇടിച്ച് നിരത്തി പിന്നെ വരുന്ന ബുൾഡോസറുടെ മുമ്പിൽ നെഞ്ചു വിരിച്ച് ജീവഭയമില്ലാതെ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ ഒരു പെണ്ണിന്റെ ചിത്രം പിറ്റേ ദിവസം പത്രത്തിൽ വന്നു. അടിക്കുറിപ്പ് ഇങ്ങനെയാണ്: ഒരു തീ എന്നല്ല, ഒരു തീ. ആരാണത്? വൃന്ദാകാര. ഞങ്ങളുടെ പോളിറ്റ് ബ്യൂറോ അംഗം, ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ. മനസ്സിലായത്? അത് ഞാൻ പറഞ്ഞു വന്നത് വയനാടിന്റെ കാര്യം. എന്തേ പ്രിയങ്ക റോബർട്ട് വധേര ഒറ്റ നയാ പൈസ കൊടുക്കാതിരുന്നത്? പ്രിയങ്ക റോബർട്ട് വധേര കൊടുത്തല്ലോ. പൈസ അല്ല, വെള്ളിയിട്ടികന്റെ അട്ടി വെച്ചിട്ട് കൊടുത്തു. വെള്ളിയിട്ടി അട്ടി വെച്ച് കൊടുത്തു. എന്തിനായിരുന്നു? ഷാജിന്റെ പ്രസംഗം ഇവിടെ പ്രസംഗിച്ചോന്നൂടെ. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക മത്സരിക്കുമ്പോ ഷാജിന്റെ പ്രസംഗം എന്താണ്? 1947 നമ്മൾ ജീവിച്ചിരിക്കില്ല, അതുകൊണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ഇതാ 2ാം സ്വാതന്ത്ര്യ സമരമാണ്, നമുക്ക് പങ്കെടുക്കാനുള്ള അവസരം കിട്ടി. ഈ മറ്റേ സമരത്തിൽ മഹാത്മാഗാന്ധിയായിരുന്നു നയിച്ചിരുന്നെങ്കിൽ ഈ സമരത്തിൽ നമ്മൾ നയിക്കുന്നത് പ്രിയങ്ക ഗാന്ധിയാണ്. വരുന്നു, ലാസ്റ്റ് ബസ്സാണ്. കേറിക്കോളി. പ്രിയങ്ക ഓട്ടുന്ന ഈ ബസ് പോയാൽ ഈ ബസ് വരാനില്ല, അവസാനത്തെ ബസ്സാണ്. കേറിക്കോളി. മുസ്ലിങ്ങളെ മുസ്ലിങ്ങളെ സംരക്ഷിക്കാൻ, ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ ഇന്ത്യയിൽ ഗാന്ധി കുടുംബേളു. അതുകൊണ്ട് പ്രിയങ്ക ഗാന്ധിക്ക് വോട്ട് ചെയ്യണം. അവര് പ്രിയങ്ക ഗാന്ധി എന്നാണ്. പ്രിയങ്ക ഗാന്ധിക്ക് വോട്ട് ചെയ്യണം. വോട്ട് ചെയ്തല്ലോ, ജയിപ്പിച്ചല്ലോ, പോയല്ലോ. ആ പ്രിയങ്ക ഒരിക്കൽ വിരുമ്പി കരഞ്ഞിട്ടുണ്ട്. എന്തിനാണെന്നറിയാം ലീഗിന്റെ ആളുകൾക്ക്? എന്തിനാ പ്രിയങ്ക വിരുമ്പി കരഞ്ഞത്? ബാബരി മസ്ജിദ് തകർത്തെടുത്ത് രാമക്ഷേത്രത്തിന്റെ ശിലാസ്ഥാപനം നടത്തുകയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അപ്പൊ പ്രിയങ്ക വിരുമ്പി കരഞ്ഞ നിങ്ങൾ വിചാരിച്ച ഇന്ത്യൻ മതേതരത്വം തകർന്നു എന്നുള്ള ദുഃഖത്തിലാണോ പ്രിയങ്ക കരഞ്ഞത്? അല്ല. പിന്നെ എന്ത് ദുഃഖത്തിലാ കരഞ്ഞത്? പ്രിയങ്ക കരയാൻ ഒരു കാരണമുണ്ട്, ഇല്ലേ? പ്രിയങ്ക പറഞ്ഞു, ആ ബാബരി മസ്ജിദ് തകർത്തെടുത്തുണ്ടാക്കിയ രാമക്ഷേത്രം എന്റെ അച്ഛന്റെ സ്വപ്നമാണ്. നാസക്കോളായി ഒരു പടായും പറയില്ല. ഇതിലുണ്ട് വീഡിയോ. പ്രിയങ്കയുടെ പ്രസംഗത്തിന്റെ വീഡിയോ സഖാവിന്റെ കൈ കൊടുത്തിട്ടേ പോകും. പ്രിയങ്കയുടെ പ്രസംഗം ഇന്ത്യൻ എക്സ്പ്രസിൽ അടക്കം ഇന്ത്യയിലെ വിവിധ പത്രങ്ങളിൽ വന്നതിന്റെ കോപ്പി കൊടുത്തിട്ടേ പോകും. എന്താ പ്രിയങ്ക പറഞ്ഞത്? എന്റെ അച്ഛന്റെ സ്വപ്നമാണ് രാമക്ഷേത്രമാണ്. ഈ നാട്ടിലെ കോൺഗ്രസ് ഇപ്പൊ ജാനാർത്തി പോയ കോൺഗ്രസ്സുകാരെ തിരിച്ചു പോകുമ്പോൾ തന്നെ പ്രസംഗം കേൾക്കുന്നുണ്ടെങ്കിൽ നാളെ ഇവിടെ വെച്ചിട്ട് മറുപടി പറ. അതല്ല വെല്ലുവിളി, അതല്ല ഉസുര്. പ്രിയങ്ക പറഞ്ഞത് തെറ്റാണെന്ന് പറയണം, അല്ലെങ്കിൽ പ്രിയങ്ക അങ്ങനെ പറഞ്ഞില്ല എന്നാണ്. പറഞ്ഞു ഞാൻ തെളിയിക്കും. ഞാൻ കേട്ടതല്ല, വീഡിയോ ആണ്, പത്രവാർത്തയാണ്. നിഷേധിച്ചിട്ടില്ലെന്ന് പറയും. എന്റെ അച്ഛന്റെ സ്വപ്നമാണ്. ആരാ അച്ഛൻ? രാജീവ് ഗാന്ധി. രാജീവ് ഗാന്ധിയുടെ സ്വപ്നമാണോ രാമക്ഷേത്രം? പറ.
എന്റെ അച്ഛന്റെ സ്വപ്നമായ രാമക്ഷേത്രം ഉണ്ടാക്കുമ്പോ അതിന്റെ തറക്കല്ലിടലിന് എന്നെ ക്ഷണിച്ചില്ല. അതാ പ്രശ്നം. എന്നിട്ട് എന്ത് ചെയ്തു? വെള്ളി ഇഷ്ടികൾ സംഭാവന. ഇവിടെ തെരഞ്ഞെടുത്ത മനുഷ്യന്മാരെ മരിച്ചു വീണിട്ട് 10-100 ആളെ മരിച്ചിട്ട് ഒരു നയാ പൈസ കൊടുക്കാത്ത പിന്നെ അവള് എന്തിനു കൊടുത്തു? രാമക്ഷേത്രം ഉണ്ടാക്കാൻ. ഇത് കണ്ടിട്ടല്ലേ മധ്യപ്രദേശിന്റെ മുൻ മുഖ്യമന്ത്രി കമൽനാഥ് 11 ഇഷ്ടിക 1,10,000 സംഭാവന. രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചാൽ ഞങ്ങളൊന്ന് ആലോചിച്ചു. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഏതാ? ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ത്യൻ ഭരണഘടനയിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ഇന്ത്യയുടെ പ്രധാനമന്ത്രി. എന്താ ഇന്ത്യയുടെ ഭരണഘടന? എല്ലാ മതവിശ്വാസികൾക്കും മതവിശ്വാസമില്ലാത്തവർക്കും തുല്യ അവകാശമുള്ള ഭരണഘടന. ആ ഭരണഘടനയിൽ തൊട്ടിട്ടാ സത്യപ്രതിജ്ഞ. എവിടുന്നാ സത്യപ്രതിജ്ഞ ചെയ്ത്? ഇന്ത്യൻ പാർലമെന്റിനകത്ത് വെച്ച്. ഇന്ത്യൻ പാർലമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ജനാധിപത്യത്തിന്റെ ശ്രീകോവിലാണ്, ജനാധിപത്യത്തിന്റെ ക്ഷേത്രമാണ്. ആ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലൊന്ന് പുതുക്കി പണിതു പാർലമെന്റിന്റെ പുതുക്കി പണിതാൽ അതിന്റെ ഉദ്ഘാടനം ആരാ നിർവഹിക്കേണ്ടത്? ഇന്ത്യയുടെ രാഷ്ട്രപതി, ഇന്ത്യയുടെ പ്രഥമ പുരുഷൻ രാഷ്ട്രപതി അവരാ നിർവഹിക്കേണ്ടത്. ഇപ്പൊ ആരാ ഇന്ത്യയുടെ രാഷ്ട്രപതി? ദ്രൗപദി മുർമു. അവരെ വിളിച്ചില്ല. എന്താ കാരണം? കാരണം ഇതാണ്. BJP ഇന്ത്യയെ ഹിന്ദുവിനെ 4 ആയി തിരിച്ചു. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ. ബ്രാഹ്മണൻ ദൈവപുത്രൻ, ശൂദ്രൻ അവൻ അടിമപ്പണി ചെയ്യാൻ വിധിക്കപ്പെട്ടവൻ, ശൂദ്രനെക്കാളും താന്നവര് ആരാണ്? പറയര്, പുലയര്. പഴയ തലമുറയോട് ചോദിക്കുക, അറിയും. പഴയ തലമുറ പറഞ്ഞുതരും. എന്താക്കി പറയര് പുലയര് എന്നൊക്കെ പറഞ്ഞാൽ അവര് റോട്ടിലൂടെ നടക്കുന്ന പോയിട്ട് മനുഷ്യനെ കാണ വെളിച്ചത്തിൽ നടക്കാൻ പാടില്ല, ഇരുട്ടിലെ നടക്കാൻ പാടുള്ളൂ, കുറ്റിക്കാടിന്റെ പറമ്പിലൂടെ നടക്കാൻ പാടുള്ളൂ. അവർ താമസിക്കുന്ന ഇടങ്ങളിൽ ചത്ത പശുവിനെ, ചത്ത പട്ടിയെ കൊണ്ടിട്ട് കൊടുക്കും. അത് തിന്നും. പഴയ തലമുറ അനുഭവ സാക്ഷ്യത്തോടെ പറയും. ഇന്ന് നിങ്ങൾ കേരളത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് പറയേരി പുലിയേരി എന്നൊക്കെ പറഞ്ഞു നോക്കിയാൽ പറഞ്ഞ നാവ് വായിലിടുന്നതിന് മുമ്പ് വായിലെ പല്ല് നിലത്തുണ്ടാവും. കേരളത്തില് ആ വിഭാഗത്തെയാണ് പട്ടികജാതിക്കാർ, പട്ടികവർഗക്കാർ എന്ന് പറയുന്നത്. ദ്രൗപദി മുർമു ഏതാണ്? പട്ടികവർഗക്കാരി. അവര് 3 ലക്ഷണക്കാർ അവർക്കല്ലേ അവരെ ഉദ്ഘാടനത്തിന് ക്ഷണിക്കാത്ത കാരണം? 1 പട്ടികവർഗക്കാരി, 2 സ്ത്രീ, 3 വിധവ, 3 ലക്ഷണക്കാരാണ്. അതുകൊണ്ട് ഉദ്ഘാടനത്തിന് ക്ഷണിച്ചില്ല. എന്നിട്ട് പാർലമെന്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്ന ആരാണ്? നിങ്ങൾ കണ്ടില്ലേ? ആരാണ്? നഗ്ന സന്യാസിമാ. അമ്പലത്തിന് തറക്കല്ലിടുന്ന ആരാണ്? ഇന്ത്യയുടെ പ്രധാനമന്ത്രി. എങ്ങനെയുണ്ട്? നമ്മുടെ നാട്ടിൽ ക്ഷേത്രത്തിന് തറക്കല്ലിടുന്ന ആരാണ്? തന്ത്രിമാര് ഇല്ലേ? സന്യാസി വര്യന്മാര് അവരാണ്. പള്ളിക്ക് മുസ്ലിം പള്ളിക്ക് തറക്കല്ലിടുന്ന ആരാണ്? ബഹുമാനായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, മഹാനായ ജിഫിരി തങ്ങൾ, 1000 പള്ളികളുടെ ഇമാം, പാലക്കാട് തങ്ങൾ. നമുക്ക് സമയം കിട്ടാണ് പറയാ 1000 ഇമാം, 1000 പള്ളികളുടെ ഇമാം പാലക്കാട് തങ്ങൾ. ഇവരല്ലേ തറക്കല്ലിടുക? ക്രിസ്ത്യൻ പള്ളിക്കാര, ബിഷപ്പുമാര്, കർദിനാൾമാര് അവരല്ലേ തറക്കല്ലിടുക? എന്നാൽ ഇവിടെ തറക്കല്ലിടുന്ന ആരാ? സന്യാസി വര്യന്മാരാ? അല്ല. ആരാണ്? ഇന്ത്യന്റെ പ്രധാനമന്ത്രി ക്ഷേത്രത്തിന് പാർലമെന്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്ന ആരാണ്? നഗ്ന സന്യാസിമാർ, തല കുത്തനെ. ഇത് നമ്മൾ പറഞ്ഞപ്പോ മുരളീധരന്റെ ഒരു വർത്താനം. നമ്മളെ ക്ഷണിക്കാൻ വന്നു പാർലമെന്റിന്റെ ഉദ്ഘാടനത്തിന്. ആരാ നമ്മുടെ സെക്രട്ടറി എന്ന്? സീതാറാം യെച്ചൂരി. കത്തുമായിട്ട് വന്നതോട് ചോദിച്ചു, എന്റെ കത്തെന്താണ്? രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിനുള്ള കത്താണ്. പോവല്ലേ, മറുപടി ഇപ്പൊ തരാം. അതിന് PV കൂടണ്ട, ബ്രാഞ്ച് കൂടണ്ട, മറുപടി കൊടുത്തു. വരുകില്ല. നമ്മളെ ക്ഷേത്ര ഉദ്ഘാടനത്തിന് പോരല്ലേ? നമ്മളിപ്പോ ഏതോ 3-4 ക്ഷേത്രത്തിന്റെ ഉത്സവത്തിന് പങ്കെടുത്ത് വിപ്ലവഗാനം പാടി എന്ന് പറഞ്ഞിട്ട് വലിയ പ്രശ്നം. നമ്മളെ ക്ഷേത്രോത്സവത്തിന് പോറില്ലേ? എത്രയും ഉത്സവത്തിന് ഞാൻ പോകാറുണ്ട്. ക്ഷേത്രത്തിന്റെ തറക്കല്ലില്ലേ നമ്മൾ പോറില്ലേ? ഉണ്ട്. ഇതിനെന്താ വരില്ല എന്ന് പറഞ്ഞ് ഒരു മതവിഭാഗത്തിന്റെ ആരാധനാലയം തകർത്ത് ഇതര മതവിഭാഗത്തിന്റെ ആരാധനാലയം ഉണ്ടാക്കുമ്പോ അത് അംഗീകരിക്കാൻ പറ്റില്ല ഒരു മതേതര പാർട്ടിക്ക്. അതുകൊണ്ട് ഞങ്ങൾ വരില്ല. ഈ കത്തുമായിട്ട് മറ്റേയാൾ നേരെ BJP ഓഫീസിലേക്കല്ല പോയത്. അയാൾക്ക് വേറെ ഓഫീസിൽ കത്ത് കൊടുക്കാണ്ട്. ഏതാണ് ഓഫീസ്? ആൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഓഫീസ്, AICC ഓഫീസ്. കത്ത് കൊടുത്തു. AICC പ്രത്യേക യോഗം ചേർന്നു. ചർച്ച. എന്താ പറഞ്ഞ ചർച്ചയിൽ? ചിലർ പറഞ്ഞു പോവണം, ചിലർ പറഞ്ഞു പോവണ്ട, ചിലർ പറഞ്ഞു പോണ്ടണം. പോണ്ടണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. മൃദുവായി പോവണ്ട എന്ന് തീരുമാനിച്ചു. എന്നിട്ടോ ഉദ്ഘാടന ദിവസം ഹിമാചൽ പ്രദേശിന്റെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി പോയി, മന്ത്രിമാര് പോയി, കേരളത്തിൽ പോയിട്ടുള്ള സകല സംസ്ഥാനങ്ങളിലെയും പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ പോയി, AICCന്റെ ആളുകൾ പോയി, ഓരൊക്കെ പോയി. എന്നെ കേൾക്കുന്ന കോൺഗ്രസ് ഉണ്ടെങ്കിൽ ഒറ്റ ചോദ്യം, നാളെ ഈ നാട്ടിലെ ജനങ്ങളോട്, ബത്തേരിയിലെ ആളുകളോട് മറുപടി പറ. രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ദിവസം BJP ഭരിച്ച എല്ലാ സംസ്ഥാനങ്ങളിലും പൊതു അവധി പ്രഖ്യാപിച്ചു. നമുക്ക് മനസ്സിലാക്കാം. എന്തിനാ കോൺഗ്രസ് ഭരിച്ച ഹിമാചൽ പ്രദേശിൽ പൊതു അവധി പ്രഖ്യാപിച്ചത്? കോൺഗ്രസ് പറ. രാമക്ഷേത്രത്തിന്റെ തറക്കല്ലിടുന്ന ദിവസം ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസ് ഭരിക്കുന്നിടത്ത് എന്തിന് പൊതു അവധി പ്രഖ്യാപിച്ചു? ഇതൊക്കെ നമ്മള് പ്രസംഗിച്ചാല്
കോൺഗ്രസ്സുകാർ പറയുന്ന ഒരു മറുപടി, കെ മുരളീധരൻ എന്റെ പഴയ നേതാവാ, കെ മുരളീധരൻ പറഞ്ഞു കേട്ടത് കമ്മ്യൂണിസ്റ്റുകാർ എന്ത് മത, കമ്മ്യൂണിസ്റ്റുകാർ അമ്പലമുണ്ട് പള്ളിയുണ്ട്, ഓരോ വിളിച്ചിട്ട് പോയില്ല എന്ന് പറഞ്ഞ വലിയ വിഷയം. കമ്മ്യൂണിസ്റ്റുകാർക്ക് മതമുണ്ടോ? ഇടക്കിടക്കുണ്ടാവും ഈ ചോദ്യം. ലീഗ് ചോദിക്കും, ജമാഅത്ത് ഇസ്ലാമി ചോദിക്കും, കോൺഗ്രസ് ചോദിക്കും, കമ്മ്യൂണിസ്റ്റുകാർക്ക് മതമുണ്ടോ? എന്തായാലും പറയാ, കാറൽ മാർക്സ് പറഞ്ഞിട്ടുണ്ട് മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ്. നിങ്ങളൊന്ന് കാണിച്ചു കാറൽ മാർക്സ് അങ്ങനെ പറഞ്ഞു. എന്താ മാർക്സ് പറഞ്ഞിട്ടുള്ളത്? ഈ ലോകത്തിന്റെ ആത്മീയ ഗ്രന്ഥം തന്നെ മതമാകുന്നു. ഹൃദയമില്ലാത്ത ലോകത്തിന്റെ കാരുണ്യമാണ് മതം, മർദ്ദിതന്റെ നിശ്വാസമാണ് മതം, ആ മതം കറുപ്പുമാണ്. ഇറ്റ് ഈസ് ആൻ ഓപ്പിയം. EMSന്റെ നിർവചനമുണ്ട്. ഈ മാർക്സിന്റെ കാലഘട്ടത്തിൽ വേദന സംഹാരിയായി ഉപയോഗിക്കുന്ന ഓപ്പിയം അഥവാ കറുപ്പ്. ഒരു മനുഷ്യൻ വേദന കൊണ്ട് കുളയുമ്പോ ഓപ്പിയം കൊടുത്താൽ ഒരു ആശ്വാസം കിട്ടും, ഇല്ലേ? ഇപ്പൊ നിങ്ങൾ നോക്ക്, ഇവിടെ സ്ത്രീകളിരിക്കുന്നു, പ്രസവിച്ചവര് ആയിരിക്കും മഹാഭൂരിപക്ഷം. എനിക്ക് തോന്നുന്നു നിങ്ങൾ പ്രസവിച്ചു കഴിഞ്ഞപ്പോ നിങ്ങളുടെ ഭർത്താക്കന്മാര് നിങ്ങൾക്കൊരു ടോണിക് കൊണ്ടുതന്നു, ഇല്ലേ? എന്തിനാ ടോണിക് കൊണ്ടുതന്നെ? പ്രസവ സമയത്ത് രക്തം ഒരുപാട് പോയിട്ടുണ്ട്, ശരീരം ക്ഷീണിച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് നന്നായി ശരീരത്തിന് രക്തം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ടോണിക് തന്നത് ഭർത്താക്കന്മാര്. ഇപ്പൊ നിങ്ങളുടെ വീട്ടിലെ ആ ടോണിക് ഭർത്താക്കന്മാർ കൊണ്ടു തന്ന ടോണിക് ഉണ്ടെങ്കിൽ അതിന്റെ കുപ്പിന്റെ പുറത്ത് നോക്കുക, അതിന്റെ പുറത്തുണ്ടാവും ഈ ടോണിക്കിന്റെ കണ്ടന്റ് അഥവാ ചേരുവ. ആ ചേരുവ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ടോണിക്കിൽ 18% ആൽക്കഹോൾ ഉണ്ടാവും, ബ്രാൻഡി ഉണ്ടാവും. എന്തിനാണ്? ശരീരത്തിലെ രക്തം ഉണ്ടാകും. അപ്പൊ എത്ര കഴിയോ? ഓന്റെ പെണ്ണുങ്ങളെ പ്രസവിച്ചപ്പോ ഓക്കൊരു കുപ്പി ബ്രാൻഡി വാങ്ങിക്കൊടുത്ത് ഓക്ക് പിരാമ്പായി. ആ പിരാമിഡിന്റെ പേരാണ് RSS, ആ പിരാമിഡിന്റെ പേരാണ് ജമാഅത്തെ ഇസ്ലാമി, ആ പിരാമിഡിന്റെ പേരാണ് SDPI, ആ പിരാമിഡിന്റെ പേരാണ് കാസ കൂസ. മനസ്സിലായി? എന്നിട്ട് മുരളീധരന്റെ ചോദ്യം നമ്മളോട്, കമ്മ്യൂണിസ്റ്റുകാരന് മതമുണ്ടോ? എന്റെ പ്രിയപ്പെട്ട മുരളീധര, അങ്ങയുടെ ബന്ധ്യരായ പിതാവ് കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി കെ കരുണാകരൻ ഈ കേരളത്തില് പെരുമഴ പെയ്താൽ, കൊടുങ്കാറ്റടിച്ചാൽ, തീമഴ പെയ്താൽ, ഈ ഭൂമി മലയാളം ആമ്പലം മറിഞ്ഞാൽ എന്ത് സംഭവിച്ചാലും മലയാള മാസം 1-ാം തീയതി എന്ന് പറഞ്ഞൊരു തീയതി ഉണ്ടെങ്കിൽ കരുണാകരൻ മുടങ്ങാതെ പോകുന്ന ഒരു ക്ഷേത്ര നഗരമുണ്ട് കേരളത്തിൽ. ആ ക്ഷേത്ര നഗരത്തിന്റെ പേര് ഗുരുവായൂരാണ്. ഗുരുവായൂരിനെ കുറിച്ച് യേശുദാസ് പാടിയ മനോഹരമായ ഒരു പാട്ടുണ്ട്. എന്റെ ചലമ്പിച്ച ശബ്ദത്തിൽ ഞാനിപ്പോ പാടിയാൽ ഒഴിവുള്ള കസേര എടുത്ത് നിങ്ങൾ എന്നെ എറിയുന്ന നല്ല ഉറപ്പുള്ളത് കൊണ്ട് ഞാൻ പാടുന്നില്ല എന്ന് പറയാം. എന്താ യേശുദാസ് പാടിയത്? ഗുരുവായൂരമ്പലനടയിൽ ഒരു ദിവസം ഞാൻ പോകും. യേശുദാസിന് പോകാം, പക്ഷെ ഉള്ളിലേക്ക് ഇറക്കാൻ കഴിയില്ല. എന്താ കാരണം? യേശുദാസ് ക്രിസ്ത്യാനിയാണ്. ഇതര മതസ്ഥർക്ക് അങ്ങോട്ട് പ്രവേശനമല്ല. പ്രിയപ്പെട്ട മുരളീധര, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കേരളത്തിലെ സകല ഹിന്ദുക്കളും തങ്ങളുടെ പ്രിയപ്പെട്ട ദൈവത്തെ കാണാൻ, ഭഗവാൻ ശ്രീകൃഷ്ണനെ കാണാൻ, ഗുരുവായൂരപ്പനെ കാണാൻ ഒരുമിച്ച് പോയി ഗുരുവായൂരിലേക്ക്. അവിടെ എത്തിയപ്പോ അവരിൽ ചിലരുടെ മുമ്പിൽ ആ വാതിലുകൾ കൊട്ടിയടക്കപ്പെട്ടു. ഇവിടെ പ്രസംഗിച്ചാൽ ഞാൻ ആവർത്തിക്കാം, മുമ്പ് ഞാൻ പ്രസംഗിച്ച 3-ാമത്തെ പുതിയതാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്റെ വാതിൽ കൊട്ടിയടക്കാൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, ബ്രാഹ്മണന് മാത്രം പ്രവേശം, മറ്റുള്ളവന് പ്രവേശമില്ല. ഇന്ന് പോയി നോക്കി സകല ഹിന്ദുക്കൾക്ക് പോയിട്ടുണ്ടാവില്ല. അവിടെ ഗുരുവായൂർ പോയില്ലേ? എല്ലാ ഹിന്ദുവിനും ഗുരുവായൂർ അമ്പലത്തിലേക്ക് കയറാം. എങ്ങനെ കയറാൻ കഴിഞ്ഞു? സന്യാസി വര്യന്മാര് മാടി വിളിച്ച് കയറിപ്പോയി എന്ന് പറഞ്ഞ, RSSകാർ വടി കുത്തിപ്പിടിച്ച് നിങ്ങൾ കയറിക്കോ, ഞങ്ങൾ നോക്കിക്കോളാന്ന് പറഞ്ഞ അല്ല. വലിയ സമരം നടന്നു. ആ സമരത്തിന്റെ പേരാണ് ഗുരുവായൂർ സത്യാഗ്രഹം. ആ സമരത്തിന്റെ വളണ്ടിയർ ക്യാപ്റ്റന്റെ പേരാണ് സഖാവ് AKG. ആ സമരകാലത്താണ് കൃഷ്ണപിള്ള ഗുരുവായൂർ അമ്പലത്തിന്റെ മണിയടിച്ചത്. അന്നുകൊണ്ട് മുളവടിക്കാര് കൃഷ്ണപിള്ളന്റെ നടപ്പറടിച്ചിട്ട് കടപ്പറാക്കി. അന്നാ കൃഷ്ണപിള്ള പറഞ്ഞത്, ഉച്ചിലുള്ള നായര് മണിയടിക്കും, എലമക്കി നായര് പുറമടിക്കും. AKG നിരാഹാരം കിടക്കുക. AKGയുടെ ഭാര്യ പിതാവ് അമ്മോശൻ കാക്ക എന്നൊക്കെ സഖാവോട് പറയാം. അമ്മോശൻ കാക്ക വന്നിട്ട് AKGനോട് പറഞ്ഞു, എണീക്ക്, ഇത് നമ്മൾ ഉയർന്ന ജാതിക്ക. ഏതാ AKGന്റെ ജാതി? നമ്പ്യാർ. നമ്മൾ ഉയർന്ന ജാതിക്കാർക്ക് മാത്രം വരാനുള്ള ഈ അമ്പലത്തിൽ കണ്ട ഒലേനും ചെറുവനൊക്കെ വരുന്നത് നമുക്ക് അപമാനമാണ്. അന്ന് AKG പറഞ്ഞൊരു മറുപടി, എന്നെ കേൾക്കുന്ന സകല മതവിശ്വാസികളും സ്വർണ്ണലിപിയിൽ എഴുതി വീടിന്റെ മാറ്റ ആണി അടിച്ചിട്ട് തൂക്കുന്ന. എന്താ AKG പറഞ്ഞത്? മനുഷ്യൻ ദൈവത്തിന്റെ സൃഷ്ടിയാണെങ്കിൽ, എങ്ങനെ? മനുഷ്യൻ ദൈവത്തിന്റെ സൃഷ്ടിയാണെങ്കിൽ സിട്ടാവിനെ കാണാൻ സകല മനുഷ്യർക്കും തുല്യാവകാശമാണ്. അമ്മച്ചാക്ക് മനസ്സിലായി, എന്ത് മരുവൻ നേരാവില്ല. അമ്മച്ചാക്ക നേരെ വീട്ടിൽ പോയി മോളെ കൈ പിടിച്ച് മറ്റൊരാൾക്ക് കെട്ടിച്ചു കൊടുത്തു. AKGന്റെ ഭാര്യന്റെ പേരെന്താ? സുശീല ഗോപാലൻ 2ാമത് കിട്ടിയതാ. ആദ്യ ഭാര്യ നഷ്ടപ്പെട്ടത് ഇങ്ങനെയാ. മനസ്സിലായോ മുരളീധരൻ? സഖാവ് AKGക്ക് ആദ്യ ഭാര്യ നഷ്ടപ്പെട്ട കമ്മ്യൂണിസ്റ്റ്
കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കാനല്ല, ഈ നാട്ടിലെ ഹിന്ദു മത വിശ്വാസികൾക്ക് ഗുരുവായൂർ അമ്പലത്തിൽ കടക്കുന്നതിന് വേണ്ടി നടന്ന സമരത്തിൽ പങ്കെടുത്തതിനാണ് എനിക്ക് സ്വന്തം ഭാര്യ നഷ്ടപ്പെട്ടത്. അടുത്ത പാട്ട് ഞാൻ പാടിയ ഞങ്ങളോട് ഈ ചങ്ങായിക്ക് ഈ പാട്ട് മാത്രമേ ഇഷ്ടമുള്ളൂ. ഇവിടെ പള്ളി ഉണ്ടാക്കാൻ നിയമം കൊണ്ടുവന്ന് ഞങ്ങളാ അല്ലേ? 1921 അന്ന് 21 നമ്മൾ ഇമ്മലയാളത്തില് ഒത്തുചേർന്ന് വെള്ളയോടെ എതിർത്ത് നല്ല മട്ടില് നമ്മൾ ഉണ്ടാക്കുന്ന നെല്ല് ജന്മിമാരെ തീറ്റുവാൻ സമ്മതിക്കില്ലെന്നതാണ് ഏതു ഏറ്റ് മുട്ടുവാൻ. നമ്മളുടെ കാശ് വാങ്ങി രണ്ടിലേക്ക് അയക്കുവാൻ സമ്മതിക്കില്ലെന്നതാണ് ഏതു ഏറ്റ് മുട്ടുവാൻ. ഞാൻ ഈ പാട്ട് പാടുമ്പോ ഇവിടെ ചുറ്റോടിയിട്ട് നോക്കി, ആരും തലയാട്ടില്ല. മലപ്പുറത്തൊക്കെ പ്രസംഗിക്കാൻ പോയ ബാക്കിന്ന് അങ്ങേപ്പത്തേക്ക് ലീഗാർ ഇങ്ങനെ തലയാട്ടും വയസ്സന്മാര്. ഒരു വിചാരിച്ച മോയിൻകുട്ടി വൈദ്യ രീതിയാണ് അല്ല. ധൈര്യ മനുഷ്യന്റെ പേരെന്താണെന്നറിയ? സഖാവ് കമ്പളത്ത് ഗോവിന്ദൻ നായർ എന്ന കമ്മ്യൂണിസ്റ്റുകാരനാ. ഡെയിലി ഇത് അച്ചടിച്ചു വന്നു കഴിഞ്ഞാൽ ചരിത്രത്തിൽ ആദ്യമായി ദേശാഭിമാനി പത്രം ബ്രിട്ടീഷുകാർ അടച്ചുകൂട്ടിയത്. മനസ്സിലായത്? 1920 കോഴിക്കോട് കടപ്പുറത്ത് ഗാന്ധിജി ഒന്ന് പ്രസംഗിക്കുമ്പോഴേ മുൻനിരയിലിരിക്കുന്ന കുറെ മനുഷ്യന്മാരിൽ രണ്ടാളുടെ പേരെന്താ അറിയോ? ഒന്ന് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദാജി, ഒന്ന് ആലി മുസ്ലിയാർ. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദാജിന്റെ കോൺഗ്രസ് മെമ്പർഷിപ്പ് കാണണോ? കോൺഗ്രസ്സുകാർക്ക് പത്തേരിയില്ല, ഞാൻ കാണിച്ചുതരാം. ഇതിലുണ്ട്. ആ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദാജിയും ആലി മുസ്ലിയാരും കൂടി സമരം ഈ പാട്ടൊക്കെ പാടിയിട്ട് മനസ്സിലായി നിങ്ങൾക്ക്? അന്ന് ഈ അടുത്ത് ഈ ചങ്ങാതിന്റെ ഈ KM ഷാജി ഇവൻ മലപ്പുറത്ത് വന്നിട്ട് ഈ അടുത്ത കാലത്ത് വലിയൊരു പ്രസംഗം. എന്താ പ്രസംഗം അറിയോ? കളക്ടറേറ്റിലേക്ക് ചൂണ്ടിക്കാട്ടിട്ട് പറയാണ്, ഈ കളക്ടറേറ്റ് ഉണ്ടല്ലോ, ഷാജി എന്തെങ്കിലും കേൾപ്പിച്ചു കൊടുക്കണം. ഈ കളക്ടറേറ്റ് ഉണ്ടല്ലോ, ഇത് ബ്രിട്ടീഷുകാരന്റെ പട്ടാള ഭാരക്കായിരുന്നു. അവിടെ മുസൽമാന്റെ നിലവിളിയുണ്ട്, രക്തമുണ്ട്, മജ്ജയുണ്ട്, മാംസമുണ്ട്. എന്റെ പ്രിയപ്പെട്ട ലീഗെ, 1921 മലബാർ കലാപം നടക്കുമ്പോ, മലബാർ സമരം നടക്കുമ്പോ അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിൽ ഇല്ല. എന്നാൽ 1905 രൂപീകരിച്ച മുസ്ലിം ലീഗ് ഉണ്ട്. ബ്രിട്ടീഷുകാരൻ ഇന്ത്യ വിട്ടുപോകുന്നതിന് മുമ്പ് 921 അനുകൂലിച്ച് ഒരു വരി ലീഗ് വന്നത് കാണിച്ചല്ലോ. KM ഷാജി ഞാൻ വെല്ലുവിളിക്കാം. ഈ പ്രസംഗം നടത്തിയ KM ഷാജി ആണാണെങ്കിൽ മറുപടി പറയണം. അതാ വെല്ലുവിളി. 1941 ആഗസ്റ്റിലോ സെപ്റ്റംബറിലോ, ഡേറ്റ് മാറ്റിയതൊക്കെയാണ് പല തർക്കണ്ടായി. അതുകൊണ്ട് ആഗസ്റ്റിലോ സെപ്റ്റംബറിലോ ഞാൻ പറഞ്ഞു. 41 ആഗസ്റ്റില് അല്ലെങ്കിൽ സെപ്റ്റംബറില് ഇന്ത്യ ഉണ്ടാക്കിയ പാർട്ടിയാണ് ജമാഅത്തെ ഇസ്ലാമി. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോകുന്നതിന് മുമ്പ് ഈ 921 അനുകൂലിച്ച് ഒരു വരി ജമാഅത്തെ ഇസ്ലാമി എഴുതി കാണിച്ചല്ലോ. ഞാൻ ലീഗ് എഴുതിയിട്ടുണ്ട് 921 കുറിച്ച്. എന്താ ഇത്? ഈ സമരത്തിൽ പങ്കെടുക്കുവാനുള്ള ആഹ്വാനം പാട്ട് ഞാൻ പറഞ്ഞ കേട്ടില്ലേ? ലീഗ് അന്നൊരു പാട്ട് പാടി. പൊട്ടിപ്പുറം പുണ്ണാക്കുവാനുളരണ്ട, പോലീസുകാരുടെ തല്ലുകൊണ്ടിളിയണ്ട, ഒട്ടും സ്വയം രാജ്യത്തിനായി തുനിയണ്ട, ഒരു കാലവും അത് താരുകില്ല മഹാരാജൻ. ഭോജരാജാവായ തമ്പുരാനല്ല, ബ്രിട്ടീഷ് മഹാരാജാവ് സ്വാതന്ത്ര്യം തരില്ല. അതുകൊണ്ട് അതിനു വേണ്ടി ആലി മുസ്ലിയാരും വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദാജിയും പറഞ്ഞ് റോട്ടുമേൽ ഇറങ്ങിയിട്ട് പോലീസുകാരുടെ തല്ലുകൊണ്ടിളിയണ്ട. ആര് പാടിയത്? ലീഗ് പാടിയത്. 1921 25ാം വാർഷികം പെരിന്തൽമണ്ണയിൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആചരിച്ച പാർട്ടിയുടെ പേരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അന്ന് സഖാവ് EMSന്റെ പ്രമേയം, ആഹ്വാനവും താക്കീതും എന്താണ്? കർഷക സമരത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുവാനുള്ള ആഹ്വാനം. എന്താ താക്കീത്? അന്ന് ആ സമരം ചില സ്ഥലങ്ങളിൽ വഴിമാറിപ്പോയിട്ടുണ്ട്. ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്തിട്ടുണ്ട്, ഹിന്ദുക്കളെ നിർബന്ധിച്ച് മതം മാറ്റിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ ന്യൂനപക്ഷത്തെ സംരക്ഷിക്കുന്ന പറയുമ്പോ ആ ന്യൂനപക്ഷത്തിൽ പെടുന്ന ഈ ബലാലി ശൈത്താന്മാര് SDPI ജമാഅത്തെ ഇസ്ലാമിയും വന്നതുപോലെ അന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആഹ്വാനവും താക്കീതും പറഞ്ഞത്. അത് കഴിഞ്ഞ് സഖാവ് AKE പ്രസംഗിച്ചു. AKEനെ ബ്രിട്ടീഷ് പോലീസുകാർ അടിച്ചു, പിന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. സ്വാതന്ത്ര്യം കിട്ടിയിട്ടും വിട്ടില്ല. അതിനൊക്കെ വിശദീകരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ നിരോധിച്ച പള്ളി 1921 ബ്രിട്ടീഷുകാർ നിരോധിച്ചു. 47 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. പള്ളി പുനഃസ്ഥാപിക്കാൻ നിയമം കൊണ്ടുവന്നില്ല. ഞാൻ ഇവിടെ പറഞ്ഞത് എന്നെ കേൾക്കുന്നവർ വിചാരിച്ചത് ആവർത്തിക്കാൻ കൂട്ടത്തിൽ പറഞ്ഞു പോവുക. 50 ഇന്ത്യ റിപ്പബ്ലിക്കായി, മദിരാശി ഗവൺമെന്റ് ഉണ്ടായി, കാമരാജ് മുഖ്യമന്ത്രിയായി, ലീഗിന് 6 MLA-മാർ, ഉപ്പി സാഹിബ്, CD സാഹിബ്, പോക്കർ സാഹിബ്, ചടയൻ സാഹിബ്, രണ്ടനുടിന്റെ മറ്റേ സാഹിബ്, മറ്റേ സാഹിബ്, ആറിനും കുട്ടിക്കോ മുണ്ടില്ല. 1950 EMSന്റെ ഗവൺമെന്റ് വന്ന്, 57 EMSന്റെ ഗവൺമെന്റ് വന്ന് അദ്ദേഹത്തിന് നിവേദനം കൊടുത്ത്, ആ നിവേദനത്തിന്റെ ഫലമായി 1957 ജൂൺ മാസം 7-ാം തീയതി സഖാവ് EMSന്റെ ഗവൺമെന്റ് ഉത്തരവിറക്കിയതാണ്. ഉത്തരവ്. നിങ്ങൾ പിന്നെ
മഞ്ഞാണ് ലീഗർ പത്രസമ്മേളനം നടത്തിയിട്ട് രേഖ കാണിച്ചില്ല. ഭൂമിന്റെ ആ രേഖ അല്ല, അത് ശങ്കരാടിന്റെ രേഖ അല്ല, ഒറിജിനൽ രേഖ, ഗവൺമെന്റിന്റെ രേഖ. അതെന്താ അറിയോ? 7/6/1957 ഗവൺമെന്റ് ഓർഡർ. പിന്നെ നമ്പർ 4/16/410/57/PD. KM ഷാജി കൊടുക്കണം കേട്ടോ കോപ്പി. ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ കൊണ്ടുവന്ന, മനസ്സിലായോ? KM ഷാജിക്ക് മനസ്സിലായിട്ടുണ്ടോ? എന്നിട്ട് ഇവരെ നമ്മളെ മതം പഠിപ്പിക്കാൻ വരിക KM ഷാജി. ഞാൻ ചോദിക്കട്ടെ, KM ഷാജി ഇടയ്ക്ക് നമ്മുടെ ആരോഗ്യ വകുപ്പ് മന്ത്രി ഒന്ന് പഠിപ്പിക്കാൻ വന്നു. വീണ ജോർജ് അല്ലേ നമ്മുടെ ആശുപത്രിയുടെ ഉദ്ഘാടനം നിർവഹിക്കാൻ പോകുന്ന സഹോദരി പ്രസംഗിച്ച്. വീണ ജോർജിനെ കുറിച്ച് KM ഷാജി പ്രസംഗിച്ചാൽ അന്തവും കുന്തവും ഇല്ലാത്ത സാധനം. പിന്നെ പിൻവലിച്ചല്ലോ, അന്തവും കുന്തവും ഇല്ലാത്ത സാധനം. ഇതെവിടുന്നാ പ്രസംഗിച്ചത്? മലപ്പുറം ജില്ലയിലെ ചമ്മാട്. ആ ചമ്മാട് അതേ സ്റ്റേജിൽ ഒരാഴ്ച കഴിഞ്ഞപ്പോ ഞാൻ പ്രസംഗിക്കാൻ പോയി. അപ്പൊ ഞാൻ ഇവന്റെ വിദ്യാഭ്യാസം ഒന്ന് പഠിച്ചു. ഇവന്റെ വിദ്യാഭ്യാസം എന്താ നിങ്ങൾ മനസ്സിലാക്കി? KM ഷാജിന്റെ പറയിപ്പിച്ചതുകൊണ്ട് പറയുകയാണല്ലോ, അല്ലാതെ നമ്മൾ വിദ്യാഭ്യാസം കൊണ്ട് പണിയൊന്നുമല്ല. KM ഷാജി വീണ ജോർജ് 2004 മലയാള മനോരമ പേരുടെ പത്രത്തിൽ 1-ാം പേജിൽ വന്നു. കേരള യൂണിവേഴ്സിറ്റിയിൽ ഫിസിക്സിൽ 1-ാം റാങ്ക് കിട്ടിയ പെൺകുട്ടിയുടെ പേര് എന്താ പേരെന്ന് അറിയോ? വീണ കുര്യാക്കോസിന്റെ മകൾ വീണ. അത് കഴിഞ്ഞ് പിന്നെ PGക്കോ വീണ്ടും മറ്റേ ഹയർ സ്റ്റഡീസിന് വീണ്ടും റാങ്ക് കിട്ടി. അവർ പത്രപ്രവർത്തകയായി. ദലൈലാമ അടക്കമുള്ള ലോക പ്രശസ്തരെ ഇന്റർവ്യൂ ചെയ്തു. അതിനുശേഷം 45 കൊല്ലത്തിന് ശേഷം പത്തനംതിട്ടയിൽ മത്സരിച്ചു. BJPയുടെ A ക്ലാസ് സീറ്റായിരുന്നു അത്. അവർ പിടിച്ചെടുക്കണം വിചാരിച്ചേ. അവിടെ ആദ്യത്തെ 2016 5000 വോട്ടിന് ജയിച്ചു. രണ്ടാമത്തെ തെരഞ്ഞെടുപ്പ് വന്നപ്പോ 20,000 വോട്ടിന് ജയിച്ചു പത്തനംതിട്ടയിൽ. ഈ KM ഷാജി തെരഞ്ഞെടുപ്പിന്റെ അഫിഡവിറ്റ് കൊടുത്ത് പ്രീ-ഡിഗ്രി ചേന്നമംഗലൂർ ഇസ്ലാമിയ കോളേജ്, എന്റെ നാടിന്റെ അപ്പുറം ചേന്നാനൂർ ഇസ്ലാമിയ കോളേജ് ജമാഅത്തെ ഇസ്ലാമിന്റെ. അവിടുത്തെ ഒരു അധ്യാപകരോട് ഞാൻ ചോദിച്ചു. അധ്യാപകന്റെ പേര് ഞാൻ പറയുന്നില്ല, കോളമിസ്റ്റ് ആണ്, ഇടയ്ക്ക് ചാനൽ ചർച്ചയിലൊക്കെ വരാറുണ്ട്, തപ്പിയാൽ കിട്ടും, മനസ്സിലാവും. അയാളോട് ചോദിച്ചു, ഇവൻ ഇവിടെ പഠിച്ചെന്ന് പറയുന്നുണ്ടല്ലോ. അയാൾ പറഞ്ഞു, പഠിച്ചത് ഇവിടെയാണ്. 6 മാസം കഴിഞ്ഞപ്പോ ഹോസ്റ്റൽ ഫീസ് തരാതെ മുങ്ങിയതാണ്. ക്യാൻറ്റീനിൽ ഫുൾ മാർക്ക് ചെയ്ത്. മനസ്സിലായില്ലേ? ഇല്ലേ കാണിക്കട്ടെ. എന്നിട്ട് പറഞ്ഞു MBA ഡിഗ്രി. എന്നോടാ MBA ഡിഗ്രി പറഞ്ഞു? എന്റെ ഒരു കൂട്ടുകാരൻ ഗൾഫ് പോണം, ഓൻ അക്കൗണ്ടന്റ് വിസ എടുത്തു. അക്കൗണ്ടന്റ് വിസ എന്ന് പറഞ്ഞാൽ ഫാമിലിനെ കൊണ്ടുപോവാ. ഓൻ പ്രീ-ഡിഗ്രി തോറ്റിക്ക. അക്കൗണ്ടന്റ് വിസക്ക് BCom സർട്ടിഫിക്കറ്റ് വേണം. എവിടെ ഉണ്ട്? ഏജന്റ് പറഞ്ഞു, ഒരു പ്രശ്നമില്ല, വാ ബോംബെയിലുണ്ട്, വാ. ബോംബെയിലെത്തി. കേരള യൂണിവേഴ്സിറ്റിയുടെ BCom സർട്ടിഫിക്കറ്റ് സെക്കൻഡ് ക്ലാസ്സോടുകൂടി പാസ്സായത്. എത്ര സർട്ടിഫിക്കറ്റിന്റെ വില അറിയോ? 3000. ഒരു ക്യൂരിയോസിറ്റിയിലാന്ന് വെച്ച് MBBS ഉണ്ടോ ചോദിച്ചിട്ടുണ്ട്. എത്ര വെച്ച? 5000. എന്നിട്ട് ഈ MBA അപ്പം വെച്ചിട്ട് നമ്മളെ പഠിപ്പിക്കാൻ പറ്റുന്നത് KM ഷാജി. മനസ്സിലായില്ല നിങ്ങൾക്ക്? എന്നിട്ട് ഈ കേരളത്തിലെ ഇപ്പൊ KM ഷാജിന്റെ പ്രസംഗം, ജമാഅത്തെ ഇസ്ലാമിക്കാരൻ എന്തായിരുന്നു? ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചൊക്കെ KM ഷാജിന്റെ വായ തുറന്നിട്ടുള്ള വലിയ പ്രസ്താവന. ഇപ്പൊ KM ഷാജി എവിടെ എത്തി നിൽക്കുന്നു? എന്താ നിങ്ങളുടെ ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട്? സാന്ദർഭികമായി അതും കൂടി എന്ന് പറഞ്ഞുക. ആരാ ഈ ജമാഅത്തെ ഇസ്ലാമി? VD സതീശ താനിപ്പോ പറഞ്ഞല്ലോ, പഴയ ജമാഅത്തെ ഇസ്ലാമിയല്ല. ജമാഅത്തെ ഇസ്ലാമിയെ പരസ്യമായി വെൽഫെയർ പാർട്ടിയെ മുന്നണി എടുത്തില്ല നിങ്ങൾ കോൺഗ്രസ്. എന്റെ നാട്ടിലൊക്കെ ഇന്നലെ പൊതുയോഗം വെൽഫെയർ പാർട്ടിയും UDF ഒരുമിച്ചാണ്. എന്താ ഇവര് പറഞ്ഞത്? ജമാഅത്തെ ഇസ്ലാമിയൊക്കെ ഇപ്പൊ നയം മാറ്റിയിട്ടുണ്ട്. എങ്ങനെ ജമാഅത്തെ ഇസ്ലാമി നയം മാറ്റുക? RSS ഹിന്ദു രാജ്യമാണ് പറയുന്നെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി പറയുന്നത് ഹുക്കൂമത്തയിലായി മതരാഷ്ട്രം. ജനാധിപത്യം എന്ന് പറയുന്നത് തെറ്റാണ്. ദൈവത്തിന്റെ ആധിപത്യം, അതിനപ്പുറത്തുള്ള ഒരു ആധിപത്യത്തെയും ഞങ്ങൾ അംഗീകരിക്കില്ല. അത് ഇന്നലെയാണ്, ഇന്നാണ്, നാളെയാണ്, മറ്റന്നാളാണ്. ഖിയാമ 1-ാം തീയതി വരെയാണ്. നിങ്ങൾക്ക് മനസ്സിലായ ഖിയാമ 1-ാം തീയതി? നിങ്ങൾക്ക് എന്ത് ഖിയാമ? ഞങ്ങൾ മുസ്ലിം മതവിശ്വാസ പ്രകാരം അവസാന നാളിൽ സൂറെന്ന കാലത്തിൽ ഊതും മലക്ക്. ഭൂമിയും പിന്നെ ആകാശവും ഒക്കെ കൂടി ആമ്പലം മറിയും. എന്നിട്ടൊരു പുതിയ ലോകം. ആ ഭൂമിയും ആകാശവും ആമ്പലം മറിയുന്ന ദിവസമാണ് ഖിയാമ 1-ാം തീയതി. ഖിയാമ 1-ാം തീയതി വരെ ഞങ്ങളുടെ നയത്തിൽ മാറ്റമില്ല. ജനാധിപത്യ വ്യവസ്ഥിതിയിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതും വോട്ട് ചെയ്യുന്നതും എല്ലാം ഹറാമാണ്. ഇന്നലെയാണ്, ഇന്നാണ്, നാളെയാണ്, മറ്റന്നാളാണ്. ജമാഅത്തെ ഇസ്ലാമി, മനസ്സിലായോ? എന്റെ സതീശൻ പറയാണ്, ജമാഅത്തെ ഇസ്ലാമി ഇപ്പൊ നന്നായി പോയി. എന്റെ പ്രിയപ്പെട്ട സതീശ, എന്റെ പാർട്ടിയുടെ പേര് CPIM എന്നാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. എന്റെ പാർട്ടിയുടെ ഈ മുന്നണിയിൽ മറ്റൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ട്, CPI, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. ഈ പ്രകടനം ഇങ്ങോട്ട് കയറുമ്പോ അങ്ങോട്ടൊരു പ്രകടനം പോയി ത്രിവർണ്ണ പതാക പിടിച്ചിട്ട്. അതിന്റെ പേര് കോൺഗ്രസ് എന്നാ. എന്താ കോൺഗ്രസിന്റെ പേര്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. KM ഷാജിന്റെ പാർട്ടിയുടെ പേരെന്താണ്? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുടെ പേരെന്താണ്? ഭാരതീയ ജനതാ പാർട്ടി. ഇന്ത്യയിലെ എല്ലാ പാർട്ടിക്കും ഒന്നുകിൽ ഇന്ത്യ ഉണ്ടാവും അല്ലെങ്കിൽ ഭാരതം ഉണ്ടാവും. ജമാഅത്തെ ഇസ്ലാമിന്റെ പേരെന്താണ്?
ഉറുദുവിലും അറബിയിലും ജമാഅത്തെ ഇസ്ലാമി അൽ ഹിന്ദ്, അതിന്റെ മലയാളം ഇംഗ്ലീഷും കൂട്ടിയാൽ ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി. ഒറ്റ ചോദ്യം ജമാഅത്തെ ഇസ്ലാമിക്കാരനോടും, ജമാഅത്തെ ഇസ്ലാമി ഇപ്പൊ നല്ല പാർട്ടിയാണ് എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരോടും, ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യയിലെ കാശ്മീർ എന്ന് പറയുന്ന സംസ്ഥാനത്തെ അംഗീകരിക്കുന്നുണ്ടോ? ഇന്ത്യയിലെ കാശ്മീർ എന്ന് പറയുന്ന സംസ്ഥാനത്തെ ജമാഅത്തെ ഇസ്ലാമി അംഗീകരിക്കുന്നുണ്ടോ? എന്റെ ചോദ്യം വി.ഡി. സതീശനോടാണ്, ജമാഅത്തെ ഇസ്ലാമിക്കാരോടല്ല ചോദ്യം. ഇയാൾ പറഞ്ഞല്ലോ ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമി നന്നായി പോയി. എന്നാൽ ഞാൻ പറയുന്നു, റെക്കോർഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ കേസ് കൊടു. എന്താ ഞാൻ റെക്കോർഡ് ചെയ്യുന്നതിന് പറയുന്നത്? പഹൽഗാമിലെ 23 മനുഷ്യരെ വെടിവെച്ചു കൊന്നു. ആര്? മുസ്ലിം തീവ്രവാദികൾ. കാശ്മീരിലെ കാശ്മീരിലെ മുസ്ലിം തീവ്രവാദികൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി. അതാണ് പറഞ്ഞത്. കേസ് കൊടു പരസ്യമായിട്ടാണ് പറയുന്നത്. 23 പേരെ വെടിവെച്ചു കൊന്നു. 22 പേര് ടൂറിസ്റ്റുകള്. കൊച്ചിയിൽ നിന്നുള്ള ഒരു നേവി ഉദ്യോഗസ്ഥൻ കല്യാണം കഴിച്ചു. 25 ദിവസമായിട്ടില്ല. ഭാര്യയോടൊപ്പം പെഹൽഗാമിലേക്ക് മധുവിധു ആഘോഷിക്കാൻ പോയി. ഭാര്യയുടെ മുമ്പിലിട്ട് അയാളെ വെടിവെച്ചു കൊന്നു. അങ്ങനെ 22 പേരെ. 23-ാമന്റെ പേര് അലി എന്ന് തുടങ്ങുന്നു. പൂർണ്ണമായ പേര് നാവിൻ തുമ്പത്തുനിന്ന് പോയി. അയാൾ ആരാന്നറിയോ? കാശ്മീരിയാണ് അവൻ. ഈ കേരളത്തിലുള്ള രാമചന്ദ്രൻ നായർ വെടിയേറ്റ് മരിച്ചു. രാമചന്ദ്രൻ നായർ പത്രക്കാർ, രാമചന്ദ്രൻ നായരുടെ മകള് ഈ കേരളത്തോട് പറഞ്ഞത് നിങ്ങൾ കണ്ടില്ലേ? എന്താ മകള് പറഞ്ഞത്? എന്റെ അച്ഛൻ എനിക്ക് കാശ്മീരിന്റെ മണ്ണിൽ നഷ്ടപ്പെട്ടു, പക്ഷേ എനിക്ക് 2 സഹോദരന്മാരെ കിട്ടി കാശ്മീരിന്റെ മണ്ണിൽ. പടച്ച തമ്പുരാൻ അവരെ രക്ഷിക്കട്ടെ. എന്റെ ഇയാൾ പടച്ച തമ്പുരാൻ അവരെ രക്ഷിക്കട്ടെ നീ മകള് പറയാനുള്ള കാരണം 2 മുസ്ലിം ചെറുപ്പക്കാരാണ് രാമചന്ദ്രന്റെ കുടുംബത്തെ രക്ഷിച്ചത്. ഒരു മുസ്ലിം ചെറുപ്പക്കാരനാണ് വെടിയേറ്റ് വീണത്. ഞാൻ എന്തുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് അറിയോ? ഞാൻ വെറുതെ പറയല്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ വാരികയുടെ പേരാണ് പ്രബോധനം വാരിക. ആ പ്രബോധനത്തിന്റെ 50-ാം വാർഷിക പതിപ്പാണ് എന്റെ കയ്യിലുള്ളത്. ജമാഅത്തെ ഇസ്ലാമിയുടെ 50-ാം വാർഷിക പതിപ്പ്. അതിലൊരു ലേഖനുണ്ട്, കാശ്മീർ ജമാഅത്തെ ഇസ്ലാമി. കാശ്മീർ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രത്യേകത എന്താണെന്ന് അറിയാം? സഖാവേ, നിങ്ങൾക്ക് കാറുണ്ടോ? ഉണ്ട്. നിങ്ങൾക്ക് സ്കൂട്ടർ ഉണ്ടോ? ഉണ്ട്. രണ്ടും ഉണ്ട്. ഒരുവിധ ആളുകൾക്കൊക്കെ ഉണ്ടാവും. ഞാൻ മൂപ്പരെ സമ്പത്ത് അറിയാം. എനിക്ക് പരിചയം ഒരു സഖാവ് എന്ത് ചോദ്യം ചോദിക്കാം. അതുകൊണ്ടാണ് ഈ സഖാവിനോട് തന്നെ ചോദിക്കുന്നത്. മറ്റേ സഖാവിനോട് ചോദിച്ചാൽ എന്താണെന്ന് പറഞ്ഞൂടാ. അതുകൊണ്ടാണ് ഇതെന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് കാറുണ്ടാവും, ജീപ്പ് ഉണ്ടാവും, സ്കൂട്ടർ ഉണ്ടാവും, ലോറി ഉള്ളവരുണ്ടാവുമല്ലോ പോലെ അല്ലേ? ലോറി ഓണേഴ്സ് അസോസിയേഷനിലെ മെമ്പർഷിപ്പ് ഉള്ളവരുണ്ടാവും. അത് കേട്ടോ. കാശ്മീർ ജമാഅത്തെ ഇസ്ലാമിക്ക് എന്തൊക്കെ സ്വന്തമായിട്ടുള്ളതാണ് ഇത് ഞാൻ പറയല്ലോ കേട്ടോ. ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രബോധനം, ആ പ്രബോധനം വാരികയിലുള്ളതാണ് 50-ാം വാർഷിക പതിപ്പിൽ. എന്താ പറയുന്നത്? തായ്വരയിൽ തീവ്രവാദി പ്രവർത്തനം ശക്തിപ്പെട്ടതിന് ശേഷം ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വാധീനം വർദ്ധിച്ചിട്ടുള്ളതായി പറയപ്പെടുന്നു. തായ്വരയിലെ ഏറ്റവും ശക്തമായ തീവ്രവാദി ഗ്രൂപ്പുകളൊന്നായ ഹിസ്ബുൽ മുജാഹിദീൻ ജമാഅത്തെ ഇസ്ലാമി അനുകൂല ഗ്രൂപ്പാണ്. മനസ്സിലായില്ലേ? കഴിഞ്ഞില്ല. ഇതിനു പുറമെ അള്ളാ ടൈഗേഴ്സ് എന്നൊരു സംഘത്തിന് ജമാഅത്തെ ഇസ്ലാമി രൂപം നൽകിയിട്ടുണ്ട്. ലോറി 2 വഴി. കഴിഞ്ഞില്ല. വിവിധ തീവ്രവാദി ഗ്രൂപ്പുകളെ ഏകോപിപ്പിക്കുന്നതിൽ ജമാഅത്തിന്റെ പങ്ക് പ്രധാനമാണ്. ലോറി ഓണേഴ്സ് അസോസിയേഷൻ. മനസ്സിലായില്ല? ഇത് ഞാൻ പറയല്ല. ജമാഅത്തെ ഇസ്ലാമിക്ക് സ്വന്തമായി 2 ഉണ്ട്. ഹിസ്ബുൽ മുജാഹിദീൻ, അള്ളാ ടൈഗേഴ്സ്, പിന്നെ മൊത്തം ഉള്ളതിന്റെ ഉത്തരവാദിത്വം ലോറി ഓണേഴ്സ് അസോസിയേഷൻ. ഞങ്ങളാണ് ഈ തീവ്രവാദി പ്രവർത്തനം ഏകോപിപ്പിച്ച് നടത്തുന്നത്. അപ്പൊ പഹൽഗാമിലെ 23 ഇന്ത്യക്കാരെ വെടിവെച്ചൊന്ന ആരാണ്? ജമാഅത്തെ ഇസ്ലാമി. നിങ്ങൾക്ക് സംശയം അത്ര ശക്തമായിട്ടല്ല പറയുന്നത്. നിങ്ങൾ കേസ് കൊടുക്കും. ജമാഅത്തെ ഇസ്ലാമി, ഇത് ഞാൻ പറയല്ലോ, പ്രബോധനത്തിന്റെ ലേഖനം ജമാഅത്തെ ഇസ്ലാമി അവര് പറയാണ് ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഉണ്ട് ഇല്ലേ? എന്നിട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ സീതാപുലി എന്ന് പറയുന്നത് രാഷ്ട്രീയ തമ്മാടിയുണ്ട്. രാഷ്ട്രീയത്തിൽ തമ്മാടിത്തം പറയുന്നതിനെ തമ്മാടി തന്നെ വിളിക്കണം എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, നമ്മളെ കടന്നാക്രമിക്കുന്നത് കണ്ടിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? നിങ്ങൾ നോക്ക്. ഇവരെന്താ പറയാ? ഈ ജമാഅത്തെ ഇസ്ലാമി ഈ അടുത്ത കാലത്ത് വഖഫിന്റെ ബില്ല് വന്നു. വഖഫ് ബില്ല് വന്നപ്പോ ഇന്ത്യൻ പാർലമെന്റിൽ മകശികാന്തം എതിർത്ത് സംസാരിക്കാനുണ്ടായിരുന്നാലാണ് ഇടതുപക്ഷം. മുത്തലാഖിന്റെ ബില്ല് വന്നല്ലോ. KM ഷാജി തന്റെ പാർട്ടിയുടെ കുഞ്ഞാലിക്കുട്ടി MP എവിടെയായിരുന്നു? കുഞ്ഞാലിക്കുട്ടി മുത്തലാഖിന്റെ ബില്ല് വന്നപ്പോ മലപ്പുറത്തെ ബിരിയാണി ചെമ്പിലും. പിന്നെ പറഞ്ഞു വിമാനം കിട്ടിയില്ല. അതിനെതിരെ ശബ്ദിക്കാൻ ഇന്ത്യൻ പാർലമെന്റിൽ ആര് ഫണ്ടായത്? പൗരത്വ ബില്ലിന്റെ പ്രശ്നം ഇന്ത്യൻ പാർലമെന്റിൽ ചർച്ച വരിക. അമിത്ഷാ ഒരു വെടിപൊട്ടിച്ചു. എന്താ അമിത്ഷാ വെടിപൊട്ടിച്ചത്? ഈ പൗരത്വ ബില്ലിനെ എതിർക്കുന്നവർ ഇന്ത്യൻ വിരോധികളാണ്, ഇന്ത്യ വിരോധികളാണ്. ഒരു കോൺഗ്രസ്സുകാരനും മിണ്ടിയില്ല. അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് പാർലമെന്റിൽ അതിനെതിരെ ശബ്ദിച്ചത്, വോട്ട് ചെയ്തത് A. മാലിക്.
ഇത്തവണ ഈ വഖഫ് ബില്ലിന്റെ ഈ വിഷയം വന്നപ്പോ ഇന്ത്യൻ പാർലമെന്റിൽ ഉജ്ജ്വലമായ പ്രസംഗം നടത്തിയത് ജോൺ ബ്രിട്ടാസ്. പ്രസംഗം കണ്ടവരുണ്ടാണെങ്കിൽ, പ്രസംഗത്തിന്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മനോഹരമായ ഒരു കാഴ്ച ഉണ്ട്. എന്താ കാഴ്ച മതി? ജോൺ ബ്രിട്ടാസ് ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ തൊട്ടടുത്തിരിക്കുക PV അബ്ദുൽ വാദി. എങ്ങനെ പോസ്? ഇങ്ങനെ ചുരുങ്ങിയത് ഒരു 15 ഇഞ്ച പോയിട്ട് വന്നിട്ടുണ്ടാവും. വായിൽ മൂപ്പര് കൂട്ടിയില്ല, അന്തം വിട്ട് നിൽക്കുകയാണ് ജോൺ ബ്രിട്ടാസിന്റെ പ്രസംഗം കേട്ട്. വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും. അമ്മാതിരി പ്രസംഗം. നമ്മൾ കോഴിക്കോട് കടപ്പുറത്ത് നമ്മൾ ഈ വഖഫ് ബില്ലിനെതിരെ വലിയ റാലി നടത്തി. CPM മുസ്ലിം ലീഗ് കോഴിക്കോട് കടപ്പുറത്ത് റാലി നടത്തി. കേരള മുസ്ലിം ജമാഅത്ത് എറണാകുളം മറൈൻ ഡ്രൈവിൽ റാലി നടത്തി. ജമാഅത്തെ ഇസ്ലാമിന്റെ കുട്ടികള് ജാഥ നടത്തി. എങ്ങോട്ട്? എയർപോർട്ടിലേക്ക്. ജമാഅത്തെ ഇസ്ലാമിയുടെ കുട്ടികൾ ജാഥ നടത്തിയത് എങ്ങോട്ടാണ്? അവര് ജാഥ നടത്തിയത് എയർപോർട്ടിലേക്ക്, കാലിക്കറ്റ് എയർപോർട്ടിലേക്ക്. പോലീസ് പെർമിഷൻ കൊടുത്തില്ല. പോലീസ് എയർപോർട്ടിലേക്കുള്ള ജാഥയ്ക്ക് പെർമിഷൻ കൊടുക്കില്ല. അപ്പൊ കമ്മ്യൂണിസ്റ്റുകാർ ജാഥ നടത്തിയിട്ടില്ലേ? ഉണ്ട്. കോൺഗ്രസ്സുകാർ ജാഥ നടത്തിയിട്ടില്ലേ? ഉണ്ട്. എന്തിനാ എയർപോർട്ടിലേക്ക് ജാഥ നടത്തി? കരിപ്പൂർ എയർപോർട്ടിലെ വിമാനങ്ങൾ എയർ ഇന്ത്യ ക്യാൻസൽ ചെയ്തു. തുടർച്ചയായി വിദേശ വിമാനങ്ങൾക്ക് വരാനുള്ള അനുമതി കൊടുത്തില്ല. പ്രവാസികളുടെ യാത്രാ പ്രശ്നവുമായി ബന്ധപ്പെട്ട് നമ്മൾ എയർപോർട്ടിലേക്ക് മാർച്ച് നടത്തിയിട്ടുണ്ട്. അതിന് കോഴിക്കോട് കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തിയിട്ട് കാര്യമില്ലല്ലോ. ഇത് പ്രവാസികളുടെ പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ എയർപോർട്ടിലേക്ക് മാർച്ച് നടത്തിയിട്ടുണ്ട്. വഖഫ് ബില്ലുമായി എന്തിനാണ് ജമാഅത്തെ ഇസ്ലാമിക്കാർ മാർച്ച് നടത്തിയത്? പോട്ടെ, അവന് ഇഷ്ടം. പോലീസ് പെർമിഷൻ കൊടുത്തില്ല. 4 വരി പാതയാണ്. 4 വരി പാതയിലൂടെ 2 വരി പാത, അങ്ങോട്ട് 2 വരി, ഇങ്ങോട്ട് 2 വരി. അങ്ങോട്ടുള്ള 2 വരിയിലൂടെ ജമാഅത്തെ ഇസ്ലാമിന്റെ കുട്ടികളുടെ ജാഥ പോവാണ്. 4 കൂടിയ ജംഗ്ഷനിലെത്തിയപ്പോ പോലീസ് തടഞ്ഞു. പോലീസ് തടയുമ്പോഴും ഇങ്ങപ്പുറത്തുള്ള വഴി ഉണ്ടല്ലോ, ഇങ്ങോട്ടല്ലേ, അതിന്റെ 2 വേ ആണ്. അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി പോകുന്ന മുടക്കല്ലാണ്. അപ്പൊ ജമാഅത്തിന്റെ കുട്ടികൾക്ക് സഹിച്ചില്ല. അവർ ചാടി അങ്ങോട്ട് നിന്ന് തടഞ്ഞു. അപ്പൊ പോലീസുകാരൊന്ന് ലാത്തി ചാർജ് നടത്തി. മോശമായി പോയി എന്റെ അഭിപ്രായം. ലാത്തി ചാർജ് നടത്തി മോശമായി പോയി എന്നല്ല, തല്ല് വളരെ കുറവേങ്ങി, അത് മോശമായി പോയി എന്റെ അഭിപ്രായം. നന്നായി കൊടുക്കേണ്ടി. എന്താ കാരണം? നമ്മൾ ഹർത്താലിന് നമ്മൾ വണ്ടി തടയും. 2 വണ്ടി വിടും. ഒന്നേതാ? ഒന്ന് ആംബുലൻസ്, ആശുപത്രി. 2 ഏതാ? എയർപോർട്ട്. എന്താ തടയാതിരിക്കാനുള്ള കാരണം? ഒരുത്തന്റെ ജീവിതം വഴിമുട്ടും. ഓൻ അന്ന് പോയിട്ടില്ലെങ്കിൽ വിസ കാലാവധി കഴിഞ്ഞു. അതുകൊണ്ട് തടയില്ല. ജമാഅത്തെ ഇസ്ലാമിക്കാരൻ തടഞ്ഞു. എന്റെ വിഷയം സമരമല്ല. ആ സമരത്തിന്റെ മുമ്പിൽ 2 ചിത്രങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന് സയ്യിദ് കുത്തുബ്, ഒന്ന് അസറുൽ ബന്ന. ആരാ സയ്യിദ് കുത്തുബ്? ഷാജിക്കറിയോ? മുസ്ലിം ലീഗിനറിയോ? കോൺഗ്രസ്സുകാരനറിയോ? ഈ ബത്തേരിയില് സയ്യിദ് കുത്തുബും അസറുൽ ബന്നയുമാണ് ലോക മുസ്ലിം തീവ്രവാദി പ്രസ്ഥാനങ്ങളുടെ തലതൊട്ടപ്പമാ. ഈ വലിയ പടായി പറയുന്ന ജമാഅത്തെ ഇസ്ലാമിക്കാരുണ്ടല്ലോ, അപ്പൊ പള്ളിയിൽ ബാങ്ക് കൊടുത്തു. മുസ്ലിങ്ങൾ ഇപ്പൊ പള്ളിയിൽ നമസ്കരിക്കാൻ പോകാൻ. ലോകത്തിലെ മുഴുവൻ മുസ്ലിങ്ങളും 5 നേരം നമസ്കരിക്കുന്നത് സൗദി അറേബ്യയിലെ മക്കയിലെ വിശുദ്ധ കഅബാലയത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമസ്കരിക്കുന്നത്. ആ വിശുദ്ധ കഅബാലയം അന്ത്യപ്രവാചകൻ അന്ത്യവിശ്രമം കൊള്ളുന്ന മദീനയിലെ പള്ളിയും ഉൾക്കൊള്ളുന്ന സൗദി അറേബ്യയിൽ പോയി ഉശിലുള്ള ജമാഅത്തെ ഇസ്ലാമിക്കാരൻ ഒന്ന് അസറുൽ ബന്നയുടെ ചിത്രം ഒന്ന് ഉയർത്തിപ്പിടിക്ക്, സയ്യിദ് കുത്തുബിന്റെ ചിത്രം ഒന്ന് ഉയർത്തിപ്പിടിക്ക്. ഫോട്ടോ ചിത്രം പിടിക്കണ്ട. ഒന്നുറക്ക സയ്യിദ് കുത്തുബ് അസറുൽ ബന്ന എന്നൊന്ന് പറയും. ഉശിരുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? തല അവിടെ കിടക്കും, ഉടനെ ഇങ്ങോട്ട് കൊണ്ടു എന്ന് പറഞ്ഞാൽ തലവെട്ടും. ജമാഅത്തെ ഇസ്ലാമിക്ക് വലിയ സ്വാധീനമുള്ള പ്രദേശമാണല്ലോ ഖത്തർ. ഞങ്ങളുടെ നാട്ടിലൊരു ജമാഅത്തെ ഇസ്ലാമിക്കാരൊക്കെ ഖത്തറിലാണ്. ആ ഖത്തറിൽ നിങ്ങളൊന്ന് വിളിക്കും. ഏതെങ്കിലും ഒരു അറബ് രാജ്യത്ത് സയ്യിദ് കുത്തുബ് അസറുൽ ബന്ന എന്ന പേരൊന്ന് പറയാൻ കഴിയില്ല. എന്താ കാരണം? തീവ്രവാദികളാണ്. അസറുൽ ബന്നയെ ഈജിപ്ത് ഗവൺമെന്റ് തൂക്കിക്കൊന്നതാണ്. എന്തിനാണ്? ജമാൽ അബ്ദുൽ നാസറിനെ വധിക്കാൻ ശ്രമിച്ചതിന്. ലോകത്തിലെ സകല തീവ്രവാദി പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്ന അസറുൽ ബന്നയുടെയും സയ്യിദ് കുത്തുബിന്റെയും ചിത്രം പിടിച്ചുകൊണ്ട് 3 മാസം മുമ്പ് എയർപോർട്ടിലേക്ക് ജാഥ നടത്തിയ ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിക്ക് ക്ലീൻ ചിറ്റ് കൊടുത്തു. ആര്? കോൺഗ്രസ്, ലീഗ്, ഇതല്ല ജമാഅത്തെ ഇസ്ലാം. എന്നിട്ട് ഇവർ പറയുന്നതാണ് ഈ തീവ്രവാദികള്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സീതാബൂത് ഔട്ട് ഓഫ് ഫോക്കസ്, മീഡിയ വണ്ണിന്റെ ഔട്ട് ഓഫ് ഫോക്കസിന്റെ ഇരുട്ടുമുറിയിൽ ഇരുന്നിട്ട് പറയാണ്. എന്താ പറഞ്ഞേ? VS അച്യുതാനന്ദൻ മുസ്ലിങ്ങൾക്കെതിരാണ്. VS അച്യുതാനന്ദൻ ഡൽഹിയിൽ വെച്ചൊരു പത്രസമ്മേളനം നടത്തി. ആ പത്രസമ്മേളനത്തിൽ VS അച്യുതാനന്ദൻ പറഞ്ഞ എന്താണ്? മലപ്പുറത്തെ മുസ്ലിങ്ങൾ ഹിന്ദുക്കളെ മതം മാറ്റാൻ ശ്രമിക്കുകയാണ്. ഹിന്ദു സ്ത്രീകളെ വിവാഹം കഴിച്ച് കൂടുതൽ മുസ്ലിം കുട്ടികളെ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ക്രമേണ കേരളത്തെ ഒരു മുസ്ലിം രാജ്യമാക്കാൻ ശ്രമിക്കുകയാണ് VS അച്യുതാനന്ദൻ. ആരാ പ്രസംഗിച്ച്? ലീഗ്. പിന്നെ ആരാ പ്രസംഗിച്ച്? ജമാഅത്തെ ഇസ്ലാമി. ഇല്ലേ?
സകലരും പ്രസംഗിച്ചു. കോൺഗ്രസ് അടക്കം പറഞ്ഞു VS മുസ്ലിങ്ങളെ അപമാനിച്ചു. ഞങ്ങളുടെ പ്രിയപ്പെട്ട സഖാബ് VS, 4-ാം വയസ്സിൽ അമ്മ നഷ്ടപ്പെട്ട സഖാബ് VS കാലിൽ ബാനറ്റ് കൊണ്ട് കുത്തിക്കേറിയപ്പോൾ മരിച്ചെന്ന് കരുതി ശവപ്പറമ്പിൽ എറിയാൻ നേരത്ത് കള്ളൻ കുട്ടപ്പൻ തിരിച്ചറിഞ്ഞ് ജീവനുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന് 102 വയസ്സ് വരെ നാടിന് വേണ്ടി പോരാടിയ ധീരനായ സഖാബ് VS. ആ VS-നെ കുറിച്ചാണ് ഇവര് പറഞ്ഞത്. ഇല്ലേ, നിങ്ങൾ നോക്ക്. VS മരിച്ചപ്പോ മാധ്യമം പത്രത്തിന്റെ ഡൽഹി ലേഖനായിരുന്ന MCA നാസർ പറഞ്ഞു, എന്റെ ഒരു വാർത്ത ഇന്റർവ്യൂ ആണ് തെറ്റിദ്ധാരണ ഉണ്ടാക്കിയത്. VS NDF-നെ കോട്ട് ചെയ്തുകൊണ്ടാണ് പറഞ്ഞത്. ആഗസ്റ്റ് 15-ന് NDF പരേഡ് നടത്തുന്നുണ്ട്. ആ പരേഡിന് അനുമതി നിഷേധിച്ചു. എന്താ കാരണം? ഈ NDF ഇങ്ങനെ മുസ്ലിങ്ങൾ ഹിന്ദുക്കളെ മതം മാറ്റണമെന്നും ഈ മുസ്ലിം രാജ്യം ഉണ്ടാക്കണമെന്നും അങ്ങനെ വികസിപ്പിക്കണമെന്നും പറയുന്നവരാണ് എന്ന് NDF-നെ കോട്ട് ചെയ്തുകൊണ്ട് VS പറഞ്ഞത്. അത് VS പറഞ്ഞതായിട്ടാണ് വന്നത്. അതിലിപ്പോ എനിക്ക് ദുഃഖം തോന്നുന്നു, ഇല്ലേ? അത് കഴിഞ്ഞതിന് ശേഷവും ഔട്ട് ഓഫ് ഫോക്കസിൽ വെച്ച് ആരാ പറയുന്നത്? ദാവൂദ് പറഞ്ഞു മലപ്പുറം ജില്ലയെ അപമാനിക്കാൻ ശ്രമിച്ചു. ആര്? VS. മുസ്ലിങ്ങള് മതം മാറ്റം നടത്താൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ദാവൂദിനെ രാഷ്ട്രീയ തമ്മാടി എന്ന് പറയുന്നത്. ഈ രാഷ്ട്രീയ തമ്മാടി 2008 എന്റെ ഒരു പ്രസംഗം വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമിക്കാരനൊക്കെ അതിന്റെ ബാക്കിൽ പറയാൻ, ഞാൻ ഈ 2008 പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരാഴ്ച മുമ്പ് നല്ലിടത്ത് DYFI-ന്റെ പരിപാടിയിൽ പ്രസംഗിക്കുമ്പോഴാണ് ഇത് കാണിച്ച് പ്രസംഗിക്കുന്നത്. കട്ടകാലത്തിന് എന്റെ മൊബൈലിൽ ഒരു ഫോൺ വന്നു. ആ ഫോൺ എടുത്തിട്ട് കൈ പിടിച്ചുകൊണ്ടാണ് ഞാൻ വായിച്ചപ്പോ ഒന്ന് തെറ്റിപ്പോയി. എന്താണ്? 1982 പ്രബോധനത്തിൽ വന്ന ഒരു ലേഖനത്തിൽ ദാവൂദ് എഴുതി. ഉടനെ ജമാഅത്ത് ഇസ്ലാമിക്കാരുടെ മറുപടി നിങ്ങൾ നോക്ക്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിലര്. എന്താണ്? 1978 ദാവൂദ് ജനിച്ചത്. നാസിർ കൊളായി എന്ന കമ്മ്യൂണിസ്റ്റുകാരൻ, സംഘി കമ്മ്യൂണിസ്റ്റുകാരൻ. അന്ന് 1982 ദാവൂദിന് 4 വയസ്സേ ഉള്ളൂ. 4 വയസ്സുള്ള ദാവൂദ് എഴുതുമോ? മുമ്പേ ഒരു പ്രവാചകൻ അങ്ങനെ എഴുതിയിരുന്നു. ആ പ്രവാചകനാണോ ദാവൂദ്? ഇതാ ചോദ്യം. ഇനി കൊല്ലത്തിൽ അഭിപ്രായ വ്യത്യാസം വേണ്ട. 2008 ഏപ്രിൽ 6. ഇനി അറബി മാസം വേണമെങ്കിൽ 1422 റജബ് 26. പോരെ. അന്ന് ദാവൂദ് എഴുതിയ ലേഖനം മാസിക പ്രബോധനം. ഈ പ്രബോധനത്തിലെ ലേഖനം എഴുതിയ ഇതിന്റെ ഹെഡിങ് എന്താണ്? ജിഹാദ് അൺലിമിറ്റഡ്. ഇത് കണ്ടോട്ടെ നീ എത്തില്ല. ഇത് എഴുതിയ ആ പേരെന്തറിയോ? CD എന്ന് പറഞ്ഞ ഒരു സാധാരണ പേരല്ല. CD നിങ്ങൾക്ക് മനസ്സിലായി ആരാ CD? ഈ ദാവൂദിന്റെ പേരെന്തറിയോ? ചലിക്കൽ ദാവൂദ്. പേരിന്റെ തുടക്കത്തിൽ തന്നെ ഉണ്ട്. ആളുടെ തലച്ചോറിൽ എന്താണ്? ചലിക്കൽ ദാവൂദ്. വീട്ടുപേരാണ് ചലിക്കൽ ദാവൂദ്. ആ ചലിക്കൽ ദാവൂദ് ചുരുക്കി വരുമ്പോ എങ്ങനെയാവും? ദാവൂദ് എന്നാവും. ദാവൂദിനെ ഒന്നുകൂടി ചുരുക്കിയാൽ എങ്ങനെയാവും? CD എന്നാവും. ആ CD മലയാളിവൽക്കരിച്ചാൽ എന്താവും? CD എന്നാവും. കള്ളപ്പേര് വെച്ച് എഴുതിയതാണ് CD ലേഖനം. ഇതിന്റെ ഹെഡിങ് എന്താണ്? ജിഹാദ് അൺലിമിറ്റഡ്. ഇതിലെന്താ പറയുന്നത്? ഇതില് തേജസ് എന്ന പത്രത്തിലൂടെ കരീം എന്ന ആള് 1/15/2008 ജനുവരി 15-ാം തീയതി 2008 ജനുവരി 15-ന് കരീം എന്ന പറയുന്ന ആള് തേജസ്സിൽ എഴുതിയ ലേഖനത്തിന് മറുപടിയായിട്ട് ദാവൂദ് പറയുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണം, അത്രയും ഭീകരമായ പ്രശ്നം. ഈ NDF, അതായത് ഇന്നത്തെ SDPI, ആ NDF കേരളത്തിലെ എല്ലാ മുസ്ലിം സംഘടനകൾക്കും ഒരു കത്തെഴുതി. ആ കത്തിൽ പറയുന്നത് എന്താണെന്നറിയോ? നിങ്ങൾ എത്ര പേരെ മുസ്ലിങ്ങളാക്കി? ചോദ്യാവലിയാണ്. നിങ്ങൾ എത്ര പേരെ മുസ്ലിങ്ങളാക്കി? 2001, 2002, 2003, 2004 അങ്ങനെ ഓരോ വർഷവും എത്ര പേരെ നിങ്ങൾ മുസ്ലിങ്ങളാക്കി? ഇസ്ലാം സ്വീകരിച്ചവരെ എവിടെ താമസിപ്പിക്കുന്നു? ആളുകളെ ഇസ്ലാമാക്കാൻ എത്ര പണം ചെലവഴിക്കുന്നു? അത് നിങ്ങളുടെ സംഘടനാ ബഡ്ജറ്റിൽ എത്ര ശതമാനം വരും? ടോട്ടൽ സംഘടനാ ബഡ്ജറ്റ് എത്ര? ഇതാണ് ചോദ്യം. NDF ലീഗിനും ജമാഅത്തെ ഇസ്ലാമിക്കും MES-നും MSS-നും അടക്കം അയച്ചു കൊടുത്ത ചോദ്യാവലി. ഇതിന്റെ ഭീകരത ഒന്ന് ആലോചിച്ചു. നിങ്ങൾ എത്ര ഹിന്ദുക്കളെ മുസ്ലിങ്ങളാക്കി? ഓരോ വർഷവും കണക്കെടുക്ക്. അതിന് നിങ്ങൾ എത്ര പണം ചെലവാക്കി? ആ മുസ്ലിങ്ങളാക്കിയവരെ നിങ്ങൾ എവിടെ താമസിപ്പിക്കുന്നു? ഇതാ ചോദ്യം. എന്നിട്ട് ദാവൂദ് അനുബന്ധമായ ഒരു ചോദ്യം കൂടി കൊടുത്തു. നിങ്ങൾ ജിഹാദിന്റെ ഭാഗമായി എത്ര പേരെ കൊന്നു? എത്ര പേരെ വെട്ടി? അതിൽ ഹിന്ദു എത്ര? ക്രിസ്ത്യൻ എത്ര? മറ്റ് സംഘടനകളിൽപ്പെട്ട മുസ്ലിങ്ങൾ എത്ര? 2001 എത്ര? 2002 എത്ര? നിങ്ങൾ ബോംബിന് ചെലവാക്കുന്ന തുക എത്ര? വാളിന് ചെലവാക്കുന്ന തുക എത്ര? ഇങ്ങനെ ഒരു ചോദ്യം കൂടി ആവാം. എവിടെ എത്തി കാര്യങ്ങൾ? ആലോചിച്ചു. ഈ NDF എന്ന് പറയുന്ന മത തീവ്രവാദി സംഘടന, ആ മത തീവ്രവാദി സംഘടനയുടെ അപകടം
പ്രസംഗിച്ചപ്പോ VS മുസ്ലിം വിരോധിയാണെന്ന് പ്രസംഗിക്കാൻ ഈ വയനാട്ടുകാരനായ KM ഷാജി ഉണ്ടായിരുന്നു. ലീഗ് എന്ത് പറയാനെങ്കിൽ നിങ്ങളെ കൂടെ നിൽക്കുന്ന ജമാഅത്തെ ഇസ്ലാമി രേഖ വെച്ചിട്ടാ പറയുന്നത്. മറ്റേ രേഖ അല്ല, ശങ്കരാളിന്റെ രേഖ. മനസ്സിലായി? എവിടെയാ ഇതിന്റെ അവസ്ഥ? എന്നിട്ട് VS കുറ്റപ്പെടുത്തിയില്ലേ ഇവർ? VS കുറ്റപ്പെടുത്തിയില്ലേ? VS മുസ്ലിം വിരോധിയാണെന്ന് പറഞ്ഞില്ലേ? ഒറ്റ ചോദ്യം, ജമാഅത്തെ ഇസ്ലാമിക്കാരാ, താനങ്ങ് എയർപോർട്ടിലേക്ക് ജാഥ നടത്തിയല്ലോ. ആ ജാഥ നടത്തുമ്പോ എയർപോർട്ടിലേക്ക് പോകുന്ന വഴി നിങ്ങളെ പോലീസ് തടഞ്ഞതിന്റെ 250 മീറ്റർ ഇങ്ങപ്പുറത്ത് വലതുവശത്ത് 3 നിലയിൽ ഒരു കെട്ടിടം, പച്ചക്കളവടിച്ച കെട്ടിടം. ആ കെട്ടിടത്തിന്റെ പേരെന്താ അറിയോ? ഹജ്ജ് ഹൗസ്. എന്താ ഹജ്ജ് ഹൗസ്? മുസ്ലിങ്ങൾക്ക് പഞ്ചകർമ്മങ്ങൾ നിർബന്ധമാണ്. നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഷഹാദത്ത്, കലിമ. അതുപോലെ തന്നെ സാമ്പത്തിക ഇതുള്ളവൻ ഹജ്ജ് നിർവഹിക്കണം. ഹജ്ജ് നിർവഹിക്കാൻ കോഴിക്കോട് കരിപ്പൂർ എയർപോർട്ടിലേക്ക് പോകുന്ന ഹാജിമാർക്ക് താമസിക്കാൻ ഇടയില്ല. അവിടുത്തെ ഒരു സ്കൂളിലാണ് അവർ കിടക്കുക. ഞാൻ ചോദിക്കട്ടെ, എത്ര കൊല്ലം KM ഷാജി തന്റെ പാർട്ടി മുസ്ലിം ലീഗ് ഈ കേരളം ഭരിച്ചു? മലപ്പുറത്ത് നിന്ന് എത്ര MLA-മാരുണ്ടായിരുന്നു മുസ്ലിം ലീഗിന്? എന്തേ നിങ്ങൾ ഒരു ഹജ്ജ് ഹൗസ് ഉണ്ടാക്കില്ല? നിങ്ങളുടെ മാനേജ്മെന്റുള്ള EME കോളേജിലല്ലേ ഹാജിമാരെ താമസിപ്പിച്ചത്? എന്നാൽ നിങ്ങൾ ഈ പറയുന്ന വർഗീയവാദി എന്ന് പറയുന്ന സഖാവ് VS ഉണ്ടല്ലോ, ആ VS കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവുമ്പോ ആദ്യ വർഷം കരിപ്പൂരിൽ ഇന്ന് കാണുന്ന ഈ ബിൽഡിംഗ് കാണുന്ന സ്ഥലം വിലക്കെടുത്ത് അവിടെ തറക്കല്ലിട്ട് 5ാമത്തെ കൊല്ലം ഇറങ്ങിപ്പോരുമ്പോ ആ ഹജ്ജ് ഹൗസിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച മനുഷ്യന്റെ പേര് VS അച്യുതാനന്ദൻ. എന്നാണ് VS അച്യുതാനന്ദൻ. രണ്ടിനും അധ്യക്ഷം വഹിച്ചത് പാലോളി മുഹമ്മദ് കുട്ടി. ഞങ്ങളാണ്ടാക്കിയത് കമ്മ്യൂണിസ്റ്റുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മുസ്ലിങ്ങൾക്ക് പള്ളി ഉണ്ടാക്കിയതാണ് കമ്മ്യൂണിസ്റ്റുക. കമ്മ്യൂണിസ്റ്റുകാർ മലപ്പുറം നേർച്ച ബ്രിട്ടീഷുകാരെ നിരോധിച്ചു. കമ്മ്യൂണിസ്റ്റുകാർ എന്ത് നേർച്ച ഞങ്ങൾ പുനഃസ്ഥാപിച്ചു. എന്താ കാരണം? കുണ്ടോട്ടി നേർച്ചയ്ക്ക് പോയവരാരെങ്കിലും ഉണ്ടാവും? പത്രത്തിൽ വായിച്ചോ നിങ്ങൾ? കുണ്ടോട്ടി നേർച്ച അവസാനിക്കണമെങ്കിൽ തട്ടാൻ വരവുണ്ട്, തട്ടാന്മാര് വരണം. അതാണ് സൂഫി പാരമ്പര്യം. കേരളത്തിലെ മുസ്ലിങ്ങളിൽ 70% സുന്നികളാണ്, 25% മുജാഹിദുകളാണ്. ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും. 5% മാത്രമേ ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സാധനം. പലരും ചോദിക്കുന്നില്ല, അതിന്റെ പുറകെ കൂടുന്നേ മഞ്ഞെന്തിന് നാനായി. സൂഫിസത്തിന്റെ ഭാഗമാണ് മതസൗഹാർദ്ദം. അതുകൊണ്ടാണ് മലപ്പുറം നേർച്ച നടക്കുമ്പോൾ ഹിന്ദുവും മുസ്ലിം ഉണ്ടാവും. നിങ്ങൾ നോക്ക്, യമനിലെ നിമിഷപ്രിയ, ആ നിമിഷപ്രിയക്ക് വേണ്ടി അവസാനം ഇറങ്ങിയത് ബഹുമാനായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. സൂഫി വര്യനായ അവിടുത്തെ ഒരു പണ്ഡിതനെ വിളിച്ചു. ആ പണ്ഡിതനെ വിളിച്ച് സംസാരിച്ച് നിമിഷപ്രിയയെ തൂക്കിലേറ്റുന്നത് നിർത്തിവെച്ചു. ആരാ ഇപ്പോ അതിനിടയ്ക്കൊരു ജമാഅത്തെ ഇസ്ലാമിക്കാരൻ 2 തല മൂർച്ച കൂട്ടി കത്തിച്ചു പിടിക്കുക. കൃഷ്ണപ്രിയയെ രക്ഷിക്കുന്നത് എന്തിന്? ഇവിടെ ചോദ്യം. അവിടെ പറയാണ് കൃഷ്ണപ്രിയയെ നിങ്ങൾ വിടണ്ട. ഇല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഈ സൂഫി വര്യന്മാർ ആയ ഇവര്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മലപ്പുറം നേർച്ച ഞങ്ങൾ പുനഃസ്ഥാപിച്ചു. ഇവിടെ ജുംബ ഡാൻസ്, അതൊക്കെ പറഞ്ഞ എന്റെ ശബ്ദം പോകും, നിങ്ങൾക്കുണ്ടാവും. ജുംബ ഡാൻസ് ഒക്കെ പറഞ്ഞിട്ട് ഇവിടെ ഉണ്ടാക്കിയ വിപ്ലവല്ലേ, ആ വിപ്ലവത്തിന്റെ പേരിൽ ഒരു അധ്യാപകന് ആരോപണം ഉന്നയിക്കുമ്പോൾ പറഞ്ഞു, എനിക്കെതിരെ നടപടി വന്നേക്കാം, വന്നാലും വേണ്ടില്ല, ഞാനിത് പറയുന്നു. അയാൾക്കെതിരെ നടപടി എടുത്തു. അയാൾക്ക് തന്നെ അറിയാം നടപടി ഉണ്ട്. നടപടി എടുത്തപ്പോ ഇവിടെ മുസ്ലിം സംഘടനകള് വലിയ ബഹളം വെച്ചു. ഞാൻ ചോദിക്കട്ടെ, 1967 CH മുഹമ്മദ് കോയ സാഹിബ് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയായപ്പോ PK മന്ത്രി എന്ന് പറയുന്ന കാർട്ടൂണിസ്റ്റ്, ഓർക്കുന്നോ? പാച്ചു ഗോപാൽ, പഴയ കാർട്ടൂണോ, പഴയ തലമുറക്കുമുണ്ടോ? ആ കാർട്ടൂൺ വരച്ചിരുന്ന PK തന്ത്രിയെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു. ഇതിനാ പിരിച്ചുവിട്ടത്? അയാൾ ഒരു കാർട്ടൂൺ വരച്ചു, CH-ന്റെ ചിത്രം. അടിയെഴുതിയ വരി എന്താ അറിയോ? കൊട നന്നാക്കാൻ ആളുണ്ടോ? കൊട നന്നാക്കാൻ ആളുണ്ടോ? എന്താ ഇതിന്റെ പ്രത്യേകത? ലീഗർക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ പറയാം. 1967 EMS ഗവൺമെന്റ് കൊണ്ടുവന്നൊരു നിയമമുണ്ട്. എന്താ നിയമം? ഉറുദു അറബി ഭാഷാധ്യാപകരെ നിയമിച്ചു. എന്തായിരുന്നു നമ്മുടെ നാട്ടിലെ മദ്രസാധ്യാപകരുടെ സ്ഥിതി? എന്തായാലും നാട്ടിലെ മദ്രസാധ്യാപകരുടെ സ്ഥിതി? അവർക്ക് ശമ്പളം എന്ന് പറഞ്ഞാൽ മദ്രസയിൽ തീരെ ഇല്ല, വളരെ കുറഞ്ഞ ശമ്പളം. എന്റെ നാട്ടിലൊരു മുസ്ലിയാരുണ്ടായിരുന്നു, കാസർഗോഡ് ഒരു പള്ളിയിൽ ഇമാമുക്കാൻ പോരാ. ഒരു മാസം കഴിഞ്ഞപ്പോ അവർ പള്ളി കമ്മിറ്റിക്കാരോട് പറഞ്ഞു, ഞാൻ പോവാണ്, എനിക്ക് നോക്കുന്നില്ല, ശമ്പളം വളരെ കുറവ്. അപ്പൊ പള്ളി കമ്മിറ്റിക്കാർ പറഞ്ഞു, നിങ്ങൾ പോവല്ലേ, ഇവിടെ മരിപ്പുണ്ടായാൽ നല്ല പൈസയാണ്, മരണം ഉണ്ടായാൽ. അപ്പൊ മുസ്ലിയാർ പറഞ്ഞ മറുപടി എന്തായാലും, എനിക്ക് ശമ്പളം വേണ്ട, ആഴ്ച 2 മരിപ്പ് തന്നെ. അമ്മാതിരി സ്ഥിതിയായി. മനസ്സിലായി? ആ മദ്രസ അധ്യാപകര് മദ്രസയുടെ ജോലി കഴിഞ്ഞാൽ അവരുടെ പണി എന്താണ്? കുട നന്നാക്കാൻ പോവും, സൈക്കിൾ നന്നാക്കാൻ പോവും. 67 EMS ഗവൺമെന്റ് എന്ത് ചെയ്തു? അറബി ഉറുദു ഭാഷാധ്യാപകരെ നിയമിച്ചു. അപ്പൊ കുട നന്നാക്കാൻ ആളില്ല. അതാണ് PK തണ്ടിന്റെ കാർട്ടൂൺ. കുട നന്നാക്കാൻ ആളുണ്ടോ? പുറത്താക്കി.
അറബി ഉറുദു ഭാഷാധ്യാപകരെ നിയമിച്ച ഞങ്ങള്, മലപ്പുറം ജില്ല ഉണ്ടാക്കിയ ഞങ്ങള്. ആ ഞങ്ങളെ കൊല്ലയാണ് ഷാജിന്റെ പാർട്ടി പറയുന്നത്. മുസ്ലിം വിരോധികൾ ഇല്ലേ? എന്നാ ഇപ്പൊ ഷാജിന്റെ പാർട്ടി എവിടെ നിൽക്കുന്നത്? ഷാജിയുടെ പാർട്ടി എവിടെ നിൽക്കുന്നു? 1000 പള്ളികളുടെ ഇമാം ആര്? പാണക്കാട് തങ്ങൾ. ഞാൻ ചോദിക്കട്ടെ, പാണക്കാട് തങ്ങൾ എങ്ങനെ 1000 പള്ളികളുടെ ഇമാമാകുക? KM ഷാജി. ഞങ്ങൾ ഈ കേരളത്തിൽ നടപ്പാക്കിയ ഒരു സംവിധാനമാണ് കേരള ബാങ്ക്. ആ കേരള ബാങ്ക് നടപ്പാക്കിയപ്പോ കേരളത്തിലെ എല്ലാ ജില്ലയും ഞങ്ങൾ കേരള ബാങ്ക് നടപ്പാക്കി. മലപ്പുറം ജില്ലയിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല. ഇപ്പൊ നടപ്പിലായി. എന്റെ മലപ്പുറം ജില്ലയിൽ നടപ്പിലാക്കാൻ കഴിയാതെ പോയത്? മലപ്പുറം ജില്ലയിലെ മഹാഭൂരിപക്ഷം ബാങ്ക് ഭരിക്കുന്നത് മുസ്ലിം ലീഗാണ്. ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താ ലീഗർക്കറിയോ? 9% പലിശക്ക് വാങ്ങുന്നു, 12% പലിശ കൊടുക്കുന്നു. ആ 3% പലിശ കൊണ്ടാണ് ബാങ്ക് നടത്തി പോകുന്നത്. ഇസ്ലാമിക നിയമപ്രകാരം പലിശ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരിക്കലും കൊടുക്കാത്ത പാപം സബുൽ മൂബിക്കാർ. 7 വൻപാപങ്ങളിൽ 3ാമത്തത് മാതാവിനെ വ്യഭിചരിക്കുന്നത് തുല്യം. ഒരിക്കലും പൊറുക്കാത്ത പാപം. പിന്നെ എങ്ങനെ മലപ്പുറം ജില്ലയിലെ 44 ബാങ്ക് ലീഗ് ഭരിക്കുന്നത്? ഞാൻ ആവർത്തിച്ച കഥയോട് പറയുന്നില്ല. ലീഗിന്റെ ബാങ്കിന്റെ പ്രസിഡന്റുമാരെ തെരഞ്ഞെടുക്കുമ്പോൾ തർക്കം ഉണ്ടാവുമ്പോ നേരെ പാണക്കാട് പോകും. പാണക്കാട് തങ്ങൾ ആലോചിക്കും, എന്നിട്ട് ബാങ്കിന്റെ പ്രസിഡന്റിനെ പ്രഖ്യാപിക്കും. അപ്പൊ പുറത്തുള്ള ലീഗിന്റെ അടികൾ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. പെരുന്നാളത്തെ മാസം കണ്ടല്ല ബാങ്കിന്റെ പ്രസിഡന്റിനെ കണ്ടതാ. ആരാ തീരുമാനിക്കുന്നത്? പാണക്കാട് തങ്ങള്. എന്നെ കേൾക്കുന്ന ലീഗുകാരനെ പറ, ബാങ്കിന്റെ പ്രസിഡന്റിനെ തീരുമാനിക്കാൻ ഒരു മുസ്ലിമിന് പാടുണ്ടോ? പാടില്ല. ഇപ്പൊ എന്താ പണി? ഇപ്പൊ ലീഗിന്റെ നേതാക്കൾക്ക് എന്താ പണി? PK ഫിറോസിന്റെ പണി നിങ്ങൾ കണ്ടല്ലോ. ഞങ്ങൾ അങ്ങനെ മറക്കില്ല. ഞങ്ങളുടെ പ്രിയപ്പെട്ട ജില്ലാ സംസ്ഥാന സെക്രട്ടറി കോടിയേരി, ആ കോടിയേരി മഹാ അസുഖം വഴി വെട്ടി കിടക്കുക. ആ സമയത്ത് അദ്ദേഹത്തെ മാനസിക സമ്മർദ്ദത്തിലാക്കിയ ഒരു പ്രശ്നമുണ്ട്. ബിനീഷ് കോടിയേരിയെ കള്ള ആരോപണം നടത്തി. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് എന്ന് പറയുന്ന ഒരാൾക്ക് ഹോട്ടൽ കച്ചവടത്തിന് ബിനീഷ് കോടിയേരി പണം കൊടുത്തിരുന്നു. ആ മുഹമ്മദിനെ പിന്നീട് അദ്ദേഹം റൂമിൽ ഇല്ലാത്ത സമയത്ത് പോലീസുകാരി പരിശോധിച്ച് അവിടെ മയക്കുമരുന്ന് ഉണ്ടെന്ന് കണ്ടെത്തി. ആ മയക്കുമരുന്ന് കച്ചവടത്തിന് ബിനീഷ് കോടിയേരി എത്രയോ വർഷങ്ങൾക്ക് പണം മുടക്കി എന്ന് ആരോപണം ഉന്നയിച്ചു. ആര്? PK ഫിറോസ്. ED വന്നു, NIA വന്നു. പിന്നെ ബിനീഷ് കോടിയേരിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. അദ്ദേഹത്തിന്റെ രക്തം പരിശോധിച്ചു, അദ്ദേഹത്തിന്റെ മുടി പരിശോധിച്ചു, കോശം പരിശോധിച്ചു. മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടോന്ന്. ഈ മയക്കുമരുന്ന് കച്ചവടത്തിന് ഒരു തെളിവുമില്ലാതെ 366 ദിവസം, തെറ്റിയതല്ല, 365+1 366 ദിവസം ബിനീഷ് കോടിയേരിയെ നിങ്ങൾ ജയിലിട്ടു. PK ഫിറോസ് എന്താ പറഞ്ഞത്? PK ഫിറോസ് പറഞ്ഞു, ഇത് ബിനീഷ് കോടിയേരി മാത്രമല്ല, CPM-ന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് കോടിയേരി. കോടിയേരി അറിയാതെ ഇത് നടക്കില്ല. അതുകൊണ്ട് ഉത്തരവാദിത്വം കോടിയേരിക്കുണ്ട്. ഫിറോസെ, പണ്ടത്തെ പോലെയല്ല പടച്ചാൻ. പാടവരമ്പത്താകൂലി. തന്റെ അനിയനെ പിടിച്ചല്ലോ. താൻ എന്താ പറഞ്ഞത്? ഞാൻ വേറൊരു വ്യക്തി, അവൻ വേറൊരു വ്യക്തി. ഇതേ ഞാൻ തന്നെയല്ലേ? കോടിയേരി വേറെ വ്യക്തി, ബിനീഷ് കോടിയേരി വേറെ വ്യക്തി. അങ്ങനെ പറഞ്ഞ പോലെ നീ വേറെ വ്യക്തിയും കോടിയേരി വേറെ വ്യക്തിയാണെങ്കിൽ നീ എന്താ പറഞ്ഞത്? മയക്കുമരുന്ന് പിടിക്കാൻ കേരളത്തിലെ പിണറായി സർക്കാരിന് എന്താ കഴിയാത്തത്? കച്ചവടക്കാരെ പിടിക്കണം, ഉപയോഗിക്കുന്നവരല്ല, വിൽക്കുന്നവരെ പിടിക്കണം. എന്നിട്ട് ഇപ്പൊ PK ഫിറോസ് പറയാണ്, നിങ്ങള് എന്റെ അനുജൻ, എന്റെ പേര് പുജേര്, പേരൊക്കെ കാണാൻ പാടല്ലേ, ബന്ധമൊന്നുമില്ലല്ലോ അല്ലേ? PK പുജേര്, പേടിക്കണേ, PK പുജേര്. അവന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എടുത്ത് നിങ്ങൾ പരിശോധിച്ച് നോക്ക്. അവൻ എനിക്കെതിരാണ്, ഓൻ എല്ലാവർക്കും എതിരാണ്. എന്താ PK പുജേരിന്റെ ഫേസ്ബുക്കിലുള്ളത്? ഒരു കച്ചവടക്കാരൻ ദമ്പതികളെ പിടിച്ച് മയക്കുമരുന്ന് കഴിച്ചു. അപ്പൊ പുജേരിന്റെ അഭിപ്രായം, അതൊക്കെ മൂക്ക് വലിക്കാണ്ടാവില്ല, അത് വലിച്ചാൽ എടിയെത്തൂല, ഓനത് വലിച്ചല്ല വലിയാണ്. ഞാൻ ഊട്ടിയിൽ പോയി കൂലി വലിച്ചു. അതെന്താ നീക്കാത്തോട്ടെ? ഞാൻ വലിച്ചു നോക്കിയില്ല. ഞാൻ സിഗരറ്റൊക്കെ വലിക്കാറില്ലായിരുന്നു, അത് നിർത്തി. ഞാൻ ഊട്ടിയിൽ പോയി അത് വലിച്ചു, ഇത് വലിച്ചു. ഓരോ MDMA എത്ര പവറുണ്ട്, ഓരോ ലഹരി മരുന്നിന് എത്ര പവറുണ്ട്. എന്താണ് ബ്രസ്റ്റഡ് കഞ്ചാവോ എന്തൊരു പേര് പറഞ്ഞു. അത് ഒരു വലി വലിച്ചാൽ ആകാശത്തുള്ളൂ. അമ്മാതിരി സാധനം ഇതൊക്കെ മെമ്മറിയാണ്, നമുക്കത് അറിഞ്ഞൂടല്ലോ. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ലീഗുകാർക്ക് എവിടുന്നാണ് ഈ ഇതിന്റെ ഒക്കെ കച്ചവടം നടക്കുന്നത്? ഇപ്പൊ നമ്മളിങ്ങനെ നോക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ കണ്ടോ, സകല സ്ഥലത്തുനിന്നും പിടികൂടുന്ന ആരെയാണ്? മുസ്ലിം ലീഗിന്റെ നേതാക്കളെ എന്തിനാ പിടിക്കുന്നത്? കഞ്ചാവ് കട. ആരെക്കൂടെയാണ്? 140 കിലോ കഞ്ചാവ്,
140 കിലോ കഞ്ചാവ് പിടിച്ചത് കാസർഗോഡ് ജില്ലയിലെ മുസ്ലിം ലീഗിന്റെ മണ്ഡലം സെക്രട്ടറിയുടെ കയ്യിൽ നിന്ന്. മാത്രമല്ല, അയാൾ മുസ്ലിം ലീഗിന്റെ കൂടെ നിൽക്കുന്ന മറ്റേ കമ്മിറ്റി ഉണ്ടല്ലോ, പള്ളി കമ്മിറ്റി, ആ കമ്മിറ്റിന്റെ ഭാരവാഹി കൂടി. എങ്ങനെയുണ്ട്? 140 കിലോ കഞ്ചാവ്, അതിന്റെ തൊട്ട് താഴെ 123 കിലോ കഞ്ചാവുമായി 3 ലീഗ് നേതാക്കൾ തുടരെ പിടിക്കാണ്. നിങ്ങൾ കണ്ടോ? മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പർ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തി ആളുകളെ പറ്റിച്ചു, ജയിലിൽ കിടക്കുന്നു. ഇന്നലെ 6 മെമ്പർമാരെ ബഹളം വെച്ചു. എന്തിനാണ്? ആ ജില്ലാ പഞ്ചായത്ത് മെമ്പറെ കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്യുന്നത് ജില്ലാ പഞ്ചായത്തിന്റെ സെക്രട്ടറി കേസിലെ 2ാം പ്രതി. എങ്ങനെ ഉണ്ടാവും? 2ാം പ്രതി 1ാം പ്രതിയെ കുറിച്ച് റിപ്പോർട്ട് ചെയ്യുക. ഇത് വായിക്കുന്നതാരാ? ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ്. ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റിന്റെ ഭർത്താവിനെ, ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഒരു സ്ത്രീയാണ്. അവരുടെ ഭർത്താവിനെ 15 കോടിയുടെ തട്ടിപ്പിന് വിളിച്ചു. നാളെ എനിക്ക് ഞാൻ അവരോട് പറയുന്നു, നാളെ എനിക്ക് ഇടക്കരയില്ല പരിപാടി. എന്താ കാരണം? ലീഗാരിങ്ങനെ തട്ടിപ്പെടുത്ത, ലീഗാരിങ്ങനെ കഞ്ചാവച്ചവർ നടത്തുക. നമുക്ക് ഇങ്ങനെ നടന്നു പറയാ. മൂത്തേടത്തെ ഇസ്മായിൽ മൂത്തേടം, ലീഗിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ്, 1.5 കോടിയാ തട്ടിപ്പടത്തിയത്. 1.5 കോടി ലീഗ് നിരന്തരമായി തട്ടിപ്പടത്തി കൊടുക്കുകയാണ് ഈ നാട്ടില്, ഇല്ലേ? ഞാൻ ചുരുക്കാം. അതുകൊണ്ട് പ്രിയപ്പെട്ട മുസ്ലിം ലീഗിന്റെ സ്നേഹിതമായി, നിങ്ങൾ ഞങ്ങളെ കണക്ക് പഠിപ്പിക്കാൻ വരരുത്. വയനാട്ടിലെ ഒരുപാട് മനുഷ്യരുടെ ദുരന്തബാധിതരായ ഒരുപാട് മനുഷ്യരെ തെറ്റിദ്ധരിപ്പിച്ച് ഒരുമിച്ച് ഒരു മനുഷ്യർ ഒരു സ്ഥലത്ത് വീടുണ്ടാക്കുന്നതിൽ നിന്ന് ഞങ്ങൾ ഉണ്ടാക്കുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ കൊണ്ടുപോയിട്ടുള്ളത്. ആ വീട് ഒരു തറക്ക് ഒരു കൊട്ട മണ്ണ് നിങ്ങൾ എടുത്തിട്ടുണ്ടോ? ഒരു കൊട്ട മണ്ണ് നിങ്ങൾ എടുത്തിട്ടുണ്ടോ? അതിന്റെ കണക്കൊന്ന് നിങ്ങൾ പറ. നിങ്ങളെടുത്ത ഭൂമിയുടെ ഇടപാട് പറ. നിങ്ങൾ ഇപ്പോഴും പറയുന്നു തോട്ടഭൂമിയല്ല, ഞങ്ങൾ കൃത്യമായി പറയുന്നു തോട്ടഭൂമിയാണെന്ന്. ഇത് വിറ്റവര് പറയുന്നു ഇത് തോട്ടഭൂമിയാണെന്ന്, ഇല്ലേ? ഇപ്പൊ ഞാൻ ആ സ്ഥലം പരിശോധിച്ചപ്പോ ഞാൻ പറഞ്ഞ കൃത്യമായി ഈ കല്ലങ്കോടൻ എന്ന് പറയുന്ന ആളുടെ ഭൂമിക്കടുത്ത് പുഴയൊഴുകാണ്, കരകവിഞ്ഞൊഴുകുന്ന പുഴ. അവിടെ പ്രളയമുണ്ടാകുന്ന ആളുകളെ മാറ്റി പാർപ്പിക്കുന്ന പുഴയോരത്ത്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു അന്തരീക്ഷം ഈ വയനാട് മണ്ഡലത്തിൽ നടക്കുമ്പോ, ഈ വയനാട്ടിൽ വന്ന് ഇടതുപക്ഷത്തെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും കുറ്റം പറയുന്ന KM ഷാജിയെ ഈ നാട് തിരിച്ചറിയണം. ഒറ്റ കാര്യം കൂടി ഞാൻ സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. ഇവിടെ നിങ്ങളതിന് മറുപടി പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ കാട്ടുമൃഗം ഇത് സഖാവ് പറയുന്നുള്ള പരിജ്ഞാനമുള്ള രീതിയിൽ ഒറ്റ ചോദ്യം കോൺഗ്രസ്സുകാരോടും KM ഷാജിയോടും. നിങ്ങൾ പ്രസംഗം എടുത്ത് പരിശോധിക്ക്. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ഉണ്ടല്ലോ. എന്താ രാഹുൽ ഗാന്ധി ഇവിടെ വന്നപ്പോ പ്രസംഗിച്ചത്? രാഹുൽ ഗാന്ധി പറഞ്ഞു, ഞാൻ വന്നാൽ 2 പ്രശ്നങ്ങൾ ഞാൻ തീർക്കും. ഒന്ന്, വയനാട്ടിലേക്കുള്ള യാത്രാ പ്രശ്നം. ബത്തേരി കഴിഞ്ഞാൽ തുടങ്ങാണല്ലോ യാത്രാ പ്രശ്നം. തീർത്തോ? കർണാടക ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. ഇന്ത്യൻ പാർലമെന്റിനാണ് അതിൽ ഇടപെടാൻ കഴിയുക. ആ കോൺഗ്രസ് സർക്കാരുമായി ബന്ധപ്പെട്ട് യാത്രാ പ്രശ്നം പരിഹരിക്കാൻ എന്ത് ചെയ്തു രാഹുൽ ഗാന്ധി? രണ്ടാമത് പറഞ്ഞത് വന്യമൃഗശല്യം അവസാനിപ്പിക്കും. ആരാ നടപടി ഉണ്ടാകാൻ പിണറായി വിജയന് സാധിക്കും. എന്നാൽ ഈ നിയമം മാറ്റേണ്ടതാരാ? ഈ നിയമം മാറ്റേണ്ടത് ഗാന്ധി കുടുംബം മാറ്റണം. ആരാ ഗാന്ധി കുടുംബം? മനേകാ ഗാന്ധി കൊണ്ടുവന്ന നിയമമാണ്. നായിനെ പിടിക്കുന്നതിനും എന്തൊക്കെ പരിശോധിക്കണം വിചാരിച്ച് നാളി ഇതിനു മുമ്പ് പട്ടി എത്ര വെച്ചിട്ടുണ്ട്, വെച്ചതിൽ എത്ര ആളുണ്ട് പെണ്ണുണ്ട്, പട്ടി പറഞ്ഞതിലെ കണക്കെടുത്ത് നടക്കാനുള്ള ആളുകൾ ഇതൊക്കെ എടുത്തിട്ട് വേണം മന്ത്യംകരിക്കാൻ. എന്താണ് അതിന്റെ നിയമത്തിന്റെ പേര്? ABC. നിയമത്തിന്റെ ABCD പഠിക്കാത്ത ഏതോ ആളുകൾ ഉണ്ടാക്കിയ നിയമം എന്നല്ലാതെ എന്താക്കും പറയാം. എന്ത് ചെയ്തു? ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, ഒരു ഭാഗ്യം നമ്മൾ ചെയ്തിട്ടുണ്ട് ഇടതുപക്ഷത്തിന്. ഈ അടുത്ത കാലത്ത് ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ടു. കന്യാസ്ത്രീകളെ പിടികൂടിയല്ലോ ഛത്തീസ്ഗഡിൽ. കള്ളക്കേസ് ഉണ്ടാക്കി ഛത്തീസ്ഗഡിൽ. ഈ കേരളത്തിൽ നിന്ന് ഇടതുപക്ഷത്തിന്റെ MP-മാര് പോയി. ആരൊക്കെ പോയത് മതി? നമ്മൾ വോട്ട് ചെയ്ത 2 പേര് പോയി. ഒന്നാരാ? സുനീർ പരാജയപ്പെട്ടു പോയി. രാഹുൽ ഗാന്ധിയോ ഇല്ലേ? ആ സുനീർ ഇപ്പൊ രാജ്യസഭാ MP-യാണ്. രണ്ടാമത് രാഹുൽ ഗാന്ധി പരാജയപ്പെടുത്തിയ ആരാണ്? അനിരാജ തോറ്റു. പക്ഷെ നിങ്ങൾ നോക്ക്, ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ കിടക്കുന്ന ജയിലിനകത്തേക്ക് പോയ 2 പേരിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ വോട്ട് ചെയ്ത് ജയിച്ചിട്ടില്ലെങ്കിലും ജനങ്ങൾക്ക് വേണ്ടി പോരാടുന്ന അനിരാജയുണ്ട്, സുനീറുണ്ട്. നമുക്ക് അഭിമാനിക്കാം, ഇല്ലേ? ഞാൻ ചോദിക്കട്ടെ, പ്രിയങ്ക ഗാന്ധി പോയോ? റോബർട്ട് വധേര പോയോ? രാഹുൽ ഗാന്ധി പോയോ ഈ ജയിലിലേക്ക്?
നമ്മുടെ എംപിമാരെല്ലാ എംപിമാരും പോയി. ജോൺ ബ്രിട്ടാസ് പോയി, ജോസ് കെ മാണി പോയി, റഹീം പോയി, ശിവദാസൻ പോയി, എല്ലാ എം പി സുരീർ പോയി, എല്ലാ എംപിമാരും പോയി. അപ്പൊ കോൺഗ്രസ് ഇപ്പൊ പ്രസംഗത്തിൽ പറയും, പ്രസംഗത്തിൽ പറയാ ഞങ്ങളുടെ എംപിമാരും പോയിരുന്നു. ആരൊക്കെ പോയത്? നിങ്ങളുടെ കേരളത്തിലുള്ള എംപിമാര് പോയിരുന്നു. ഞാൻ സമ്മതിച്ചു. നിങ്ങൾ എന്തിനാ കേരളത്തിൽ നിന്നുള്ള എംപിമാര് പോകുന്നത്? ഛത്തീസ്ഗഡിൽ 42% വോട്ടുണ്ട് കോൺഗ്രസിന് ഇപ്പോഴും. കഴിഞ്ഞ തവണ ഭരിച്ചത് കോൺഗ്രസാ. കോൺഗ്രസ് പരാജയപ്പെട്ടു. കോൺഗ്രസ് ആണ് മതമാറ്റ നിയമം കൊണ്ടുവന്നത്. കോൺഗ്രസ് പരാജയപ്പെട്ട ഛത്തീസ്ഗഡിൽ കോൺഗ്രസിന് 42% വോട്ടുണ്ട്. 36 MLA-മാരുണ്ട്. 5 എംപിമാരിൽ 4 എംപിമാര് കോൺഗ്രസ് ആണ്. ആ 4 എംപിമാരിൽ ഒരു എംപി ഈ കന്യാസ്ത്രീകളെ പുറത്തിറക്കാൻ വന്നോ? പറ ഈ നാട്ടിലെ കോൺഗ്രസ് NDA അപ്പച്ചനൊക്കെ ജാഥ കണ്ടല്ലോ. കന്യാസ്ത്രീകളെ പുറത്തിറക്കാൻ ഈ ഛത്തീസ്ഗഡിൽ നിന്നുള്ള 4 എംപിമാരെന്തേ കോൺഗ്രസ് പറഞ്ഞത്? എന്തിനാണ് നിങ്ങൾ കേരളത്തിൽ നിന്നുള്ള MLA-മാർ അങ്ങോട്ട് പോകുന്നത്? വിൻസെന്റ് അടക്കം പോയല്ലോ. വിൻസെന്റും മറ്റേ പിന്നെ എറണാകുളത്തുള്ള ആലുവ MLA ഒക്കെ പോയല്ലോ. എന്തിനാ ഇവിടുന്ന് പോകുന്നത്? 36 MLA-മാരുണ്ട് ഛത്തീസ്ഗഡിൽ കോൺഗ്രസിന്. എന്തേ പോവാതിരുന്നു? പോവാതിരുന്നതിന്റെ കാരണപ്പെട്ട മുസ്ലിം ലീഗാന്ന് മനസ്സിലായി. രാഹുൽ ഗാന്ധി വരുമ്പോൾ പച്ച വരവ് കുറിപ്പിക്കാറില്ല. എന്താ കാരണം? കൊടി പിടിക്കാൻ വയ്യില്ല, കൊടി മടി വെക്കണം. എന്താ ലീഗിലുള്ള പ്രശ്നം? ഇവിടെ പച്ച കൊടി പിടിച്ചാൽ ഉത്തരേന്ത്യയില് BJP പ്രസംഗിക്കും പാകിസ്ഥാന്റെ കൊടി, പാകിസ്ഥാന്റെ കൊടി. അപ്പൊ ലീഗാരോട് പറഞ്ഞ് വന്ന കൊടി മടിയിൽ വെച്ചോ. ഞങ്ങൾക്ക് ശ്വാസം മുട്ടുന്നു ലീഗാരി കൊടി മടി വെച്ചപ്പോ. എന്നാ പച്ച വരവ് വെച്ചിട്ട് ഊതിക്കൂടി ശ്വാസം പോകും, വീടും മുറുക്കും. ഇല്ലേ? ഇതെന്നെ പ്രശ്നം. ഛത്തീസ്ഗഡിലെ കോൺഗ്രസിന്റെ MLA-മാര് MP-മാര് കന്യാസ്ത്രീകൾക്ക് വേണ്ടി രംഗത്തിറങ്ങിയാൽ ഹിന്ദു വോട്ടുകൾ നഷ്ടപ്പെടും. വിവരക്കേടുകൾ നിങ്ങൾ മനസ്സിലാക്കിക്കോ. രാമക്ഷേത്രം ഉണ്ടാക്കിയിട്ട് RSS ഈ നാട്ടിൽ പറഞ്ഞു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഹിന്ദുക്കളോട്, എല്ലാ ഹിന്ദുക്കളും ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം. ആർക്ക്? RSS-ന്. എന്താ കാരണം? BJP-ക്ക്. എന്താ കാരണം? ഞങ്ങൾ ഇതാ ക്ഷേത്രം ഉണ്ടാക്കിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് നമ്മുടെ ഒരു മുദ്രാവാക്യം നിങ്ങൾ കേട്ടണോ? എന്താ മുദ്രാവാക്യം? ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല. നമ്മളെ ആൾക്കാർ എന്റെ സഖാക്കളെ എന്നോട് ചോദിച്ചിട്ടുണ്ട്, എന്തിനാ സഖാവ് ഈ മുദ്രാവാക്യം? ഇടതില്ലെങ്കിൽ ഇന്ത്യ ഇല്ലാന്ന് നമ്മൾ വിളിക്കേണ്ടിയിരുന്നു. ഇന്ത്യയിൽ ആകെ നമ്മൾ 100 സീറ്റിൽ മത്സരിക്കുന്നുണ്ടോ? ഇല്ല. നമ്മളെ മത്സരിച്ച് എല്ലായിടത്തും ജയിച്ചു നോക്കിക്കും. ബംഗാളും ത്രിപുരയിലും കേരളത്തിലും രാജസ്ഥാനിലും ഇവിടെയൊക്കെ നമ്മൾ മത്സരിച്ചിരുന്നു. അത് ജയിച്ചാൽ എല്ലാം ജയിച്ചാൽ തന്നെ 100 തയ്യോ? ഇല്ലല്ലോ. പിന്നെന്തിനാണ് നമ്മൾ ഈ ഇടതില്ലെങ്കിൽ ഇന്ത്യ ഇല്ല എന്ന് പറയുന്നത്? അവിടെയാണ് സഖാക്കളെ മനസ്സിലാക്കിക്കൊള്ളു. ഇടതില്ലെങ്കിൽ ഇന്ത്യ ഇല്ല എന്ന് പറഞ്ഞാൽ ഇടതിന്റെ ആശയമില്ലെങ്കിൽ ഇന്ത്യ ഇല്ല. നിങ്ങൾക്ക് സംശയം ഉണ്ടോ? ഈ നാട് മുഴുവൻ RSS പറഞ്ഞല്ലോ ഹിന്ദുക്കളോട്, നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം, ഞങ്ങൾ ഇതാ രാമക്ഷേത്രം ഉണ്ടാക്കിയിരിക്കുന്നു. അവകാശ തർക്കം കോൺഗ്രസ് പറഞ്ഞു, നിങ്ങളല്ല ഉണ്ടാക്കിയത്. ദിഗ്വിജയ് സിംഗ് പറഞ്ഞു, നിങ്ങൾ അവകാശവാദം ഉന്നയിക്കണ്ട, രാമക്ഷേത്രം നിങ്ങൾ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയതല്ല, ഞങ്ങളും കൂടി ഉണ്ടാക്കിയതാണ്. 1982 ബാബരി മസ്ജിദിന്റെ വാതിൽ തുറന്ന് ശിലാന്യാസം ചെയ്യാൻ സൗകര്യം ചെയ്തു കൊടുത്തത് AICC-യുടെ പ്രസിഡന്റും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുമായ രാജീവ് ഗാന്ധിയാണ്. അത് കഴിഞ്ഞ് 1992 ഡിസംബർ മാസം 6-ാം തീയതി ബാബരി മസ്ജിദ് RSS തകർക്കുമ്പോ ലോകത്തിലെ 3ാമത്തെ സൈനിക ശക്തിയായ ഇന്ത്യയുടെ പട്ടാളക്കാരെ ബാരക്കുകളിൽ നിന്ന് പുറത്തിറക്കാതെ അവിടെ അടച്ചു വെച്ച് പൊളിക്കാനുള്ള സൗകര്യം ചെയ്തതെന്ന് ഞങ്ങളാണ്. ഇതിന്റെ പ്രസംഗമല്ല, ദിഗ്വിജയ് സിംഗിന്റെ പ്രസംഗമാണ് ഇതിലുണ്ട്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാ ഹിന്ദുക്കളും ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം. ഇവരെവിടെ ഏതാണ് പറയുന്നത്? അയോധ്യയിലെ രാമക്ഷേത്രം. ഈ അയോധ്യയിലെ രാമക്ഷേത്രം ഉണ്ടാക്കി, രാമക്ഷേത്രം ഉണ്ടാക്കിയ അയോധ്യയിലെ ഹിന്ദു ജനസംഖ്യ എത്രയാണെന്ന് നിങ്ങൾക്ക്? 94%. അവിടെ തെരഞ്ഞെടുപ്പിൽ BJP-യുടെ സ്ഥാനാർത്ഥിയെ ഈ 94% എന്ന ഹിന്ദുക്കളെ 46,000 വോട്ടിന് തോൽപ്പിച്ചു. പകരം സമാജ്വാദി പാർട്ടിയെ ജയിപ്പിച്ചു. തൊട്ടടുത്ത മണ്ഡലം രാമക്ഷേത്ര നിർമ്മാണ കമ്മിറ്റിയുടെ ചെയർമാൻ മത്സരിക്കുന്ന മണ്ഡലത്തിലെ യഥാർത്ഥ ഹിന്ദുമത വിശ്വാസികൾ എത്രയെന്നറിയോ? 96%. ഹിന്ദുമത വിശ്വാസികൾ 1,61,000 വോട്ടിനെ RSS-ന്റെ രാഷ്ട്രീയ മുഖമായ BJP-യെ തോൽപ്പിച്ച് പകരം സമാജ്വാദി പാർട്ടിയെ ജയിപ്പിച്ചു. മനസ്സിലായത്? ഇടതിന്റെ മുദ്രാവാക്യം ഇല്ലെങ്കിൽ ഇന്ത്യയില്ല. ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ മഹാഭൂരിപക്ഷം ജനങ്ങൾ ഇവരെ തോൽപ്പിച്ചു ഇവരുടെ മണ്ണിൽ, ഇല്ലേ? അതുകൊണ്ട് ഈ യാഥാർത്ഥ്യം തിരിച്ചറിയാൻ, ഇന്ത്യയുടെ മതേതരത്വം സംരക്ഷിക്കാൻ ഇടതുണ്ടാവണം. ഇപ്പോ നമ്മള് കന്യാസ്ത്രീകൾക്ക് വേണ്ടി സമരം ചെയ്തു, കന്യാസ്ത്രീകൾക്ക് വേണ്ടി വലിയ പ്രശ്നം ഉണ്ടാക്കി, അങ്ങനെ കന്യാസ്ത്രീകളെ പുറത്തു വിട്ടു. ഉടനെ പാമ്പാടി
കന്യാസ്ത്രീകളെ പുറത്തുവിട്ട ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അഭിവാദ്യം, ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിക്ക് അഭിവാദ്യം. എങ്ങനെയുണ്ട് പ്ലാൻവാനിമാർ? എങ്ങനെയുണ്ട് പ്ലാൻവാനിമാർ? പിടിച്ചകത്തിട്ടത് നരേന്ദ്രമോദി, പിടിച്ചകത്തിട്ടത് അമിത്ഷാ. എന്നിട്ട് വലിയ വിപ്ലവം ഇടതുപക്ഷവും എല്ലാ മതേതര വിശ്വാസികളും, ഞങ്ങൾ മാത്രമല്ല എല്ലാ മതേതര വിശ്വാസികളും നടത്തി. കന്യാസ്ത്രീകളെ പുറത്തുവിട്ടപ്പോ പാമ്പാരിമാർ പറയാണ് അഭിവാദ്യം നരേന്ദ്രമോദിക്ക്, അഭിവാദ്യം അമിത്ഷാക്ക്. ഇത്തരം ശക്തികൾ കൂടി നമ്മുടെ നാട്ടിലുണ്ടെന്ന് തിരിച്ചറിയണം. ഈ വർത്തമാന കാലത്ത് മതേതരത്വവും ജനാധിപത്യവും ശക്തിപ്പെടുത്താൻ പ്രിയപ്പെട്ടവരെ നിങ്ങളും ഉണ്ടാകണം എന്ന് വിനയപരിശ്രമം അഭ്യർത്ഥിച്ചുകൊണ്ട് അഭിവാദ്യങ്ങൾ തന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.